The next topic to be discussed is labor. Second module, first chapter ആണ് labor എന്ന് പറയുന്നത്. Labor is the most important element of cost. Material കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ second important element of cost എന്ന് പറയുന്നത് ഏതാണ്? Labor ആണ്. Three elements of cost ആണുള്ളത്: material, labor, expenses. These are the three important elements of cost ആണ്. അപ്പോൾ അതിൽ labor ആണ് second important element of cost. So we can look what is meant by a labor. Labor is the amount of physical, mental and social effort used to produce goods and services in an economy. ഒരു എക്കണോമിയിലെ ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഫിസിക്കൽ, മെൻ്റൽ, സോഷ്യൽ എഫേർട്ടിനെയാണ് നമ്മൾ എന്ത് വിളിക്കാം? ലാബർ എന്ന് വിളിക്കാം. അപ്പോൾ ലാബേഴ്സ് അവരുടെ എഫേർട്ട്, ഫിസിക്കൽ ആൻഡ് മെൻ്റൽ, സോഷ്യൽ എഫേർട്ട് നമുക്ക് ഒരു കമ്പനിക്ക് അല്ലെങ്കിൽ ഒരു മാനുഫാക്ചറിങ്ങിന് പ്രൊവൈഡ് ചെയ്യുന്ന സമയത്ത് ഇൻ റിട്ടേൺ ദേ വിൽ ഗെറ്റ് വേജസ് അല്ലെങ്കിൽ സാലറീസ് അവർക്ക് കിട്ടും. സോ ലാബർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലാബർ ഇൻക്ലൂഡ്സ് എക്സ്പെർട്ടൈസ് ഉണ്ടായിരിക്കും, മാൻ പവർ ഉണ്ടായിരിക്കും, സർവീസസ് പ്രൊവൈഡ് ചെയ്യും ഫോർ കൺവേർട്ടിംഗ് ദ റോ മെറ്റീരിയൽ ഇൻ ടു ഫിനിഷ്ഡ് പ്രൊഡക്റ്റ് ഓർ സർവീസ്. Next, we can classify the labor into two. One is direct labor, second is indirect labor. Direct labor എന്ന് പറയുന്നത് that is directly engaged in the production and which can be directly charged to a particular product or job or a process. ഇപ്പോൾ ഡയറക്റ്റ് ലാബർ എന്ന് പറയുന്നത് ഡയറക്റ്റ്ലി എന്ത് ചെയ്യും? പ്രൊഡക്ഷനിൽ എൻഗേജ് ചെയ്യും. അതേപോലെ തന്നെ നമുക്കൊരു സ്പെസിഫിക് പ്രൊഡക്റ്റ് കോസ്റ്റ് സെൻറ്റർ ഓർ വർക്ക് ഓർഡറിലേക്ക് അവരുടെ റിലേറ്റ് ചെയ്യാൻ പറ്റും. അതാണ് ഡയറക്റ്റ് ലാബർ എന്ന് പറയുന്നത്. ഇപ്പോൾ ഡയറക്റ്റ് ലാബർ എന്ന് പറയുന്നത് ഡയറക്റ്റ് ലാബർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ they are the employees who are directly engaged in the production and they can be easily directly charged to the particular product or service. Next is indirect labor. Indirect labor is the labor which is not directly engaged in converting the raw material into finished goods. Indirect labor എന്ന് പറയുന്നത് they are also laborers ആണ്. അവർ ഡയറക്റ്റ്ലി എന്ത് ചെയ്യുന്നില്ല, ഫിനിഷ്ഡ് റോ മെറ്റീരിയൽസിനെ ഫിനിഷ്ഡ് ഗുഡ്സ് ആയിട്ട് കൺവേർട്ട് ചെയ്യണതിൽ ഡയറക്റ്റ്ലി എൻഗേജ് ചെയ്യുന്നില്ല എന്ന് പറയുന്നത്. സോ അതൊരു ഇറ്റ് ഈസ് ഓഫ് എ ജനറൽ ക്യാരക്ടർ ആൻഡ് കനോട്ട് കൺവീനിയൻ്റ്ലി ബി ഐഡൻറ്റിഫൈ വിത്ത് എ പെർട്ടിക്കുലർ പ്രൊഡക്റ്റ് ഓർ പ്രോസസ് ഓർ ജോബ്. അപ്പോൾ ഇൻഡയറക്റ്റ് ലാബർ എന്ന് പറയുന്നത് ദേ വിൽ എൻഗേജ് ഇൻഡയറക്ട്ലി ഇൻ ദ ഓർഗനൈസേഷൻ ഓർ ഇൻ ദ പ്രൊഡക്ഷൻ. ഇനി ഒരു ഡയറക്റ്റ് ലാബറും ഇൻഡയറക്റ്റ് ലാബറും തമ്മിലുള്ള ഡിഫറൻസ് ആണ്. ഡയറക്റ്റ് ലാബർ എന്ന് പറയുമ്പോൾ ഡയറക്റ്റ് ലാബർ കോസ്റ്റ് എന്ന് പറയുമ്പോൾ പ്രൊഡക്ഷനിൽ ഇൻവോൾവ് ആവുന്നതാണ് ഡയറക്റ്റ് ലാബർ. ഇൻഡയറക്റ്റ് ലാബർ എന്ന് പറയുമ്പോൾ ദേ ആർ ഇൻഡയറക്ട്ലി എൻഗേജ്ഡ് ഇൻ ദ പ്രൊഡക്ഷനാണ്. ദെൻ ഔട്ട്പുട്ട്. ഡയറക്റ്റ് ലാബറിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുമ്പോൾ ദാറ്റ് ഡിപ്പെൻഡ് അപ്പോൺ ദ ഔട്ട്പുട്ട്സ് ആണ്. ഇൻഡയറക്റ്റ് ലാബേഴ്സിൻ്റെ ഇറ്റ് ഡയറക്ട്ലി പ്രൊപ്പോർഷൻ ടു വാരി ഡയറക്ട്ലി ഇൻ പ്രൊപ്പോർഷൻ ടു ദി ഔട്ട്പുട്ട്. അപ്പോൾ ഡയറക്റ്റ് ലാബറിനെ നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും ഫ്രം ദ കോസ്റ്റ് യൂണിറ്റ്, കോസ്റ്റ് സെൻറ്ററിൽ നിന്നൊക്കെ സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും. ഇൻഡയറക്റ്റ് ലാബറിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? കനോട്ട് ബി ട്രാക്ക് ബാക്ക് ആൻഡ് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ല. Direct labor is a part of direct expenditure and indirect labor is a part of indirect expenditure. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ലാബർ കോസ്റ്റ് ആണ്. ലാബർ കോസ്റ്റ് എന്ന് പറയുമ്പോൾ എന്താണ് നമ്മൾ ലേബേഴ്സിന് പേ ചെയ്യണ പേയ്മെൻറ്റിന്? ഇപ്പോൾ ലേബർ കോസ്റ്റ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് എ സം ഓഫ് ഓൾ വേജസ് പേ ടു ദ എംപ്ലോയീസ് ആൻഡ് ആൾസോ ഇറ്റ് ഇൻക്ലൂഡ്സ് അതർ ബെനിഫിറ്റ്സ്. ഇപ്പോൾ ലാബർ കോസ്റ്റ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് എ സം ടോട്ടൽ ഓഫ് ഓൾ പേയ്മെൻറ്റ്സ് മെയ്ഡ് ബൈ ദ എംപ്ലോയർ ടു ദ വർക്ക് ഫോഴ്സ് for performing the activity of production and also all the benefit granted to the workforce. വർക്ക്ഫോഴ്സിന് കൊടുക്കുന്ന എല്ലാ വേജസും എല്ലാ ബെനിഫിറ്റ്സും എന്തിനു വേണ്ടിയിട്ട് ആക്ടിവിറ്റീസ് ഓഫ് പ്രൊഡക്ഷൻ പെർഫോം ചെയ്യുന്നതിന് നമ്മൾ എന്ത് വിളിക്കാം? ലാബർ കോസ്റ്റ് എന്ന് വിളിക്കാം. അപ്പോൾ അതിൽ കറണ്ട് മോണിറ്ററി ബെനിഫിറ്റ് ഉണ്ടായിരിക്കും, ഡിഫേർഡ് മോണിറ്ററി ബെനിഫിറ്റ് ഉണ്ടായിരിക്കും. കറണ്ട് മോണിറ്ററി ബെനിഫിറ്റ് എന്ന് പറയുമ്പോൾ ബേസിക് വേജസ്, DA, പ്രൊഡക്ഷൻ ബോണസ് എക്സെട്ര. ഡിഫേർഡ് മോണിറ്ററി ബെനിഫിറ്റ്സ് എന്ന് പറയുമ്പോൾ എംപ്ലോയീസ് കോൺട്രിബ്യൂഷൻ ടു PF, എംപ്ലോയീസ് കോൺട്രിബ്യൂഷൻ ടു സ്റ്റേറ്റ് ഇൻഷുറൻസ്, ഗ്രാറ്റുവിറ്റി, പ്രോഫിറ്റ് ബോണസ്, പെൻഷൻ എല്ലാം ഉണ്ടായിരിക്കും. നെക്സ്റ്റ് ഫ്രിഞ്ച് ബെനിഫിറ്റ്സ് ആണ്, നോൺ മോണിറ്ററി ബെനിഫിറ്റ്സ്. അതിൽ വരുന്നത് എന്ന് പറയുമ്പോൾ ക്ലോത്തിങ്, മെഡിക്കൽ ഫെസിലിറ്റീസ്, എഡ്യൂക്കേഷൻ, ഹൗസിംഗ്, ട്രാൻസ്പോർട്ട് ഫെസിലിറ്റീസ് ഒക്കെ ഉണ്ടായിരിക്കും. ലാബർ റിലേറ്റഡ് കോസ്റ്റ് എന്ന് പറയുമ്പോൾ ഹോളിഡേ പേ, ലീവ് പേ, പ്രീമിയം പേ എല്ലാവർക്കും ഉണ്ടായിരിക്കാം. സോ ദിസ് ഈസ് ദ ലാബർ കോസ്റ്റ്. ഇനി ലാബർ കോസ്റ്റ് കൺട്രോൾ. ലാബർ കോസ്റ്റ് കൺട്രോൾ എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് ഇത്രയേ ഉള്ളൂ: ആസ് എ സിസ്റ്റം വിച്ച് എൻഷ്യൂർ പ്രോപ്പർ എംപ്ലോയ്മെൻറ്റ് ഓഫ് ലാബർ ആൻഡ് ഇറ്റ്സ് എഫക്റ്റീവ് യൂട്ടിലൈസേഷൻ. ലാബറിൻ്റെ എംപ്ലോയ്മെൻറ്റ് പ്രോപ്പറായിട്ട് എൻഷുർ ചെയ്യാം, അതേപോലെ തന്നെ അവരുടെ മാക്സിമം യൂട്ടിലൈസേഷനാണ് ഏതെന്ന് പറഞ്ഞാൽ ലാബർ കൺട്രോൾ, കോസ്റ്റ് കൺട്രോൾ എന്ന് പറയും. സോ ഇറ്റ്സ് ദ പ്രോസസ് ഓഫ് ഡെവലപ്പിംഗ് വേരിയസ് ഫോംസ്, സ്റ്റഡിയിങ് ആൻഡ് റെക്കോർഡിംഗ് ദ ആക്ടിവിറ്റീസ് ആൻഡ് പെർഫോമൻസ് ഓഫ് വർക്കേഴ്സ്, കാൽക്കുലേറ്റിംഗ് ദ കറക്റ്റ് എമൗണ്ട് ഓഫ് വേജസ് ആൻഡ് മേക്കിംഗ് പേയ്മെൻറ്റ് ഇൻ ടൈം. കറക്റ്റ് വേജസ് കാൽക്കുലേറ്റ് ചെയ്തിട്ട് കറക്റ്റ് ടൈമിൽ പേ ചെയ്യണ ആൻഡ് അവരുടെ ആക്ടിവിറ്റീസ് റെക്കോർഡ് ചെയ്യുന്ന പ്രോസസ്സാണ് ലാബർ കോസ്റ്റ് കൺട്രോളിൽ ഉണ്ടായിരിക്കുക എന്ന് പറയുന്നത്.
നെക്സ്റ്റ് എന്തൊക്കെയാണ് ഒരു ലേബർ കോസ്റ്റ് കൺട്രോളിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്? ഫസ്റ്റത്തെ എൻഷുർ പ്രോപ്പർ യൂട്ടിലൈസേഷൻ ഓഫ് ലേബറിന് പ്രോപ്പറായി യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടി ഹെൽപ്ഫുള്ളാണ്. മാക്സിമം ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യാൻ പറ്റും. ബെറ്റർ ക്വാളിറ്റി എൻഷുർ ചെയ്യാൻ പറ്റും. പ്രൊഡക്ഷൻ കോസ്റ്റ് മാക്സിമം മിനിമൈസ് ചെയ്യാൻ പറ്റും. ആൻഡ് ബെറ്റർ എൻവയോൺമെൻറ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ലേബർ ടേൺ ഓവർ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മിനിമൈസ് ചെയ്യാൻ പറ്റും. വേസ്റ്റേജ് എല്ലാം നമുക്ക് ബെറ്റർ ലേബർ കൺട്രോൾ വഴി നമുക്ക് ഒഴിവാക്കാൻ പറ്റും. ഇനി അടുത്ത ടോപ്പിക്കാണ് ടൈം കീപ്പിംഗ്. ടൈം കീപ്പിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ this department is concerned with the maintenance of attendance time and job time of workers. അപ്പോൾ ടൈം കീപ്പിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുന്നത് അവരുടെ മെയിൻ ഡ്യൂട്ടി എന്ന് പറയുന്നത് ഒരു വർക്കേഴ്സിൻ്റെ ജോബ് ടൈമും അറ്റൻഡൻസ് ടൈമും മെയിൻറ്റെയിൻ ചെയ്യുന്നതാണ്. അപ്പോൾ അറ്റൻഡൻസ് ടൈം എന്തായാലും വേണം. ദാറ്റ് ഈസ് മസ്റ്റ് ഫോർ കാൽക്കുലേറ്റിംഗ് വേജ് കാൽക്കുലേറ്റ് ചെയ്യാൻ ഇറ്റ് ഈസ് മസ്റ്റ് ആണെന്നാണ് പറയുന്നത്. And the job time or time booking is considered for computing job time അല്ലെങ്കിൽ time booking നമ്മൾ എന്തിനാ യൂസ് ചെയ്യുക വെച്ചിട്ടുണ്ടെങ്കിൽ for finding out the time spent by each worker in each department, job or operation or process. അപ്പോൾ നമ്മൾ ടൈം കീപ്പിംഗ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഒരു എല്ലാ ഓർഗനൈസേഷനിലും എന്തുണ്ടായിരിക്കും? ടൈം കീപ്പിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ടായിരിക്കും. ഒരു ടൈം കീപ്പർ ഉണ്ടായിരിക്കും. അയാളുടെ ഡ്യൂട്ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എപ്പോഴാണ് വർക്ക് ഫാക്ടറിയിൽ എൻ്റർ ചെയ്തത് അത് റെക്കോർഡ് ചെയ്യാം. എപ്പോഴാണ് ഫാക്ടറിയിൽ നിന്ന് ലീവ് ചെയ്യണം ഡിപ്പാർച്ചർ ടൈം റെക്കോർഡ് ചെയ്യാം. സോ ദ പ്രോസസ് ഓഫ് റെക്കോർഡിംഗ് ദ ടൈം ഓഫ് അറൈവലും ഡിപ്പാർച്ചറും ഈസ് നോൺ ആസ് ടൈം കീപ്പിംഗ്. അറൈവൽ റെക്കോർഡ് ചെയ്യാം, അതേപോലെ തന്നെ ഡിപ്പാർച്ചറും റെക്കോർഡ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് വിളിക്കാം? വി ക്യാൻ കോൾ ഇറ്റ് ആസ് എ ടൈം കീപ്പിംഗ് എന്ന് പറയാം. അപ്പോൾ ടൈം കീപ്പിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒബ്ജക്റ്റീവ്സ് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പേറോൾ പ്രിപ്പറേഷൻ ഹെൽപ്പ് ചെയ്യും. പേറോൾ പ്രിപ്പറേഷൻ്റെ ബേസിലാണ് നമ്മൾ എന്ത് ചെയ്യാം? എംപ്ലോയീസിന് വേജസ്, ഇഫ് ദ വേജസ് ആർ പെയ്ഡ് ഓൺ എ ടൈം ബേസിസിലാണെങ്കിൽ നമ്മൾ വേജസ് കൊടുക്കണമെന്ന് വെച്ചാൽ അതിൻ്റെ പേറോൾ പ്രിപ്പറേഷൻ ഹെൽപ്പ് ചെയ്യും. നെക്സ്റ്റ് വൺ കാൽക്കുലേറ്റിംഗ് ഓവർ ടൈം കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. സ്റ്റാറ്റ്യൂട്ടറി റിക്വയർമെൻറ്റ്സ് മീറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ അറ്റൻഡൻസ് റെക്കോർഡ് എന്ന് പറഞ്ഞാൽ സ്റ്റാറ്റ്യൂട്ടറി റിക്വയർമെൻറ്റ് അത് മീറ്റ് ചെയ്യും. ഫൈൻഡിങ് പ്രൊഡക്ടിവിറ്റി ആൻഡ് കൺട്രോളിങ് കോസ്റ്റ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടും പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യുമെന്നാണ് പറയുന്നത്. ഒരു ഓർഗനൈസേഷനിൽ ഡിസിപ്ലിൻ മെയിൻറ്റെയിൻ ചെയ്യാനും നമുക്ക് എന്താണ് അറ്റൻഡൻസ് രജിസ്റ്റർ മസ്റ്റാണെന്നാണ് പറയുന്നത്. നെക്സ്റ്റ് മെത്തേഡ് ഓഫ് ടൈം കീപ്പിങ്ങിൻ്റെ മെത്തേഡാണ് പറയുന്നത്. രണ്ട് മെത്തേഡുണ്ട്. മാനുവൽ മെത്തേഡുണ്ട്, അതേപോലെ തന്നെ മെക്കാനിക് മെത്തേഡുണ്ട്. മാനുവൽ മെത്തേഡ് എന്ന് പറയുമ്പോൾ അറ്റൻഡൻസ് ടൈം ഓഫ് എംപ്ലോയീസ് നമ്മൾ ടൈം കീപ്പിംഗ് ഓഫീസർ അല്ലെങ്കിൽ എംപ്ലോയീസ് അവർ തന്നെയാണ് എന്ത് ചെയ്യാം? റെക്കോർഡ് ചെയ്യുക എന്ന് പറയുന്നത് മാനുവൽ മെത്തേഡിൽ. അതിൽ ഫസ്റ്റ് വണ്ണാണ് അറ്റൻഡർ രജിസ്റ്റർഡ് ബുക്ക് മെത്തേഡ്. അറ്റൻഡർ രജിസ്റ്റർ എന്ന് പറയുന്നത് നമ്മൾ ഒരു അറ്റൻഡൻസ് ടൈം റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയുള്ള രജിസ്റ്ററാണ് അറ്റൻഡർ രജിസ്റ്റർ എന്ന് പറയുന്നത്. ഇത് സ്മോൾ സൈസ് കൺസേൺ മെയിൻലി യൂസ് ചെയ്യാം. ഈ ഒരു മെത്തേഡ് സൂട്ടബിൾ എന്ന് പറയുന്നത് ഫോർ റെക്കോർഡിംഗ് ദ അറ്റൻഡൻസ് ടൈം ഓഫ് ക്ലറിക്കൽ സ്റ്റാഫ്സ്, അതർ സ്റ്റാഫ് ഓഫീസേഴ്സ്. അപ്പോൾ ഡിഫറെൻറ്റ് സ്റ്റാഫിൻ്റെ ടൈം റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഏത് മെത്തേഡ് യൂസ് ചെയ്യാം? അറ്റൻഡർ രജിസ്റ്റർ മെത്തേഡ് യൂസ് ചെയ്യാം. ഇതിൽ 2 കോളംസ് നമ്മൾ കീപ്പ് ചെയ്യണം. അണ്ടർ ദിസ് രജിസ്റ്ററിൽ 2 കോളംസ് ഉണ്ടായിരിക്കണം. ഒന്ന് ഇൻ കോളം, രണ്ടാമത്തെ ഔട്ട് കോളം. ദാറ്റ് ഈസ് ഓരോ എംപ്ലോയീസിന് നേരെയും ഇൻ കോളമും ഔട്ട് കോളമും ഉണ്ടായിരിക്കണം. സോ വർക്കർ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഹി ഹാസ് ടു ടൈം കീപ്പർ എന്ത് ചെയ്യുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ടൈം അവിടെ റെക്കോർഡ് ചെയ്യണം. ആൻഡ് വെൻ ദ വർക്കർ ഗോസ് ഔട്ട് ഫ്രം ദ ഓഫീസ് ഇറ്റ് ആൾസോ എന്ത് ചെയ്യണം? ഡിപ്പാർച്ചർ ടൈമും റെക്കോർഡ് ചെയ്യണം. നെക്സ്റ്റ് ഡിസ്ക് ഓർ ടോക്കൺ മെത്തേഡാണ്. ഓൾഡർ മെത്തേഡ് ഓഫ് റെക്കോർഡിംഗ് ടൈമാണ് ഏതെന്നാണ് ഡിസ്ക് ഓർ ടോക്കൺ മെത്തേഡ് എന്ന് പറയാം. അപ്പോൾ അവിടെ സെപ്പറേറ്റ് മെറ്റൽ ഡിസ്ക് ഓരോ വർക്കറിനും അലോട്ട് ചെയ്തിട്ടുണ്ട്. സെപ്പറേറ്റ് മെറ്റൽ ഡിസ്ക് അലോട്ട് ചെയ്തിട്ടുണ്ട്. ആ ഡിസ്കിൽ ഓരോ വർക്കറിൻ്റെയും ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ എന്ത് ചെയ്തിട്ടുണ്ട്? മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു വർക്കർ ഓഫീസിലേക്ക് വന്നു കഴിഞ്ഞാൽ അയാൾ എന്ത് ചെയ്യും? ആ ഡിസ്ക് അയാളുടെ ട്രെയിന് പിക്ക് ചെയ്തിട്ട് ഫാക്ടറിയുടെ അടുത്തുള്ള ഗേറ്റിൻ്റെ അവിടെ കൊണ്ടുപോയിട്ട് അത് ഡ്രോപ്പ് ചെയ്യും. അവിടെ ഒരു ബോക്സ് ഉണ്ടായിരിക്കും, ചിലപ്പോൾ ഹുക്സ് ആയിരിക്കും. അവിടെ അയാളുടെ ബോർഡിനെ അഗെയിൻസ്റ്റ് ആ നമ്പർ അവിടെ കൊളത്തിടും. ലീവ് ചെയ്യുന്ന സമയത്ത് അത് അവിടെ നിന്ന് എടുത്തിട്ട് തിരിച്ച് പഴയ സ്ഥലത്ത് കൊണ്ടു വയ്ക്കും. സോ ടൈം കീപ്പറിന് എന്ത് ചെയ്യാൻ പറ്റും? അതിൻ്റെ ബേസിൽ അയാളുടെ അറ്റൻഡൻസ് റെക്കോർഡ് ചെയ്യാൻ പറ്റും. ഇനി മെക്കാനിക്കൽ മെത്തേഡാണ്. അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞത് ട്രഡീഷണൽ മെത്തേഡാണ്, മാനുവൽ മെത്തേഡാണ്. അതിൻ്റെ ഓവർ ലിമിറ്റേഷൻസ് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ദർ ആർ സം മെക്കാനിക്കൽ മെത്തേഡ് ഉണ്ട്. അതിൽ ഫസ്റ്റ് മെത്തേഡാണ് ടൈം റെക്കോർഡിംഗ് ക്ലോക്ക്. ടൈം റെക്കോർഡിംഗ് ക്ലോക്ക് എന്ന് പറയുമ്പോൾ അതൊരു മെക്കാനിക്കൽ ഡിവൈസസ് ആണ് ദാറ്റ് ഓട്ടോമാറ്റിക്കലി റെക്കോർഡ് ദ ടൈം ഓഫ് വർക്കേഴ്സ്. മറ്റ് 2 കേസിൽ നമ്മൾ പറഞ്ഞ കേസിലും ഗേറ്റ് കീപ്പർ ആണ് എന്ത് ചെയ്യാം? നമ്മുടെ ടൈം റെക്കോർഡ് ചെയ്യാം. ഇവിടെ അങ്ങനെയല്ല, ഇതൊരു മെക്കാനിക്കൽ ഡിവൈസ് ഉണ്ട്. ടൈം റെക്കോർഡിംഗ് ക്ലോക്ക് ഉണ്ട്, അതൊരു മെക്കാനിക്കൽ ഡിവൈസസ് ആണ്. ഇറ്റ് ഓട്ടോമാറ്റിക്കലി റെക്കോർഡ് ദ ടൈം ഓഫ് ദ വർക്കേഴ്സ്. അപ്പോൾ അതുവഴി നമുക്ക് മാനുവൽ മെത്തേഡ്സിൻ്റെ ലിമിറ്റേഷൻസ് ഓവർകം ചെയ്യാൻ വേണ്ടി പോസിബിളാണ്.
ഇത് ഈ ടൈം റെക്കോർഡിംഗ് ക്ലോക്ക് ഈസ് ഓൺലി യൂസ്ഫുൾ വെൻ ദ നമ്പേഴ്സ് ഓഫ് വർക്കേഴ്സ് ഈസ് വെരി ലാർജ്. വർക്കറുടെ നമ്പർ വളരെ ലാർജ് ആണെങ്കിൽ ഈ മെത്തേഡ് വളരെ യൂസ്ഫുൾ ആണ്. ഇവിടെ വർക്കർക്ക് ഒരു ടൈം കാർഡ് കിട്ടും. ആ ടൈം കാർഡ് എന്ന് പറയുമ്പോൾ അതൊരു ട്രെയിൽ ഉണ്ടായിരിക്കും. ഫാക്ടറി ഗേറ്റിൻ്റെ വർക്കർ എൻട്രി ചെയ്യുന്ന സമയത്ത് ആ കാർഡ് പിക്ക് ചെയ്യാം, ആ ട്രെയിൽ വെക്കാം, ആൻഡ് അയാളുടെ ക്ലോക്കിൽ റെക്കോർഡിംഗ് ക്ലോക്കിൽ എക്സാക്ട് ടൈം ഓഫ് അറൈവൽ റെക്കോർഡ് ചെയ്യാം. ഇനി നെക്സ്റ്റ് വൺ ഡയൽ ടൈം റെക്കോർഡറാണ്. ഡയൽ ടൈം റെക്കോർഡർ എന്ന് പറയുന്നത് ഇറ്റ്സ് ആസ് ഒരു മെഷീനാണ് വിച്ച് ഈസ് എ ഡയൽ അറൗണ്ട് ദ ക്ലോക്ക്. ക്ലോക്കിൻ്റെ ഡയൽ പോലത്തെ ഒരു മെഷീനാണ് ഡയൽ ടൈം റെക്കോർഡ് എന്ന് പറയുന്നത്. ഡയലിൽ ഓരോ നമ്പർ ഉണ്ടായിരിക്കും, ഹോൾസ് ഉണ്ടായിരിക്കും. 150 ആണ് യൂഷ്വലി ഉണ്ടാവാതിരിക്കുക. ഓരോ ഹോൾസും ഒരു ഐഡൻറ്റിഫിക്കേഷൻ, ഒരു വർക്കറിനെ ബേസ് ചെയ്തിട്ടുള്ളൊരു ഐഡൻറ്റിഫിക്കേഷൻ നമ്പറാണ്. അപ്പോൾ അതിൻ്റെ നടുവിൽ റേഡിയൽ ആം ഉണ്ടായിരിക്കും. അപ്പോൾ വർക്കർ ഫാക്ടറിയിൽ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ആ റേഡിയൽ ആം പ്രസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ഹോളിൽ നമ്മൾ നമ്പർ ഇടാൻ പറ്റും. അപ്പോൾ ആ ഹോളിൽ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമ്മൾ വന്ന ടൈം അവിടെ റെക്കോർഡ് ചെയ്യുന്ന പറയുന്നത്. ആൻഡ് ദ നെക്സ്റ്റ് ഈസ് കീ റെക്കോർഡറാണ്. കീ റെക്കോർഡർ എന്ന് പറയുന്നത് വിച്ച് ഹാസ് ദ ടിക്കറ്റ് നമ്പർ, വർക്കേഴ്സിൻ്റെ ടിക്കറ്റ് നമ്പർ ഉണ്ടായിരിക്കും. അപ്പോൾ വർക്കർ ഫാക്ടറിയിൽ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ സെവറൽ ഹോൾ ഉണ്ടായിരിക്കും. അതിൽ നമ്മൾ ഒരു ടേൺ കൊടുത്തു കഴിഞ്ഞാൽ ആ ടിക്കറ്റ് നമ്പർ ക്ലോക്ക് ടൈമിൽ ഓട്ടോമാറ്റിക്കലി റെക്കോർഡ് ആവും. നെക്സ്റ്റ് ബയോമെട്രിക് ആണ്. ബയോമെട്രിക് ടൈം അറ്റൻഡൻസ് സിസ്റ്റം എന്ന് പറയുന്നത് നമ്മൾ എംപ്ലോയീസിന് വല്ല ബയോമെട്രിക് മെഷീൻസ് യൂസ് ചെയ്തിട്ട് നമ്മളുടെ തമ്പ് വെച്ചിട്ടോ റെക്കോർഡ് ചെയ്യുന്ന പ്രോസസ്സാണ് ബയോമെട്രിക് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ടോപ്പിക്ക് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള ടൈം ബുക്കിംഗ് ആണ്. It is time booking ആണ്. Time booking is the record of time spent by the worker on his different job carried out by him during his period of attendance in the factory. അയാൾ ഫാക്ടറിയിൽ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് അയാൾ ഓരോ ജോബിലും എത്ര ടൈം സ്പെൻഡ് ചെയ്തെന്ന് റെക്കോർഡ് ചെയ്യുന്ന ബുക്കാണ് നമ്മൾ എന്ത് വിളിക്കാം, ടൈം ബുക്കിംഗ് എന്ന് പറയാം. അപ്പോൾ ടൈം ബുക്കിങ്ങിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത് ലാബർ കോസ്റ്റ് ഓഫ് ജോബ് ഡൺ, ഓരോ ജോബ് ചെയ്തതിൻ്റെയും ലാബർ കോസ്റ്റ് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും. ഓവർഹെഡ്, ഓരോ ജോബിന് അഗെയിൻസ്റ്റും ഓവർഹെഡ് അപ്പോർഷൻ ചെയ്യാൻ പറ്റും. ലാബറിൻ്റെ പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റും. സോ ടൈം കീപ്പിങ്ങും ടൈം ബുക്കിങ്ങും തമ്മിലുള്ള ലിമിറ്റേഷൻസ് ആണ് അടുത്തത് പറയുന്നത്. ഡിഫറൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ടൈം കീപ്പിംഗ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് റെക്കോർഡ് അറ്റൻഡൻസ് ടൈം ഓഫ് വർക്കേഴ്സിൻ്റെ ടൈമാണ് ഇതിൽ ടൈം കീപ്പിങ്ങിൽ റെക്കോർഡ് ചെയ്യുന്നത്. ഇവിടെ റെക്കോർഡ് വർക്ക് ടൈം ഓഫ് വർക്കേഴ്സ്, ഒരു വർക്കർ ഒരു സ്ഥലത്ത് എത്ര നേരം സ്പെൻഡ് ചെയ്തു എന്നാണ് ഇതിൽ റെക്കോർഡ് ചെയ്യാം ടൈം ബുക്കിങ്ങിൽ. ഓൺലി ഇൻക്ലൂഡ് ദ ടൈം സ്പെൻഡ് ബൈ എംപ്ലോയീസ് സ്പെൻഡ് ചെയ്ത ടൈം മാത്രമാണ് ടൈം കീപ്പിങ്ങിൽ ഉണ്ടായിരിക്കാം. ഇതിൽ ഇറ്റ് ഇൻക്ലൂഡ് ടൈംസ് ബൈ വർക്കേഴ്സ്, ഓരോ വർക്കിലും എത്ര ടൈം സ്പെൻഡ് ചെയ്തു എന്നുള്ളത് ഇതിലുണ്ടായിരിക്കാം, ടൈം ബുക്കിങ്ങിലുണ്ടായിരിക്കാം. ടൈം റെക്കോർഡിങ്ങിലെ ഫസ്റ്റ് സ്റ്റെപ്പാണ് ടൈം കീപ്പിംഗ്. ടൈം റെക്കോർഡിങ്ങിലെ സെക്കൻഡ് സ്റ്റെപ്പാണ് ടൈം ബുക്കിംഗ് എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ പർപ്പസ് എന്ന് പറഞ്ഞാൽ പേറോൾ പ്രിപ്പറേഷനാണ്. ഇതിൻ്റെ പർപ്പസ് എന്ന് പറയുമ്പോൾ ലാബർ കോസ്റ്റ് അസർട്ടൈൻ ചെയ്യുന്നതാണ്. ഇനി ടൈം കീപ്പിങ്ങിൻ്റെ മെത്തേഡ്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് ഡെയിലി ടൈം ഷീറ്റ് ഉണ്ട്. ഡെയിലി ടൈം ഷീറ്റ് എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് ഒരു സ്മോൾ ഫേമിൽ ഡെയിലി ടൈം ഷീറ്റാണ് പോസിബിൾ ആയിട്ട് ഉണ്ടായിരിക്കാം. ഡെയിലി ടൈം ഷീറ്റിൽ വർക്കേഴ്സിൻ്റെ പേര്, അയാളുടെ കോഡ് നമ്പർ, സ്റ്റാർട്ടിങ് ആൻഡ് ക്ലോസിങ് ടൈം ഓഫ് ഈച്ച് ജോബ്, അങ്ങനത്തെ കാര്യങ്ങൾ ഉണ്ടായിരിക്കാം. അപ്പോൾ വർക്കർ എത്ര മണിക്കൂറാണ് ഓരോ ജോബിലും സ്പെൻഡ് ചെയ്യുന്നത് അതതിൽ പ്രോപ്പർലി ആ ഡെയിലി ടൈം ഷീറ്റിൽ റെക്കോർഡ് ചെയ്യും. നെക്സ്റ്റ് വീക്ക്ലി ടൈം ഷീറ്റ്. വീക്ക്ലി ടൈം ഷീറ്റ് എന്ന് പറയുമ്പോൾ ഡെയിലി ടൈം ഷീറ്റിനോട് സിമിലർ ആണ്. ടോട്ടൽ അവേഴ്സ് വർക്ക് ഡ്യൂറിങ് എ വീക്കാണ് വീക്ക്ലി ടൈം ഷീറ്റിൽ കൺസോൾട്ടേറ്റ് ചെയ്യാം. ജോബ് കാർഡ് ഓർ ടിക്കറ്റ്. ജോബ് കാർഡ് എന്ന് പറയുന്നത് ടൈം സ്പെൻഡ്, വർക്കർ ഒരു ജോബിൽ എത്ര ടൈം സ്പെൻഡ് ചെയ്തെന്ന് അറിയാനുള്ളൊരു മെത്തേഡാണ് ജോബ് കാർഡ് എന്ന് പറയുന്നത്. ഇവിടെ സെപ്പറേറ്റ് ഓരോ ജോബിനും സെപ്പറേറ്റ് കാർഡ് ഉണ്ടായിരിക്കും. ഒരു വർക്കർ ഒരു ജോബ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ജോബ് കോഡ് അയാൾക്ക് അലോട്ട് ചെയ്യും. അതിൽ അയാൾ വർക്ക് ചെയ്യണം, അത് എപ്പോഴാണ് അയാൾ സ്റ്റാർട്ട് ചെയ്യുന്ന ജോബ് ആ ടൈം അവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരിക്കും. നെക്സ്റ്റ് വേജസ് എബ്സ്ട്രാക്റ്റ് ആണ്. വേജസ് എബ്സ്ട്രാക്റ്റും പേറോളാണ്. പേറോൾ എന്ന് പറയുന്നത് ഇറ്റ് ഇൻക്ലൂഡ് ടോട്ടൽ ഓഫ് ഓൾ കോമ്പൻസേഷൻ എ ബിസിനസ് മസ്റ്റ് പേ ടു എംപ്ലോയീസ് ഫോർ എ സെറ്റ് ഓഫ് പീരീഡ് ഓഫ് ടൈം ഓർ എ ഗിവൺ ഡേറ്റ്. ഒരു ഗിവൺ ഡേറ്റ് പ്രകാരം അല്ലെങ്കിൽ ഒരു സെറ്റ് ഓഫ് പീരീഡ് ഓഫ് ടൈം പ്രകാരം ഒരു എംപ്ലോയീസിന് കൊടുക്കുന്ന എല്ലാ കോമ്പൻസേഷനും നമ്മൾ എന്ത് വിളിക്കും, വി ക്യാൻ കോൾ ഇറ്റ് ആസ് എ പേറോൾ എന്ന് വിളിക്കും. ഇനി ഇതിലുള്ളത് ഐഡിയൽ ടൈമാണ്. ഐഡിയൽ ടൈം എന്ന് പറയുമ്പോൾ ഒരു എംപ്ലോയിയുടെ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ടൈം ബുക്ക് ടു ഡിഫറെൻറ്റ് ജോബ്സ് ആൻഡ് ദ ടൈം റെക്കോർഡ് അറ്റ് ദ ഫാക്ടറി ഗേറ്റ്. നമ്മുടെ ഫാക്ടറി ഗേറ്റിൽ ഒരു ടൈം റെക്കോർഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. ടൈം ബുക്കിൽ പ്രകാരം ഓരോ ജോബിനും നമ്മൾ ഓരോ ടൈം സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. അത് തമ്മിലുള്ള ഡിഫറൻസിനെയാണ് ഐഡിയൽ ടൈം എന്ന് വിളിക്കുക. ഐഡിയൽ ടൈം, നോർമൽ ഐഡിയൽ ടൈം ഉണ്ട്, എബ്നോർമൽ ഐഡിയൽ ടൈം ഉണ്ട്. നോർമൽ ഐഡിയൽ ടൈം എന്ന് പറയുമ്പോൾ അത് നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റില്ല, ഫുഡ് കഴിക്കാൻ പോവുക അങ്ങനത്തതാണ് നോർമൽ ഐഡിയൽ ടൈം. എബ്നോർമൽ ഐഡിയൽ ടൈം എന്ന് പറയുമ്പോൾ നമുക്കൊരു പെർട്ടിക്കുലർ എക്സ്റ്റെൻറ്റ് വരെ എന്ത് ചെയ്യാൻ പറ്റും, എബ്നോർമൽ ഐഡിയൽ ടൈം ഒഴിവാക്കാൻ പറ്റും. നെക്സ്റ്റ് ഈസ് ഓവർ ടൈം ആണ്. നോർമൽ വർക്കിംഗ് പീരീഡിനെക്കാട്ടിയും കൂടുതൽ ഓവർ ആൻഡ് എബോവ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു വീക്കിൽ ആ പീരീഡിനെ നമ്മൾ ഓവർ ടൈമിംഗ് എന്ന് വിളിക്കും. ഓവർ ടൈമിങ്ങിന് എംപ്ലോയീസിന് ഡബിൾ വേജസ് കിട്ടും. ഓക്കെ, ഫ്രം ദ ഫോളോയിങ് particulars you are required to prepare a statement of labor cost showing the cost per day.
ഇവിടെ മന്ത്ലി സാലറി 225 ഉണ്ട്. ലീവ് സാലറി 5% ഉണ്ട്. എംപ്ലോയീസ് കോൺട്രിബ്യൂഷൻ ടു PF 81.3%, 8.1 by 3%. Employee contribution to state insurance 3%. Pro rata expenditure on amenities to labor 28 per head per month. Number of working hours in a month 200. Assume 8 hours per day. അപ്പോൾ അതിൻ്റെ ലേബർ കോസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ചെയ്യാം. സാലറി 225, ലീവ് സാലറി എന്ന് പറയുമ്പോൾ 5% ഓഫ് ലീവ് സാലറി എന്ന് പറയുമ്പോൾ 5% ഓഫ് സാലറി 225ൻ്റെ 5% ഈസ് ഈക്വൽ ടു 11.25. എംപ്ലോയീസ് കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് 8 ആണ്. പ്രൊവിഡൻറ്റ് ഫണ്ടിൽ 8 ആണ്. എംപ്ലോയീസ് കോൺട്രിബ്യൂഷൻ ടു സ്റ്റേറ്റ് ഇൻഷുറൻസ് 3% ആണ്. പ്രൊറാറ്റ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഈക്വൽ ടു 200 ഡിവൈഡഡ് 25 ഡേയ്സിനാണ്. അപ്പോൾ 200 ഡിവൈഡഡ് ബൈ 8 ആണ്. So the labor cost per day എന്ന് പറയുമ്പോൾ 291 ഡിവൈഡഡ് ബൈ 200 ഇൻറ്റു 8 ആണ്. ഓക്കെ, അല്ലെങ്കിൽ 291 ആണ് നമുക്ക് വരാം ലേബർ കോസ്റ്റ്. 25 ഡേയ്സിന് ഒരു ദിവസത്തിന് 11.64 ആണ് വരാം. സോ ഇവിടെ നമ്മൾ ലേബർ കോസ്റ്റ് ആണ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറയുന്നത്. ലേബർ കോസ്റ്റ് പെർ ഡേ ഒരു ദിവസത്തിന് ലേബറിൻ്റെ കോസ്റ്റ് ആണ്. പലരുടെ സാലറിയും ലീവ് സാലറിയും എംപ്ലോയീസ് കോൺട്രിബ്യൂഷൻ എല്ലാം കാൽക്കുലേറ്റ് ചെയ്തതിന് ശേഷം എത്രയാണ് അയാൾ വർക്ക് ചെയ്യണത്? 200 ഒരു നമ്പർ ഓഫ് വർക്കിംഗ് അവേഴ്സ് ഒരു മാസം ഉള്ള വർക്കിംഗ് അവേഴ്സ് എന്ന് പറയുന്നത് 200 ആണ്. അപ്പോൾ 291 ഡിവൈഡ് ബൈ 200 ഇൻറ്റു 8 ചെയ്ത് കഴിഞ്ഞാൽ വി വിൽ ഗെറ്റ് ദ ലേബർ കോസ്റ്റ് പെർ ഡേ. 8 എന്ന് പറയുന്നത് ഒരു ദിവസം 8 മണിക്കൂറുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ചെയ്തത്. ഇനി കമ്പ്യൂട്ടേഷൻ ഓഫ് ലേബർ കോസ്റ്റ് മെത്തേഡ് ഓഫ് റെമ്യൂണറേഷൻ സിസ്റ്റം. 2 സിസ്റ്റമാണ്. ടൈം ബേസ് സിസ്റ്റം ഉണ്ട്, പീസ് റേറ്റ് സിസ്റ്റം ഉണ്ട്. ടൈം ബേസ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഓൾഡസ്റ്റ് ആൻഡ് കോമൺ സിമ്പിൾ മെത്തേഡാണ്. വേജസ് വർക്കേഴ്സിന് ടൈമിൻ്റെ ബേസിലാണ് പ്രൊവൈഡ് ചെയ്യുക. ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് വർക്കേഴ്സ് പ്രൊഡ്യൂസ് ചെയ്ത ഔട്ട്പുട്ട് കൺസിഡർ ചെയ്യില്ല. നമ്മളിവിടെ ഹവർലി റേറ്റ്, ഡേ റേറ്റ്, വീക്ക്ലി റേറ്റ് ഓർ മന്ത്ലി റേറ്റ് പ്രകാരം എന്ത് ചെയ്യും? റേറ്റ് ഫിക്സ് ചെയ്യും. ഇപ്പോൾ വേജസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ബൈ യൂസിങ് ദ ഫോർമുല ഹവേഴ്സ് വർക്ക്ഡ് ഇൻറ്റു റേറ്റ് പെർ അവർ. അപ്പോൾ ഇത് ഇൻ വിച്ച് ഏത് ഓർഗനൈസേഷനിലാണ് ഇത് സൂട്ടബിൾ എന്ന് പറയുന്നത്? വർക്ക് മെഷർ ചെയ്യാൻ പറ്റാത്ത ഓർഗനൈസേഷനിൽ ക്വാളിറ്റി ഓഫ് വർക്കാണ് ക്വാണ്ടിറ്റി ഓഫ് വർക്കിനെക്കാട്ടും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയ കേസസിൽ, സ്ട്രിക്റ്റ് സൂപ്പർവിഷൻ ആവശ്യമുള്ള കേസസിൽ, പവർ സ്റ്റോപ്പേജ്, മെഷീൻ ബ്രേക്ക് ഡൗൺ ഒക്കെ ഉള്ള കേസസിൽ ഏതാണ് സൂട്ടബിൾ? ടൈം വേസ് സിസ്റ്റമാണ് സൂട്ടബിൾ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ടൈം വേസ് സിസ്റ്റത്തിൻ്റെ അഡ്വാൻറ്റേജസ് ആണ്. ഫസ്റ്റ് വൺ, ഈസി ടു അണ്ടർസ്റ്റാൻഡ്, സിമ്പിൾ ടു ഓപ്പറേറ്റ് ആണ്. എല്ലാ വർക്കേഴ്സിനും ഒരു മിനിമം വേജ് ഗ്യാരണ്ടി ചെയ്യുന്നുണ്ട്. ആൻഡ് വർക്കേഴ്സ് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, വളരെ സ്പീഡിൽ ചെയ്യേണ്ട ആവശ്യമില്ല. മിനിമം വേജസ് കിട്ടുന്നതുകൊണ്ട് വർക്കേഴ്സ് സ്പീഡിൽ ചെയ്യില്ല. അതുകൊണ്ട് തന്നെ ക്വാളിറ്റി ഓഫ് പ്രൊഡക്ഷൻ അവിടെ ഉണ്ടായിരിക്കും. ഡിഫക്റ്റീവ് പ്രൊഡക്ട്സും ബ്രേക്ക് ഡൗൺ ഒക്കെ ഒരു പെർട്ടിക്കുലർ എക്സ്റ്റെൻറ്റ് വരെ മിനിമം ആയിരിക്കും. ബിഗിനേഴ്സിനും ലേണേഴ്സിൻ്റെ കേസിലും ഏതാണ് നല്ലതെന്ന് പറയുന്നത്? ദാറ്റ് ഈസ് ടൈം വേജ് സിസ്റ്റമാണ്. ഇനി ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത് ഹാർഡ് വർക്ക് ചെയ്യുന്നവർക്ക് യാതൊരു തരത്തിലുള്ള ഇൻസെൻറ്റീവ്സ് ഉണ്ടായിരിക്കില്ല. ഒരു വർക്കറിൻ്റെ എഫിഷ്യൻസിനെ ഇഗ്നോർ ചെയ്യണത്. ആൻഡ് ഐഡിയൽ ടൈം എന്താണ്? കൂടുതലാണ്. നമ്മൾ ചെയ്താലും ഇല്ലെങ്കിലും നമുക്ക് സാലറി കിട്ടുമെന്ന് പറയുമ്പോൾ ഐഡിയൽ ടൈം കൂടുതലാണ്. ക്ലോസ് സൂപ്പർവിഷനും ആവശ്യമാണ്. പീസ് വേജ് സിസ്റ്റം എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഓൺ ദ ബേസിസ് ഓഫ് ദ നമ്പർ ഓഫ് ആർട്ടിക്കിൾ പ്രൊഡ്യൂസ്ഡ്. എത്ര ആർട്ടിക്കിളാണോ പ്രൊഡ്യൂസ് ചെയ്തത് അതിന് ഒരു ആർട്ടിക്കിളിൻ്റെ ബേസിലായിരിക്കും എന്തുണ്ടായിരിക്കാം? പീസ് വേജ് സിസ്റ്റം ഉണ്ടായിരിക്കും. അപ്പോൾ വേജസ് നമ്മളിവിടെ ക്വാണ്ടിറ്റി ഓഫ് വർക്കിൻ്റെ ബേസിലാണ് ഡിറ്റർമിൻ ചെയ്യുക എന്ന് പറയുന്നത്. റേറ്റ് പെർ യൂണിറ്റ് ഈസ് ഫിക്സഡ് ആൻഡ് വർക്കേഴ്സ് ആർ പെയ്ഡ് ഫോർ ദ ടോട്ടൽ യൂണിറ്റ് പ്രൊഡ്യൂസ്ഡ്. ഒരു യൂണിറ്റിൻ്റെ റേറ്റ് ഫിക്സഡ് ആണ്. വർക്കേഴ്സിൻ്റെ ടോട്ടൽ യൂണിറ്റിൻ്റെ ബേസിലാണ് നമ്മൾ എന്ത് ചെയ്യാം? പേയ്മെൻറ്റ് നടത്താം. ഇറ്റ് ഈസ് ആൾസോ നോൺ ആസ് പേയ്മെൻറ്റ് ബൈ റിസൾട്ട്. അപ്പോൾ ഇതിൻ്റെ ഫോർമുല ഫോർ കാൽക്കുലേറ്റിംഗ് പീസ് വേജ് സിസ്റ്റം ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് യൂണിറ്റ് പ്രൊഡ്യൂസ്ഡ് ഇൻറ്റു പീസ് റേറ്റ്. ഇനി ഇത് സൂട്ടബിൾ എന്ന് പറയുന്നത് ക്വാണ്ടിറ്റി മെഷർ ചെയ്യുന്ന ഇൻഡസ്ട്രിയിൽ ഇത് സൂട്ടബിൾ ആണ്. വർക്ക് റിപ്പീറ്റേറ്റീവ് നേച്ചർ ആണെങ്കിൽ വർക്ക് റിപ്പീറ്റേറ്റീവ് നേച്ചർ ആണെങ്കിൽ നമുക്ക് ഏത് യൂസ് ചെയ്യാം? പീസ് റേറ്റ് സിസ്റ്റം യൂസ് ചെയ്യാം. ക്വാളിറ്റി ഓഫ് വർക്ക് ഇമ്പോർട്ടൻ്റ് അല്ലെങ്കിലും നമുക്ക് പീസ് റേറ്റ് യൂസ് ചെയ്യാം. ഔട്ട്പുട്ട് സ്റ്റാൻഡേർഡൈസ് ആണെങ്കിൽ വി ക്യാൻ യൂസ് പീസ് റേറ്റ് സിസ്റ്റം. ഇനി പീസ് റേറ്റ് സിസ്റ്റത്തിൻ്റെ അഡ്വാൻറ്റേജസ് ആണ്. ഇറ്റ്സ് വെരി സിമ്പിൾ ആൻഡ് ഈസി ടു യൂസ് ആണ്. ലേബർ കോസ്റ്റ് പെർ യൂണിറ്റ് അല്ലെങ്കിൽ ജോബ് നമുക്ക് ഈസിലി എന്ത് ചെയ്യാൻ പറ്റും? ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഒരു പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യുമെന്നാണ് പറയണത്. എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻസെൻറ്റിറ്റീവ്സ് പ്രൊഡ്യൂസ് ചെയ്യും അല്ലേ? കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന വർക്കേഴ്സിന് കൂടുതൽ ഇൻസെൻറ്റിറ്റീവ്സ് കിട്ടുന്നത് കൊണ്ട് തന്നെ പീസ് വേജ് സിസ്റ്റം പ്രകാരമാണെങ്കിൽ പ്രൊഡക്ടിവിറ്റി കമ്പാരിറ്റീവ്ലി ഇൻക്രീസ് ആണ്. സൂപ്പർവിഷൻ കുറച്ച് മതി എന്നാണ് പറയണത്. ഇനി ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത് എന്താ വെച്ചാൽ പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റി ഫെയിൽ ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ്. റീസൺ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്താൽ കൂടുതൽ നമുക്ക് എന്ത് കിട്ടും? ഫണ്ട് കിട്ടും അല്ലെങ്കിൽ കൂടുതൽ വേജസ് കിട്ടും. അപ്പോൾ അതുകൊണ്ട് തന്നെ ക്വാളിറ്റിയുടെ കാര്യത്തിലും
അതേപോലെ തന്നെ ക്വാളിറ്റിയുടെ കാര്യത്തിൽ എന്തിനുള്ള ചാൻസ് കൂടുതലാണ്, അതിൻ്റെ ക്വാളിറ്റി കുറയാനുള്ള ചാൻസ് കൂടുതലാണ്. പിന്നെ മിനിമം വേജ് പീസ് റേറ്റ് സിസ്റ്റത്തിൽ ഗ്യാരണ്ടി ചെയ്യുന്നില്ല. എത്രയാണോ നിങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത് അത്ര എമൗണ്ട് നിങ്ങൾക്ക് കിട്ടും എന്നുള്ള രീതിയിലായതുകൊണ്ട് തന്നെ മിനിമം വേജ് ഗ്യാരണ്ടി ചെയ്യുന്നില്ല. പിന്നെ നെക്സ്റ്റ് എന്ന് പറയുന്നത് ഡിഫക്റ്റീവ് വർക്കിനുള്ളതും സ്പോയിലേജിനുള്ള ചാൻസസ് കൂടുതലാണ്. ഇനി ടൈപ്പ് ഓഫ് പീസ് റേറ്റ് സിസ്റ്റം. പീസ് റേറ്റ് സിസ്റ്റത്തിന് 4 ടൈപ്പിലാണ് നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നത്. ഫസ്റ്റ് സ്ട്രേറ്റ് പീസ് റേറ്റ് സിസ്റ്റം, സെക്കൻഡ് പീസ് റേറ്റ് വിത്ത് ഗ്യാരണ്ടി ടൈം റൈറ്റ്, തേർഡ് ഈസ് ഡിഫറൻഷ്യൽ പീസ് റേറ്റ് സിസ്റ്റം ആൻഡ് ദ ഫോർത്ത് ഈസ് ഗ്രൂപ്പ് പീസ് റേറ്റ് സിസ്റ്റം. അപ്പോൾ ഫസ്റ്റത്തെ നമ്മൾ പറഞ്ഞു സ്ട്രേറ്റ് പീസ് റേറ്റ് സിസ്റ്റം. ഈ സിസ്റ്റത്തിൽ പേയ്മെൻറ്റ് നമ്മൾ ഫിക്സ് ചെയ്യണത് ദാറ്റ് ഈസ് ഓൺ ദ ബേസിസ് ഓഫ് ഫിക്സഡ് എമൗണ്ട് പെർ യൂണിറ്റ് പ്രൊഡ്യൂസ്ഡ്. ഒരു ഫിക്സഡ് എമൗണ്ട് പെർ യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്തതിൻ്റെ ബേസിലാണ് നമ്മൾ എന്ത് ഫിക്സ് ചെയ്യാം, പേയ്മെൻറ്റ് ഫിക്സ് ചെയ്യാം. അപ്പോൾ ഏണിങ്സ് എന്ന് പറയുമ്പോൾ നമ്പർ ഓഫ് യൂണിറ്റ് പ്രൊഡ്യൂസ്ഡ് ഇൻറ്റു റേറ്റ് പെർ യൂണിറ്റ്. എത്ര യൂണിറ്റ്സ് ആണോ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് അതിനെ റേറ്റ് പെർ യൂണിറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, സ്ട്രേറ്റ് പീസ് റേറ്റിലെ ഏണിങ്സ് കിട്ടും. ഇനി രണ്ടാമത്തെ പീസ് റേറ്റ് വിത്ത് ഗ്യാരണ്ടീഡ് വീക്ക്ലി വേജസ്. സോ ഈ ഒരു കേസിൽ പറയുകയാണെങ്കിൽ മിനിമം വേജസ് എല്ലാവർക്കും ഗ്യാരണ്ടി ചെയ്യും. അപ്പോൾ പീസ് വേജ് ലെസ് ദാൻ ദ ടൈം വേജ് ആണെങ്കിൽ ദ വർക്കർക്ക് ടൈം വേജ് മാത്രമേ കിട്ടുള്ളൂ. പീസ് വേജ് ടൈം വേജിനെക്കാട്ടും കൂടുതലാണെങ്കിൽ വർക്കറിന് എന്ത് കിട്ടും, പീസ് വേജും കൂടി കിട്ടും. അപ്പോൾ ഈ സിസ്റ്റത്തിൽ എല്ലാവർക്കും മിനിമം വേജസ് ഈക്വൽ ടു ടൈം വേജിനോട് ഈക്വൽ ആയിട്ടുള്ള ഒരു മിനിമം വേജ് ഗ്യാരണ്ടി ചെയ്യും. നമ്മുടെ പീസ് വേജ് കുറവാണ് ടൈം വേജിനെക്കാട്ടും കൂടുതൽ ആണെങ്കിൽ നമുക്ക് ടൈം വേജേ കിട്ടുള്ളൂ. പീസ് വേജ് ടൈം വേജിനെക്കാട്ടും കൂടുതലാണെങ്കിൽ നമുക്ക് ഏത് കിട്ടും, വി ഗെറ്റ് പീസ് വേജ് കിട്ടും. ഇനി അടുത്തത് ഡിഫറൻഷ്യൽ പീസ് റേറ്റ് സിസ്റ്റമാണ്. ഡിഫറൻഷ്യൽ പീസ് റേറ്റ് സിസ്റ്റത്തിൽ 2 more പീസ് റേറ്റ് ഉണ്ട്, 2 പീസ് റേറ്റ്സ് ഉണ്ട്. ഫോർ ഡിഫറെൻറ്റ് ലെവൽ ഓഫ് ഔട്ട്പുട്ടിൽ ഡിഫറെൻറ്റ് പീസ് റേറ്റ്സ് ആർ അപ്ലിക്കബിൾ. ഡിഫറെൻറ്റ് ലെവൽ ഓഫ് ഔട്ട്പുട്ടിൽ ഡിഫറെൻറ്റ് പീസ് റേറ്റ്സ് ആണ് നമ്മൾ അപ്ലിക്ക് ചെയ്യുന്നത്. ഔട്ട്പുട്ട് ബിലോ എ സ്റ്റാൻഡേർഡ് ആണെങ്കിൽ, നമ്മുടെ സ്റ്റാൻഡേർഡിൻ്റെ ബിലോ ആണ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഔട്ട്പുട്ട് ആണെങ്കിൽ നമ്മുടെ പീസ് റേറ്റ് ലോവർ റേറ്റ് ആണ്. ഔട്ട്പുട്ട് എബോവ് അറ്റ് എ സർട്ടൺ ലെവൽ ഓർ എബോവ് ദ സ്റ്റാൻഡേർഡ് അങ്ങനെയാണെങ്കിൽ നമുക്ക് ഹൈ പീസ് റേറ്റ് ആണ്. അപ്പോൾ ഇൻ എഫക്റ്റിൽ പറയുകയാണെങ്കിൽ എഫിഷ്യൻറ്റ് വർക്കേഴ്സിന് കൂടുതൽ പേയ്മെൻറ്റും ഇൻഎഫിഷ്യൻറ്റ് വർക്കേഴ്സിന് ലെസ് പേയ്മെൻറ്റും ആണ് ഉണ്ടായിരിക്കുക. ലോ പീസ് റേറ്റ് ഫോർ ഇൻഎഫിഷ്യൻറ്റ് വർക്കേഴ്സ് ആൻഡ് എഫിഷ്യൻറ്റ് വർക്കേഴ്സിന് ഹൈ പീസ് റേറ്റ് ആണ്. ആൻഡ് ഫൈനലി ഗ്രൂപ്പ് പീസ് റേറ്റ് ആണ്. ഈ സിസ്റ്റം പ്രകാരം ഒരു ഗ്രൂപ്പ് ഓഫ് വർക്കേഴ്സിന് ടോട്ടലായിട്ടാണ് വേജസ് നമ്മൾ പേ ചെയ്യുക ഓൺ ദ ബേസിസ് ഓഫ് ദ നമ്പർ ഓഫ് യൂണിറ്റ് പ്രൊഡ്യൂസ് ബൈ ദ ഗ്രൂപ്പ്. ആ ഗ്രൂപ്പ് പ്രൊഡ്യൂസ് ചെയ്ത നമ്പർ ഓഫ് യൂണിറ്റ്സിൻ്റെ ബേസിൽ ഒരു ടോട്ടൽ വേജസ് ആണ് ആർക്ക് കൊടുക്കാം, അല്ലെങ്കിൽ ഒരു ടോട്ടലായിട്ടാണ് ഗ്രൂപ്പ് പീസ് റേറ്റ് സിസ്റ്റം പ്രകാരം പ്രൊവൈഡ് ചെയ്യുക. ഗ്രൂപ്പ് ദെൻ ഡിവൈഡ് ദിസ് ഏർണിംഗ് ഓൺ ദ ബേസിസ് ഓഫ് സം അഗ്രീഡ് ബേസിസ്. ഒരു അഗ്രീഡ് ബേസിസിൻ്റെ ബേസിൽ ഗ്രൂപ്പ് എന്ത് ചെയ്യും, ഇത് ഡിവൈഡ് ചെയ്യും. ആര് തമ്മിൽ, അതിലെ മെമ്പേഴ്സ് തമ്മിൽ. നെക്സ്റ്റ് നമുക്കൊരു പ്രോബ്ലം നോക്കാം. മിസ്റ്റർ രാംലാൽ വർക്ക് ഇൻ എ ഫാക്ടറി വേർ ദ ഫോളോയിങ് പർട്ടിക്കുലേഴ്സ് അപ്ലൈ. രാംലാൽ ഈസ് വർക്കിംഗ് ഇൻ ഒരു ഫാക്ടറിയാണ്. താഴെ കൊടുത്തിരിക്കുന്ന കാര്യങ്ങളാണ് അവിടെ അപ്ലൈ ചെയ്യുന്നത്. നോർമൽ ടൈം റേറ്റ് 1.4 അവർ ആണ് ഒരു മണിക്കൂറിന്. നോർമലായിട്ട് ഉള്ള ടൈം റേറ്റ് 1 രൂപ 50 പൈസയാണ് ഓരോ മണിക്കൂറിന്. നോർമൽ പീസ് റേറ്റ് 20% മോർ ഓഫ് ദ ടൈം റേറ്റ്. ടൈം റേറ്റിനെക്കാട്ടി 20% കൂടുതലാണ് നോർമൽ പീസ് റേറ്റ്. എക്സ്പെക്റ്റഡ് ഔട്ട്പുട്ട് 20 യൂണിറ്റ്സ് പെർ അവർ. ഒരു യൂണിറ്റിൽ നമ്മൾ എത്ര എക്സ്പെക്റ്റ് ചെയ്യുന്ന ഔട്ട്പുട്ട് 20 യൂണിറ്റ്സ് ആണ്. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്നത് നോർമൽ ടൈം റേറ്റ് എന്ന് പറയുന്നത് നോർമൽ ടൈം റേറ്റ് 1 രൂപ 50 പൈസയാണ്. നോർമൽ പീസ് റേറ്റ് ടൈം റേറ്റിനെക്കാട്ടി അതായത് 1.50 20% കൂടുതലാണ്. എക്സ്പെക്റ്റഡ് ഔട്ട്പുട്ട് ഒരു മണിക്കൂറിൽ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നുള്ള രീതിയിൽ എക്സ്പെക്റ്റേഷൻ എത്രയാണ്, 20 യൂണിറ്റ്സ് ഔട്ട്പുട്ടാണ്. രാംലാൽ പ്രൊഡ്യൂസ് 157 ആർട്ടിക്കിൾസ് ഇൻ ആൻ 8-hour ഡേ. രാംലാൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത് 157 ആർട്ടിക്കിൾസ് 8 മണിക്കൂറിൽ ഒരു ദിവസത്തിൽ. കാൽക്കുലേറ്റ് ഹിസ് ഏർണിംഗ് അണ്ടർ ടൈം സിസ്റ്റം ആൻഡ് പീസ് വേസ് സിസ്റ്റം. അപ്പോൾ നമ്മൾ ടൈം വേസ് സിസ്റ്റം പ്രകാരവും പീസ് വേസ് സിസ്റ്റം പ്രകാരം ഏർണിങ്സ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറയണം. അപ്പോൾ വേജസ് ഫോർ 8 hours അല്ലേ, 8 മണിക്കൂർ ഒരു ദിവസത്തിൽ അയാൾ വർക്ക് ചെയ്യുന്നുണ്ട്. അയാളുടെ ഒരു ദിവസത്തെ വേജ് എന്ന് പറഞ്ഞാൽ എന്താണ്, ടൈം റേറ്റ് പ്രകാരം എത്രയാണ്, 1.5 പ്രകാരം 8 × 1.5 ഇറ്റ് ഈസ് ഈക്വൽ ടു ടൈം വേജ് പ്രകാരം ഇറ്റ് ഈസ് 12. കാരണം 8 ഒരു മണിക്കൂറിൽ 8 ഒരു ദിവസത്തിൽ വർക്ക് ചെയ്യുന്നത്. 8 മണിക്കൂറാണ് അയാൾ ഒരു ദിവസത്തിൽ വർക്ക് ചെയ്യുന്നത്. 1.5 പ്രകാരം ഇറ്റ് ഈസ് ഈക്വൽ ടു 12 ആണ്. ഇനി റേറ്റ് പെർ അവർ ഉണ്ട്. റേറ്റ് പെർ അവർ എത്രയാണ്, 1.50 അല്ലേ, റേറ്റ് പെർ 1.50. പീസ് റേറ്റ് എത്രയാണ്, 1.50 20% കൂടുതലാണ് ഏതെന്ന് പറഞ്ഞാൽ പീസ് റേറ്റ്. അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു 1.5ൻ്റെ 20% എന്ന് പറയുന്നത് 0.30. സോ പീസ് റേറ്റ് എന്ന് പറയുന്നത് 1.50 + 0.30 ഈസ് ഈക്വൽ ടു 1.80 പൈസ പെർ അവർ.
ഇനി നമ്മൾ എക്സ്പെക്റ്റഡ് ഔട്ട്പുട്ട് പെർ അവർ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് എത്രയാണ്? 20 യൂണിറ്റ്സ് ആണ് നമ്മൾ ഒരു മണിക്കൂറിൽ ഉണ്ടാവും എന്നുള്ളത് എക്സ്പെക്റ്റ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ പീസ് റേറ്റ് ഇങ്ങനെ കാണാം. പീസ് റേറ്റ് ഈസ് ഈക്വൽ ടു 1.80 ആണ് എന്തെന്ന് പറയുന്നത് 1.80 പെർ അവർ. ഒരു അവറിൽ നമുക്ക് പീസ് റേറ്റ് പ്രകാരം 1.8 നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന ഔട്ട്പുട്ട് എത്രയാണ്? 20 യൂണിറ്റ് ആണ്. അപ്പോൾ പീസ് റേറ്റ് പെർ യൂണിറ്റ് എന്ന് പറയുമ്പോൾ എന്താണ്? 0.9 പൈസ 0.9 ഓർ 9 പൈസ. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഒന്നും കൂടിയും പറയാം. ഇവിടെ നമുക്ക് ടൈം വേജ് കൺഫ്യൂഷനൊന്നുമില്ല. 1.50 ആണ് ഒരു മണിക്കൂറിന്. അങ്ങനെ നമ്മൾ 8 മണിക്കൂർ വർക്ക് ചെയ്യുന്നുണ്ട്. സോ ഇറ്റ് ഈസ് ഈക്വൽ ടു 12. ഇനി രണ്ടാമത്തെ കേസിൽ പീച്ച് വൈസ് സിസ്റ്റം പ്രകാരം പറയുകയാണെങ്കിൽ നമ്മൾക്ക് 1.5 ടൈം റേറ്റിനെക്കാട്ടി 20% കൂടുതലാണ്. സോ ഇറ്റ് ഈസ് ഈക്വൽ ടു 1.8 അല്ലേ. ഒരു മണിക്കൂറിൽ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന എത്ര യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന? 20 യൂണിറ്റ്. അതിന് നമുക്ക് കൊടുക്കുന്ന റേറ്റ് പീസ് റേറ്റ് 1.8 ആണ്. അപ്പോൾ ഒരു യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ നമുക്ക് വരാം 9 പൈസയാണ് അല്ലേ. So it is equal to പീസ് റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യാം. 157 യൂണിറ്റ്സ് ആണ് അയാൾ മേക്ക് ചെയ്യുന്നത്. 157 യൂണിറ്റ്സ് ഹീസ് മേക്കിംഗ് 157 യൂണിറ്റ്സ് ഒരു ദിവസം 157 യൂണിറ്റ്സ് മേക്ക് ചെയ്യുന്നുണ്ട്. ഇൻറ്റു ഒരു യൂണിറ്റിന് എത്രയാണ്? 90 പൈസയാണ് 9 പൈസയാണ്. സോ ഇറ്റ് ഈസ് ഈക്വൽ ടു 14.13. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് പ്രീമിയം ആൻഡ് ബോണസ് പ്ലാൻ ആണ്. നെക്സ്റ്റ് പ്രീമിയം ആൻഡ് ബോണസ് പ്ലാൻ എന്ന് പറയുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ a standard time is fixed for the completion of a specific job or operation at an hourly rate plus wage for a certain fraction of the time saved by way of bonus. ഇപ്പോൾ ഒരു സ്റ്റാൻഡേർഡ് ടൈം നമ്മൾ ഫിക്സ് ചെയ്യും ഒരു സ്പെസിഫിക് ജോബിൻ്റെ കംപ്ലീഷന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു ഓപ്പറേഷൻ്റെ കംപ്ലീഷന് വേണ്ടിയിട്ട്. അതൊരു ഹവർലി റേറ്റ് പ്രകാരമാണ്. അതിൻ്റെ കൂടെ വേജസും ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ സ്റ്റാൻഡേർഡ് ടൈം ഫിക്സ് ചെയ്യും ഫോർ കംപ്ലീഷൻ ഓഫ് എ പെർട്ടിക്കുലർ ജോബ് അറ്റ് ആൻ ഹവർലി റേറ്റ് പ്ലസ് വേജസും കൂടി പ്രൊവൈഡ് ചെയ്യും ഫോർ എ സർട്ടൺ ഫ്രാക്ഷൻ ഓഫ് ദ ടൈം സേവ്ഡ് ബൈ വേ ഓഫ് ബോണസ്. അപ്പോൾ പ്ലസ് വേജസ് എന്തിനാണ് നമ്മൾ കൊടുക്കുന്നത് വെച്ചാൽ ടൈം സേവ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് വേ ഓഫ് ബോണസ് എന്നുള്ള രീതിയിൽ നമ്മൾ ഫിക്സ് ചെയ്യും. അതാണ് പ്രീമിയം ബോണസ് പ്ലാൻ എന്ന് പറയുന്നത്. ഈ പ്ലാനിനെയാണ് നമ്മൾ എന്ത് വിളിക്കാം? ഇൻസെൻറ്റീവ് പ്ലാൻസ് എന്ന് വിളിക്കും. ഓക്കെ, അപ്പോൾ ടൈം വേസ് സിസ്റ്റം ആണെങ്കിലും പീസ് വേസ് സിസ്റ്റം ആണെങ്കിലും അതിൻ്റേതായ മെറിറ്റ്സും ഉണ്ട് ഡീമെറിറ്റ്സും ഉണ്ട് അല്ലേ. ടൈം വേസ് സിസ്റ്റം എന്ന് പറയുന്നത് എംപ്ലോയർക്ക് പ്രോഫിറ്റബിൾ അല്ല. പീസ് റേറ്റ് സിസ്റ്റം എന്ന് പറയുന്നത് വർക്കേഴ്സിന് എന്ത് ഗ്യാരണ്ടി ഇല്ല, മിനിമം വേജസ് ക്യാരി ചെയ്യില്ല. അപ്പോൾ ബോണസ് പ്ലാൻ, നമ്മൾ ഈ ബോണസ് പ്ലാൻ അതായത് പ്രീമിയം ബോണസ് പ്ലാന് ഈ ലിമിറ്റേഷൻസ് ഓവർകം ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന പറയുന്നത്. അപ്പോൾ ബോണസ് പ്ലാൻ്റെ കേസിൽ പറയുകയാണെങ്കിൽ ഗിവിങ് എ വർക്കർ ആൻ ഓപ്പർച്യൂണിറ്റി ടു ആൻ സംതിങ് എക്സ്ചേഞ്ച് ഫോർ മോർ പ്രൊഡക്ടിവിറ്റി. അപ്പോൾ വർക്കറിന് ഒരു ഓപ്പർച്യൂണിറ്റി കൊടുക്കുകയാണ്. അയാൾ കൂടുതൽ പ്രൊഡക്റ്റ് ചെയ്യുകയാണെങ്കിൽ അയാൾക്ക് എന്തെങ്കിലും കൂടുതൽ ബെനിഫിറ്റ് കിട്ടാനുള്ള ഓപ്പർച്യൂണിറ്റി കൊടുക്കുകയാണ്. ഏതിൻ്റെ കേസിൽ? പ്രീമിയം ബോണസ് പ്ലാൻസിൻ്റെ കേസിൽ. ഇൻസെൻറ്റീവ്സ് എന്ന് പറയുമ്പോൾ മോണിറ്ററി ഉണ്ടായിരിക്കും, നോൺ മോണിറ്ററി ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇൻസെൻറ്റീവ് പ്ലാൻസ് ആണ് പ്രീമിയം ആൻഡ് ബോണസ് പ്ലാൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ വർക്കറിന് ചാൻസ് കൊടുക്കുകയാണ്. ഇഫ് ദേ ആർ ഏർണിംഗ് സംതിങ്, അയാൾ കൂടുതൽ പ്രൊഡക്റ്റ് ചെയ്യുകയാണെങ്കിൽ അയാൾക്ക് കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ചും കൂടി ഒരു ഓപ്പർച്യൂണിറ്റി ഇവിടെ വർക്കറിന് കൊടുക്കുന്ന പ്ലാനാണ് പ്രീമിയം ബോണസ് പ്ലാൻ. അതിൻ്റെ കേസിൽ ഒരു സ്റ്റാൻഡേർഡ് ടൈം ഫിക്സ് ചെയ്യും ഹവർലി റേറ്റ് പ്രകാരം. എന്തിനു വേണ്ടിയിട്ട്? ഒരു ജോബിൻ്റെ കംപ്ലീഷന് അല്ലെങ്കിൽ ഓപ്പറേഷൻ്റെ കംപ്ലീഷന് വേണ്ടിയിട്ട്. അതിൻ്റെ കൂടെ തന്നെ വേജസ് ഉണ്ടായിരിക്കും. അത് കൂടാണ്ട് തന്നെ നമ്മൾ ടൈം സേവ് ചെയ്തതിന് ഒരു ബോണസും ഉണ്ടായിരിക്കും. അപ്പോൾ അതിൻ്റെ ഇമ്പോർട്ടൻറ്റ് പ്രീമിയം പ്ലാൻസ് ആണ് ഇവിടെ പറയുന്നത്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഹാൽസി പ്രീമിയം പ്ലാനാണ്. ഹാൽസി പ്രീമിയം പ്ലാൻ ഇൻട്രൊഡ്യൂസ് ചെയ്തത് F.A. ഹാൽസിയാണ്. ഹീസ് എൻ അമേരിക്കൻ എഞ്ചിനീയർ ആണ്. സോ അയാളുടെ കേസിൽ ഒരു സ്റ്റാൻഡേർഡ് ടൈം നമ്മളൊരു ജോബിന് വേണ്ടി ഫിക്സ് ചെയ്യും. ദ വർക്കർ ഗിവൺ വേജസ് ഫോർ ദ ആക്ച്വൽ ടൈം ടേക്കൺ ആൻഡ് ബോണസ് ഈക്വൽ ടു ഹാഫ് ഓഫ് വേജസ് ഫോർ ടൈം സേവ്ഡ്. അപ്പോൾ ഇയാളുടെ കേസ് നമ്മൾ പറഞ്ഞു ഈ പ്രീമിയം ബോണസ് പ്ലാനിൽ നമ്മൾ സ്റ്റാൻഡേർഡ് ടൈം ഫിക്സ് ചെയ്യുന്നു അല്ലേ. അപ്പോൾ ഇവിടെ ഹാൽസി പ്രീമിയം പ്ലാൻ പ്രകാരം ഒരു സ്റ്റാൻഡേർഡ് ടൈം നമ്മൾ ഫിക്സ് ചെയ്യും. ഒരു ജോബ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സ്റ്റാൻഡേർഡ് ടൈം ഫിക്സ് ചെയ്യും. വർക്കർ എന്ത് ചെയ്യണം? വർക്കർ ആ ടാസ്ക് ആ സ്റ്റാൻഡേർഡ് ടൈമിൻ്റെ ഉള്ളിൽ കംപ്ലീറ്റ് ചെയ്യണം. അപ്പോൾ വർക്കർക്ക് വേജസും കിട്ടും, ടൈം ടേക്കന് വേജസ് കിട്ടും. അയാൾ ഏതെങ്കിലും ടൈം സേവ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഹി വിൽ ഗെറ്റ് എൻ അഡീഷണൽ ബോണസ്. അപ്പോൾ വർക്കറിന് വേജസും കൊടുക്കും, ആക്ച്വൽ ടൈം അയാൾ കംപ്ലീറ്റ് ചെയ്തതിന് വേജസും കൊടുക്കും. അതേപോലെ തന്നെ അയാൾ എത്ര ടൈമാണോ സേവ് ചെയ്തിരിക്കുന്നത് അതിന് അയാൾക്ക് എന്തും കൊടുക്കും? ഒരു ബോണസും കൊടുക്കും. ഓക്കെ, അപ്പോൾ ഓരോ ജോബ് അല്ലെങ്കിൽ ഓപ്പറേഷന് ഒരു സ്റ്റാൻഡേർഡ് ടൈം നമ്മൾ ഫിക്സ് ചെയ്തിട്ടുണ്ടായിരിക്കും. ബോണസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് വേ വേരി ഫ്രം 33 1/3 to 63 2/3 ഓഫ് ദ വേജസ് ഓഫ് ദ ടൈം സേവ്ഡ്. നമ്മൾ ടൈം സേവ് ചെയ്തതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും ബോണസ് എന്ത് ചെയ്യാം? വാരി ചെയ്യാമെന്ന് പറയുന്നത്. അപ്പോൾ സ്റ്റാൻഡേർഡ് ടൈം അപ്പോൾ അതിൻ്റെ ഫോർമുല എന്ന് പറയുന്നത് വേജസ് ഈസ് ഈക്വൽ ടു T ഇൻറ്റു R ആണ്. ബോണസ് ഈസ് ഈക്വൽ ടു വേജസ് ഈസ് ഈക്വൽ ടു T ഇൻറ്റു R പ്ലസ് പെർസെൻറ്റേജ് ഇൻറ്റു S - T ഡിവൈഡഡ് ബൈ R ആണ്. ഓക്കെ, അപ്പോൾ ഹാൽസി പ്രീമിയം പ്ലാൻ്റെ കേസിൽ
ഹാൽസി പ്രീമിയം പ്ലാൻ്റെ കേസിൽ ഫോർമുല ഫോർ കാൽക്കുലേറ്റിംഗ് വേജസ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫോർമുല ഈസ് ഈക്വൽ ടു വേജസ് ഈസ് ഈക്വൽ ടു ടി ഇൻറ്റു ആർ ആണ് വേജസ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫോർമുല. ബോണസ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫോർമുല എന്ന് പറയാം ആർ ഇൻറ്റു എസ് മൈനസ് ടി ഡിവൈഡഡ് ബൈ 2. ഇതാണ് എന്ത് ബോണസ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫോർമുല. ഓർ വി ക്യാൻ കാൽക്കുലേറ്റ് ദ ബോണസ് ബൈ ടൈം സേവ്ഡ് ഇൻറ്റു ആർ ഇൻറ്റു 50 ഡിവൈഡഡ് ബൈ 100. ഓക്കെ, ഒന്ന് ടൈം സേവ്ഡ് ഇൻറ്റു ആർ ഇൻറ്റു 50 ഡിവൈഡഡ് ബൈ ഹാഫ്. ഇവിടെ ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടി എന്ന് പറഞ്ഞാൽ ആക്ച്വൽ ടൈം ടേക്കൺ ആണ്. ടി എന്ന് പറഞ്ഞാൽ ആക്ച്വൽ ടൈം ടേക്കൺ ആണ് ടി പറഞ്ഞിട്ടുണ്ടെങ്കിൽ. എസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്റ്റാൻഡേർഡ് ടൈം നമുക്ക് അലോ ചെയ്തത്. ആർ എന്ന് പറയുന്നത് റേറ്റ് ഓഫ് വേജസ്, ദറ്റ് ഈസ് റേറ്റ് പെർ അവർ ആണ്. ആൻഡ് ടി ഈസ് ദ ടോട്ടൽ ഏർണിങ്സ് ആണ്. സോ ടോട്ടൽ ഏർണിങ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് വേജസ് പ്ലസ് ബോണസ് ആണ് ടോട്ടൽ ഏർണിങ്സ് എന്ന് പറയുന്നത്. ദറ്റ് ഈസ് ഹാൽസി പ്രീമിയം പ്ലാൻ. അടുത്തത് നെക്സ്റ്റ് ഒരു എക്സാമ്പിളാണ്. ദ സ്റ്റാൻഡേർഡ് ടൈം ഫോർ എ ജോബ് ഈസ് 10 hours. 10 മണിക്കൂറാണ് ഒരു ജോബിൻ്റെ സ്റ്റാൻഡേർഡ് ടൈം സെറ്റ് ചെയ്തിരിക്കുന്നത്. ആക്ച്വൽ അവേഴ്സ് ടേക്കൺ ആർ 8. അപ്പോൾ 8 മണിക്കൂറാണ് അയാൾ ആക്ച്വലി ആ ജോബ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി എടുത്തത്. വേജ് റേറ്റ് പെർ അവർ ഈസ് 5. 5 രൂപയാണ് അതിൻ്റെ വേജ് റേറ്റ് പെർ അവർ. കാൽക്കുലേറ്റ് ഏർണിങ്സ് ആൻഡ് എഫക്റ്റീവ് റേറ്റ് ഓഫ് ഏർണിങ്സ് പെർ അവർ അണ്ടർ ഹാൽസി പ്ലാൻ. അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് റേറ്റ് ഓഫ് ഏർണിങ്സും അതേപോലെ തന്നെ ഏർണിങ്സും എഫക്റ്റീവ് റേറ്റ് ഓഫ് ഏർണിങ്സ് പെർ അവർ അണ്ടർ ഹാൽസി പ്ലാൻ പ്രകാരം. അപ്പോൾ സ്റ്റാൻഡേർഡ് ടൈം ടേക്കൺ ചെയ്തത് എത്രയാണ്? സ്റ്റാൻഡേർഡ് ടൈം ടേക്കൺ ഈസ് ഈക്വൽ ടു 10 മണിക്കൂറാണ് അല്ലേ. സ്റ്റാൻഡേർഡ് ടൈം നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത് ഈസ് ഈക്വൽ ടു 10 hour ആണ്. സ്റ്റാൻഡേർഡ് അവർ ടേക്കൺ ഈസ് ഈക്വൽ ടു 10 hour ആണ്. ഓക്കെ, ടൈം ടേക്കൺ എത്രയാണ്? 8 hours ആണ്. 8 മണിക്കൂറാണ് നമ്മൾ ടേക്ക് ചെയ്ത ടൈം. ഓക്കെ, അപ്പോൾ വേജസ് എന്ന് പറഞ്ഞത് എന്തായിരിക്കും? ടൈം ടേക്കൺ ഇൻറ്റു വേജസ് ഈസ് ഈക്വൽ ടു ടൈം ടേക്കൺ ഇൻറ്റു റേറ്റ്. ടൈം എന്ന് പറയുന്നത് 8 മണിക്കൂറാണ്, ഒരു അവറിന് 5 രൂപയാണ്. അപ്പോൾ നമ്മൾക്ക് വേജസ് 40 രൂപ വരെ അല്ലേ. ഇനി ഇതിന് ബോണസ് കാൽക്കുലേറ്റ് ചെയ്യണം. ബോണസ് എന്ന് പറയുമ്പോൾ 50% ഓഫ് ടൈം സേവ്ഡ് ആണ് അല്ലേ. ടൈം സേവ്ഡ് എത്രയാണ്? 10 മണിക്കൂറാണ് സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്തത്, 8 മണിക്കൂറാണ് നമുക്ക് വന്നത്. അപ്പോൾ 2 മണിക്കൂറാണ് നമുക്ക് എന്ത് ചെയ്യുക ടൈം സേവ് ചെയ്തിരിക്കുന്നത്. 2 മണിക്കൂറിന് 5 രൂപ പ്രകാരം 10 രൂപയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ വേജ് ടൈം സേവ് ചെയ്തത് 10 രൂപയാണ്. ഇനി ബോണസ് ഇത് നമ്മൾ എന്ത് ചെയ്യണം? ഈ ഒരു ഇത് എംപ്ലോയറും എംപ്ലോയും തമ്മിൽ ഷെയർ ചെയ്യണം എന്ന് പറഞ്ഞാൽ. അപ്പോൾ ബോണസ് ഈസ് ഈക്വൽ ടു 50% ഓഫ് 10. 10ൻ്റെ പകുതിയാണ് നമ്മൾ എന്ത് ചെയ്യാൻ എടുക്കുള്ളൂ. സോ ഇറ്റ് ഈസ് ഈക്വൽ ടു എത്ര വരെ? 5 ആണ്. അപ്പോൾ 50% ഇൻറ്റു എസ് മൈനസ് സ്റ്റാൻഡേർഡ് മൈനസ് ടൈം ടേക്കൺ ഇൻറ്റു ആർ ഈസ് ഈക്വൽ ടു റേറ്റ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ നേരത്തെ ഫോർമുല എഴുതിയതെന്ന് പറയുന്നത് ദ ഫോർമുല ഫോർ കാൽക്കുലേറ്റിംഗ് ദ ബോണസ് ഈസ് ഈക്വൽ ടു ആർ ഇൻറ്റു എസ് മൈനസ് ടി ഡിവൈഡഡ് ബൈ 2 ഒരു മെത്തേഡ് ഇത്. അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ടൈം സേവ് ചെയ്തത് 2ആണ്. ടൈം സേവ്ഡ് ഇൻറ്റു ആർ ഇൻറ്റു 50%. ഓക്കെ, 2 മെത്തേഡ് ഉണ്ട്. ആദ്യത്തെ മെത്തേഡ് എന്ന് പറയുമ്പോൾ ആർ ഇൻറ്റു എസ് മൈനസ് ടി ഡിവൈഡഡ് ബൈ 2. അപ്പോൾ ആർ ഇൻറ്റു എസ് മൈനസ് ടി ഡിവൈഡഡ് ബൈ 2 എന്ന് പറയുമ്പോൾ ആർ എന്ന് പറയുന്നത് എത്രയാണ്? റേറ്റ് എന്ന് പറയുന്നത് റേറ്റ് ഈസ് ഈക്വൽ ടു 5 ആണ്. എസ് എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് ടൈം 10 ആണ്. ടൈം ടേക്കൺ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് 8 ആണ്. ആൻഡ് സോ ഇറ്റ് ഈസ് ഈക്വൽ ടു ചെയ്ത് നോക്കാം, അല്ലെങ്കിൽ രണ്ടാമത്തെ മെത്തേഡ് ഫോളോ ചെയ്യാം. സോ ഒന്നുകൂടി പറയാം. ഫസ്റ്റ് മെത്തേഡ് പ്രകാരമാണെങ്കിൽ ആർ ഇൻറ്റു എസ് മൈനസ് ടി ഡിവൈഡഡ് ബൈ 2. ആർ എന്ന് പറയുമ്പോൾ റേറ്റ് 5 രൂപയാണ്. സ്റ്റാൻഡേർഡ് ടൈം എന്ന് പറഞ്ഞാൽ 10 ആണ്. ടൈം ടേക്കൺ എന്ന് പറഞ്ഞാൽ 8 ആണ്. സോ ഡിവൈഡ് ബൈ 2 എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് ഈക്വൽ ടു 5 ഇൻറ്റു 1. 10 മൈനസ് 8 2 ഡിവൈഡ് ബൈ 2 ഈസ് ഈക്വൽ ടു 1. സോ 5 ഇൻറ്റു 1 ഈസ് ഈക്വൽ ടു 5 ആണ് നമ്മുടെ റേറ്റ്. ഓക്കെ, ഇനി രണ്ടാമത്തെ മെത്തേഡ് എന്ന് പറയുമ്പോൾ ടൈം സേവ്ഡ് എന്ന് പറയുമ്പോൾ നമ്മൾ സേവ് ചെയ്ത ടൈം 2 ആണ്. ഇൻറ്റു റേറ്റ് എന്ന് പറയുമ്പോൾ 5 ആണ്. ഇൻറ്റു 50%. സോ ഇറ്റ് ഈസ് ഈക്വൽ ടു 10 ഇൻറ്റു 50% ഇറ്റ് ഈസ് ഈക്വൽ ടു 5. അപ്പോൾ നമുക്ക് കിട്ടിയ ടൈം സേവ് ചെയ്തതിന് എത്രയാണ്? നമ്മുടെ ബോണസ് എത്രയാണ്? 5 ആണ് അല്ലേ. 5 ആണ്. അപ്പോൾ ടോട്ടൽ ഏർണിങ്സ് എന്ന് പറഞ്ഞാൽ എത്ര വരാം? ടോട്ടൽ ഏർണിങ്സ് എന്ന് പറയുമ്പോൾ ടോട്ടൽ വേജസ് പ്ലസ് ബോണിംഗ് ദാറ്റ് ഈസ് ഈക്വൽ ടു വേജസ് പ്ലസ് ബോണസ് ആണ് വരാം. ദാറ്റ് ഈസ് ഈക്വൽ ടു 45. ടോട്ടൽ ഏർണിങ്സ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് ഈക്വൽ ടു 45. 40 ആണ് നമുക്ക് കിട്ടിയ നമ്മുടെ വേജ്. അതിൻ്റെ കൂടെ 5 രൂപയാണ് നമുക്ക് കിട്ടിയ ബോണസ്. സോ ഇറ്റ് ഈസ് ഈക്വൽ ടു ടോട്ടൽ ഏർണിംഗ് ഈസ് ഈക്വൽ ടു വേജസ് പ്ലസ് ബോണസ് ദാറ്റ് ഈസ് ഈക്വൽ ടു 45 വന്നു അല്ലേ. ഇനി എഫക്റ്റീവ് റേറ്റ് ഓഫ് ഏർണിങ്സ് പെർ അവർ. ഒരു അവറിൽ എത്രയാണ് എഫക്റ്റീവ് റേറ്റ് ഓഫ് ഏർണിങ്സ് നമ്മളിങ്ങനെ കാൽക്കുലേറ്റ് ചെയ്താൽ 45 ആണ് നമ്മുടെ ടോട്ടൽ വേജസ് എന്ന് പറയുന്നത്. ടോട്ടൽ ഏർണിങ്സ് എന്ന് പറയുന്നത് നമുക്ക് 8 മണിക്കൂറാണ് ആക്ച്വലി ടൈം ടേക്കൺ. സോ ഇറ്റ് ഈസ് ഈക്വൽ ടു 5.625. സോ
ഇത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് നമ്മുടെ ഹാൽസി വെയർ പ്ലാൻ. ഹാൽസി വെയർ പ്ലാൻ എന്ന് പറയുമ്പോൾ ഹാൽസി പ്രീമിയം പ്ലെയറിന് ചെറിയൊരു വേരിയേഷൻ ഉള്ളതാണ്. മോഡിഫിക്കേഷൻ ഓഫ് ഹാൽസി പ്ലാൻ്റെ മോഡിഫിക്കേഷൻ ആൻഡ് ഹാൽസി വെയർ പ്ലാൻ എന്ന് പറയുന്നത്. ഈ സ്കീമിൽ ഒരു വർക്കർ ഗെറ്റ് എ ബോണസ് ഓഫ് 33.1/3% ഓഫ് ടൈം സേവ്ഡ്. അപ്പോൾ വർക്കറിന് 50% ബോണസ്. നമ്മൾ ഹാൽസി പ്ലാനിൽ പറയുന്നത് 50% ബോണസ് ആണ്. പക്ഷേ ഇവിടെ നമ്മൾ പറയണത് വർക്കറിന് 33.1/3% ഓഫ് ബോണസ് അയാൾക്ക് കിട്ടുള്ളൂ. ഇൻ അതർ റെസ്പെക്ട് ബോത്ത് ഹാൽസി ആൻഡ് ഹാൽസി വെയർ സ്കീംസ് ആർ സിമിലർ. ബാക്കി എല്ലാ റെസ്പെക്റ്റിലും ഇത് സിമിലർ ആണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ കേസിൽ പറയുകയാണെങ്കിൽ, അതായത് ഹാൽസി വെയർ പ്ലാനിൽ കേസിൽ നമുക്ക് മറ്റേതിൻ്റെ കേസിൽ ഹാൽസി പ്ലാനിൻ്റെ കേസിൽ 50% ബോണസ് വെച്ചാൽ ഇതിൽ 33.1/3% ആണ് ബോണസ് വരിക. അപ്പോൾ ഇവിടെ നോക്കൂ, ഇവിടെ ഒരു പ്രോബ്ലം തന്നിട്ടുണ്ട്. ഹവർലി റേറ്റ് 20 ആണ്. ടൈം അലോഡ് എത്രയാണ്? 10 മണിക്കൂർ. ടൈം ടേക്കൻ 8 ആണ്. കാൽക്കുലേറ്റ് ഏർണിങ്സ് അണ്ടർ ഹാൽസി വെയർ സ്കീം പ്രകാരം ഏർണിങ്സ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ നമുക്കറിയാം നമ്മുടെ ടൈം ടേക്ക് അവർലി റേറ്റ് എത്രയാണ്? 20 രൂപയാണ് അല്ലേ. ഒരു മണിക്കൂർ നമ്മൾ വർക്ക് ചെയ്താൽ നമുക്ക് 20, ഒരു മണിക്കൂർ നമ്മൾ വർക്ക് ചെയ്താൽ വി വിൽ ഗെറ്റ് 20 rupees ആണ്. ഓക്കെ, ദെൻ ടൈം അലോഡ് എത്രയാണ്? ടൈം അലോഡ് ഈസ് 10 hours ആണ്. നമുക്ക് അലോ ചെയ്ത ടൈം എന്ന് പറയുന്നത് 10 മണിക്കൂറാണ് അല്ലേ. ടൈം ടേക്കൺ എത്രയാണ്? 8 hours ആണ്. അപ്പോൾ നമ്മുടെ ടൈം സേവ്ഡ് എന്ന് പറയുമ്പോൾ എത്രയാണ്? 2 രൂപയാണ് നമുക്ക് എന്ത് വരാം? ടൈം സേവ്ഡ് വരാം അല്ലേ. അപ്പോൾ 2 rupees ആണ് നമ്മുടെ ടൈം സേവ്ഡ് വരാം. സോ ടൈം ടേക്കൺ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് 8 ആണ് അല്ലേ. ടൈം ടേക്കൺ ഈസ് 8 ആണ്. റേറ്റ് എന്ന് പറയുന്നത് 20 ആണ് അല്ലേ. നമ്മുടെ ബോണസ് ആണ് 33.1/3 ഡിവൈഡഡ് ബൈ 50%-ന് പകരം 33.1/3 ഡിവൈഡഡ് ബൈ 100 ഇൻറ്റു ടൈം സേവ്ഡ് എന്ന് പറയുമ്പോൾ ഇൻറ്റു 2 ഇൻറ്റു ടൈം റേറ്റ് ഇറ്റ് ഈസ് ഈക്വൽ ടു 20. സോ അയാളുടെ ഏർണിങ്സ് പറഞ്ഞാൽ എത്രയാണ്? 160 ആണ്. 160 ആണ് അയാളുടെ വേജ് വരാം. വേജ് കാൽക്കുലേഷൻ പറയാം. വേജ് ഈസ് ഈക്വൽ ടു, വേജ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? വേജ് ഈസ് ഈക്വൽ ടു ടി ഇൻറ്റു ആർ. ടി എന്ന് പറയുന്നത് ടൈം ടേക്കൺ ആണ്. ടൈം ടേക്കൺ ഹീസ് ടേക്കൺ 8 hours. 8 hour ആണ് ഈ ആക്ച്വലി ടേക്കൺ ചെയ്തിരിക്കുന്നത്. ആൻഡ് റേറ്റ് പെർ അവർ എന്ന് പറയുന്നത് 20 ആണ്. സോ ഇറ്റ് ഈസ് ഈക്വൽ ടു 160. ഒരു മണിക്കൂറിന് 20 രൂപ പ്രകാരം അയാൾ 8 മണിക്കൂറാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇറ്റ് ഈസ് ഈക്വൽ ടു 160 ആണ് നമ്മുടെ എന്ത് വരാം? വേജസ് വരാം. 13.33 ആണ് നമ്മുടെ എന്ത് വരാം? ബോണസ് വരാം. സോ ടോട്ടൽ ഏർണിംഗ് ഈസ് ഈക്വൽ ടു 173.33 ആണ്. നെക്സ്റ്റ് റോവൺ പ്രീമിയം പ്ലാൻ ആണ്. അപ്പോൾ ഹാൽസി പ്ലാൻ പറഞ്ഞു നമ്മൾ. ഹാൽസി പ്ലാനിൽ 50% ചെയ്യുന്ന ബോണസ്. ഹാൽസി വെയർ പ്ലാനിൽ 33.1/3% ആണ് ബോണസ്. ഇനി നെക്സ്റ്റ് റോവൺ പ്രീമിയം പ്ലാൻ ആണ്. റോവൺ പ്രീമിയം പ്ലാൻ എന്ന് പറയുമ്പോൾ ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഡേവിഡ് റോവൺ 1901 ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഇൻ ഗ്ലാസ്ഗോ. അണ്ടർ ദിസ് പ്ലാൻ the workers get wages for actual hours worked and bonus for the time saved. അപ്പോൾ വർക്കേഴ്സിന് ആക്ച്വൽ അവേഴ്സ് വർക്ക് ചെയ്തതിന് അയാൾക്ക് എന്ത് കിട്ടും? വേജസ് കിട്ടും. അതേപോലെ തന്നെ ഒരു ബോണസ് ഉണ്ടായിരിക്കും ടൈം സേവ് ചെയ്തതിന്. ഈ മെത്തേഡ് പ്രകാരം ബോണസ് ഈസ് ദാറ്റ് പ്രൊപ്പോർഷൻ ഓഫ് ദ വേജസ് ഫോർ ദ ടൈം ടേക്കൺ. അപ്പോൾ ഈ മെത്തേഡ് പറയുന്നത് ബോണസ് എന്ന് പറയുന്നത് ഒരു വേജസിൻ്റെ പ്രൊപ്പോർഷൻ ആയിരിക്കും. അയാൾ എടുത്ത ടൈം ടേക്കണിന് അല്ലെങ്കിൽ അയാൾ ടൈം സേവ് ചെയ്തതിനനുസരിച്ച് നമ്മുടെ വേജസിൻ്റെ ഒരു പ്രൊപ്പോർഷൻ ആയിരിക്കും ഏതെന്ന് പറയുന്നത്? ബോണസ് എന്ന് പറയുന്നത്. സോ അതിൻ്റെ ഫോർമുല എന്ന് പറഞ്ഞാൽ ടൈം സേവ്ഡ് ഡിവൈഡഡ് ബൈ സ്റ്റാൻഡേർഡ് ടൈം ഇൻറ്റു ടൈം ടേക്കൺ ഇൻറ്റു അവർലി റേറ്റ്. ടൈം സേവ്ഡ് എന്ന് പറയുമ്പോൾ സ്റ്റാൻഡേർഡ് ടൈമിൽ നിന്ന് ടൈം ടേക്കൺ ലെസ്സൺ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? വി ഗെറ്റ് ദ ടൈം സേവ്ഡ് കിട്ടും. അപ്പോൾ ബോണസ് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്റ്റാൻഡേർഡ് ടൈം മൈനസ് ടൈം ടേക്കൺ ഡിവൈഡഡ് ബൈ സ്റ്റാൻഡേർഡ് ടൈം ഇൻറ്റു ടൈം ടേക്കൺ ഇൻറ്റു ആർ ഈസ് ഈക്വൽ ടു ബോണസ് ആണ്. വേജസ് പിന്നെ നമുക്കറിയാം റേറ്റ് ഇൻറ്റു ടൈം ടേക്കൺ ആണ് വേജസ് എന്ന് പറയുന്നത്. സോ ദിസ് ഈസ് എ റോവൺ പ്ലാൻ. റോവൺ പ്ലാനിൻ്റെ അഡ്വാൻറ്റേജസ് ഉണ്ട്. ഒന്ന് മിനിമം വേജസും ഇൻസെൻറ്റിറ്റീവ്സ്, എഫിഷ്യൻറ്റ് വർക്കേഴ്സിന് ഇൻസെൻറ്റിറ്റീവ്സ് പ്രൊവൈഡ് ചെയ്യും. ഹാൽസി പ്ലാനിനെക്കാട്ടിയും കുറച്ചും കൂടി ലിബറലാണ് ഏതെന്ന് പറയുന്നത്? റോവൺ പ്ലാൻ എന്ന് പറയുന്നത്. ഓവർഹെഡ് കോസ്റ്റ് പെർ യൂണിറ്റ് ഡിക്രീസസ് ചെയ്യും എഫിഷ്യൻസി കൂടുന്തോറും. From the same information taken from example 3, find the earnings and effective rate of earnings per hour under Rowan plan. Rowan plan പ്രകാരം നമ്മളോട് പറയുന്നത് എക്സാമ്പിൾ 3 എടുത്തിട്ട് എക്സാമ്പിൾ 3 എടുത്തിട്ട് എഫക്റ്റീവ് റേറ്റ് ഓഫ് ഏർണിങ്സ് പെർ അവറും കണ്ടുപിടിക്കണം റോവൻ പ്ലാൻ പ്രകാരം. അപ്പോൾ നമുക്ക് അവർലി റേറ്റ് 5 രൂപയാണ്. ടൈം അലൗഡ് 10 hours ആണ്. ടൈം ടേക്കൺ 8 hours ആണ്. അപ്പോൾ നമ്മുടെ സ്റ്റാൻഡേർഡ് ടൈം 10 ആണ്. ടൈം സേവ്ഡ് എന്ന് പറഞ്ഞാൽ അപ്പോൾ എത്ര വരും? ടൈം സേവ്ഡ് എന്ന് പറയുമ്പോൾ 10 - 8 = 2 അല്ലേ. 2 മണിക്കൂറാണ് നമ്മൾ സേവ് ചെയ്തിരിക്കുന്നത്. 10 മണിക്കൂർ സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്തിട്ട് നമ്മൾ 8 മണിക്കൂറിനുള്ളിൽ തീർത്തു. അപ്പോൾ 2 മണിക്കൂർ നമ്മൾ എന്ത് ചെയ്തു? സേവ് ചെയ്തു അല്ലേ. അപ്പോൾ വേജ് എങ്ങനെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക? വേജ് ഈസ് ഈക്വൽ ടു ടൈം ടേക്കൺ ഇൻറ്റു റേറ്റ്. ടൈം ടേക്കൺ എന്ന് പറയുന്നത് എത്രയാണ്? 8 ആണ്. റേറ്റ് എത്രയാണ്? 5 ആണ്. സോ 40 ആണ് നമ്മളെ വേജ് വരാം. ഇനി ബോണസ് ആണ്. ബോണസ് നമ്മൾ നേരത്തെ പറഞ്ഞു സ്റ്റാൻഡേർഡ് മൈനസ് ടൈം ടേക്കൺ ഡിവൈഡഡ് ബൈ സ്റ്റാൻഡേർഡ് ഇൻറ്റു ടൈം ടേക്കൺ ഇൻറ്റു റേറ്റ്.
ഇതാണ് റോമൻ പ്ലാനിൽ പറയുന്നത്. അപ്പോൾ സ്റ്റാൻഡേർഡ് ടൈം എന്ന് പറയുമ്പോൾ എത്രയാണ്? സ്റ്റാൻഡേർഡ് ടൈം എന്ന് പറയുമ്പോൾ 10 ആണ്. ടൈം ടേക്കൺ എന്ന് പറയുമ്പോൾ 8 ആണ്. ഡിവൈഡഡ് ബൈ സ്റ്റാൻഡേർഡ് ഇൻറ്റു ടൈം ടേക്കൺ 8 ഇൻറ്റു റേറ്റ് 5. സോ ഇറ്റ് ഈസ് ഈക്വൽ ടു 8 ആണ് വരാം. സോ ദ ആൻസർ ഈസ് ഈക്വൽ ടു 8 വന്നു. ആൻസർ ഈസ് ഈക്വൽ ടു 8. അപ്പോൾ നമ്മുടെ ടോട്ടൽ വേജ് എന്ന് പറയുമ്പോൾ എന്താണ്? 40 + 8. 40 നമ്മൾ വന്ന വേജസ് ബോണസ് 8. അപ്പോൾ ടോട്ടൽ 8 എന്ന് പറയുമ്പോൾ 48 റുപ്പീസാണ്. 48 റുപ്പീസ് എന്ന് പറയുമ്പോൾ 48 റുപ്പീസ് ആൻഡ് ഒരു മണിക്കൂറിന് എത്രയാണ്? ദാറ്റ് ഈസ് 5 ആണ് അല്ലേ? സോ ദാറ്റ് ഈസ് 8 ആണ്. സോ ദ 6 ഈസ് ദ എഫക്റ്റീവ് റേറ്റ് ഓഫ് ഏർണിംഗ് പെർ അവർ. ഇനി അടുത്ത ടോപ്പിക്ക് ടൈലേഴ്സ് ഡിഫറൻഷ്യൽ പീസ് റേറ്റ് സിസ്റ്റമാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഈ പ്ലാൻ ഇൻട്രൊഡ്യൂസ് ചെയ്തത് FW ടൈലർ ആണ്. ഈ പ്ലാൻ ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഈ സിസ്റ്റം പ്രകാരം സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ട് അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് ടൈം ഫിക്സ് ചെയ്യുന്നത് ടൈം ആൻഡ് മോഷൻ സ്റ്റഡിയിലാണ്. നമ്മളിവിടെ സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ട് സ്റ്റാൻഡേർഡ് ടൈം എന്നൊക്കെ പറഞ്ഞു അല്ലേ? അത് ടൈലേഴ്സ് ഡിഫറൻഷ്യൽ പീസ് റേറ്റ് സിസ്റ്റം പ്രകാരമാണെങ്കിൽ നമ്മൾ എങ്ങനെ ഫിക്സ് ചെയ്യുക? വി ഫിക്സ് ഓൺ ദ ബേസ് ഓഫ് ടൈം ആൻഡ് മോഷൻ സ്റ്റഡി. ടൈലർ അഡ്വക്കേറ്റ് 2 പേസ് റേറ്റ് സിസ്റ്റമാണ് അയാൾ അഡ്വക്കേറ്റ് ചെയ്തത്. സോ ദാറ്റ് ഇഫ് എ വർക്കർ പെർഫോം വർക്ക് വിത്തിൻ ഓർ ലെസ് ദാൻ സ്റ്റാൻഡേർഡ് ടൈം ഹി ഈസ് പെയ്ഡ് എ ഹയർ പ്രൈസ് റേറ്റ് ആൻഡ് ഇഫ് ഡസ് നോട്ട് കംപ്ലീറ്റ് ദ വർക്ക് വിത്തിൻ ദ സ്റ്റാൻഡേർഡ് ടൈം ഹി ഈസ് ഗിവൻ എ ലോവർ പ്രൈസ് റേറ്റ്. ഒരു വർക്കർ അയാളുടെ വർക്ക് സ്റ്റാൻഡേർഡ് ടൈമിനെക്കാട്ടിയും കുറച്ചിട്ട്, അതായത് സ്റ്റാൻഡേർഡ് ടൈം 10 പറഞ്ഞിട്ട് 8 മണിക്ക് അയാൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അയാൾക്കൊരു ഹയർ പ്രൈസ് റേറ്റും ഇഫ് ഹി ഡസ് നോട്ട് കംപ്ലീറ്റ് ഹിസ് വർക്ക് വിത്തിൻ ദ സ്റ്റാൻഡേർഡ് ടൈം ആണെങ്കിൽ ഹി ഈസ് ഗെറ്റ് എ ലോവർ പ്രൈസ് റേറ്റും. സെക്കൻഡ് എന്ന് പറയുന്നത് അതാണ് അയാളുടെ ഫസ്റ്റ് പറഞ്ഞത്. ഇനി സെക്കൻഡ് ഈസ് എ ഹൈ പീസ് റേറ്റ് ഫോർ ഔട്ട്പുട്ട് അറ്റ് ഓർ എബോവ് ദ സ്റ്റാൻഡേർഡ്. ഇപ്പോൾ സെക്കൻഡ് കേസ് പറയുന്നത് ഹൈ പീസ് റേറ്റ് കൊടുക്കും. ഈ നമ്മൾ സെറ്റ് ചെയ്ത സ്റ്റാൻഡേർഡിനെക്കാട്ടും കൂടുതലാണെങ്കിൽ ഹൈ പീസ് റേറ്റ് കൊടുക്കും. അപ്പോൾ ടൈലേഴ്സ് സജസ്റ്റ് ചെയ്തത് ഒരു യൂഷ്വൽ റേറ്റ് ഡിഫറൻഷ്യൽ ഓഫ് 175% ഓഫ് ഓർഡിനറി പ്രൈസ് റേറ്റ് സിസ്റ്റം. ഹയർ പ്രൊഡക്ഷൻ ആണെങ്കിൽ 175% ഓഫ് ഓർഡിനറി പീസ് റേറ്റിനെക്കാട്ടും പ്രൊവൈഡ് ചെയ്യും ആൻഡ് 83% ഓഫ് ഓർഡിനറി പീസ് റേറ്റ് ഫോർ ലോവൽ പ്രൊഡക്ഷൻ. ലോ പ്രൊഡക്ഷൻ ആണെങ്കിൽ 83% ഓഫ് ഓർഡിനറി പീസ് റേറ്റും ഹയർ പ്രൊഡക്ഷൻ ആണ് 175% ഓഫ് ഓർഡിനറി പീസ് റേറ്റ് പ്രകാരം ടൈലർ സജസ്റ്റ് ചെയ്തിട്ടുണ്ട്. So there is another example. Standard production 10 units per hour ആണ്. Next normal time rate 5 per hour ആണ്. Differential to be applied. 80% of piece rate for below standard, 120% of piece rate for above standard. In a hour 10 day in a 10 hour day, Ishwarya produce 80 units and Rani produce 100 units. Calculate the wages of 2 workers under differential piece rate system. അപ്പോൾ ഇവിടെ പറയുന്നത് സ്റ്റാൻഡേർഡ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു മണിക്കൂറിൽ 10 യൂണിറ്റ്സ് ആണ് സ്റ്റാൻഡേർഡ്. ഓക്കെ, നോർമൽ ടൈം നമുക്ക് എത്രയാണ്? 5 മണിക്കൂറാണ് നമ്മുടെ നോർമൽ ടൈം റേറ്റ്. നോർമൽ ടൈം റേറ്റ് എന്ന് പറയുന്നത് നോർമലായിട്ട് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു മണിക്കൂറിന് 5 രൂപ 5 per hour ആണ്. നമുക്ക് പറയുന്നത് 80% ഓഫ് പീസ് റേറ്റ്. ബിലോ സ്റ്റാൻഡേർഡ് ആണെങ്കിൽ 80% ഓഫ് പീസ് റേറ്റും എബോവ് സ്റ്റാൻഡേർഡ് ആണെങ്കിൽ 120% ഓഫ് പീസ് റേറ്റ് ആണ്. ഒരു 10 മണിക്കൂർ ഒരു ദിവസത്തിൽ ഈശ്വര്യ 80 യൂണിറ്റ്സും റാണി 110 യൂണിറ്റ്സുമാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ട് പെർ എന്ന് പറയുന്നത് 10 യൂണിറ്റ്സ് ആണ് അല്ലേ? സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ട് ഫോർ 10 hours അങ്ങനെ നമ്മൾ 10 യൂണിറ്റ് ആണ്, ഒരു മണിക്കൂറിൽ 10 യൂണിറ്റ് ആണ് നമ്മൾ സ്റ്റാൻഡേർഡായിട്ട് പ്രൊഡക്റ്റ് ചെയ്യണമെന്ന് സെറ്റ് ചെയ്തിരിക്കണം. അങ്ങനെ 10 മണിക്കൂറിൽ, അതായത് ഈശ്വര്യയും റാണിയും ഒരു ദിവസം വർക്ക് ചെയ്യുന്നത് 10 hours ആണ്. അപ്പോൾ എത്ര യൂണിറ്റ്സ് അവർ മിനിമം പ്രൊഡ്യൂസ് ചെയ്യേണ്ടി വരും? 100 യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യേണ്ടി വരും. ഓക്കെ, സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ട് പെർ അവർ എന്ന് പറയുന്നത് 10 യൂണിറ്റ്സ് ആണ് അല്ലേ? ഒരു മണിക്കൂറിൽ നമ്മൾ എത്ര പ്രൊഡ്യൂസ് ചെയ്യണം? 10 യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യണം. അങ്ങനെ ഒരു ദിവസം നമ്മൾ 10 മണിക്കൂർ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ എത്ര യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യണം? 100 യൂണിറ്റ്സ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യണം. ഇനി ഔട്ട്പുട്ട് പെർ അവർ എത്രയാണ്? ഒരു ഓർഡിനറി പീസ് റേറ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഔട്ട്പുട്ട് പെർ അവർ 10 യൂണിറ്റ് ആണ്. ഒരു മണിക്കൂറിൽ നമ്മൾ 10 യൂണിറ്റ് ഉണ്ടാക്കണം. അപ്പോൾ നമുക്ക് ഒരു യൂണിറ്റിന് 5 രൂപ പ്രകാരം ഇറ്റ് ഈസ് ഈക്വൽ ടു 5. ഒരു യൂണിറ്റിന് ഒരു ടൈം റേറ്റ് എന്ന് പറയുന്നത് ഒരു അവറിൽ നമുക്ക് എത്ര കിട്ടും? 5 rupees കിട്ടും അല്ലേ? അപ്പോൾ 10 യൂണിറ്റ്സ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്ത് ഒരു അവറിൽ വേജസ് എത്ര ആയിരിക്കും? 5 ആയിരിക്കും. 10 യൂണിറ്റ്സ് നമ്മൾ ഒരു അവറിൽ പ്രൊഡ്യൂസ് ചെയ്താൽ നമുക്ക് കിട്ടുന്ന ടൈം റേറ്റ് പ്രകാരം വേജസ് 5 രൂപയാണ്. കാരണം എന്താണ്? ഒരു മണിക്കൂറിനാണ് 5 രൂപ. അപ്പോൾ ഒരു മണിക്കൂറിൽ നമ്മൾ 10 യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു മണിക്കൂറിൽ നമ്മൾ 10 യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്താൽ നമുക്ക് കിട്ടുന്ന വേജ് 5 രൂപയാണ് അല്ലേ? പീസ് റേറ്റ് എന്ന് പറയുന്നത് എത്രയാണ്? 5 divided by 10. 5 ആണ് നമുക്ക് കിട്ടുന്ന റേറ്റ്.
10 യൂണിറ്റ്സിന്. അപ്പോൾ ഒരു യൂണിറ്റിന് നമുക്ക് കിട്ടുന്ന കാശ് എന്ന് പറയുന്നത് 50 പൈസ ആയിരിക്കും. ലോ പീസ് റേറ്റ് എന്ന് പറയുമ്പോൾ 50 പൈസ, അതായത് 80% ഓഫ് 50 എന്ന് പറയുമ്പോൾ 0.40, ഹൈ പീസ് റേറ്റ് എന്ന് പറയുമ്പോൾ 120% ഓഫ് 0.50, ദാറ്റ് ഈസ് ഈക്വൽ ടു 0.60. അപ്പോൾ ഇവിടെ പറയുന്നത് എന്താ വെച്ചാൽ ഒരു മണിക്കൂറിൽ നമ്മൾ 10 യൂണിറ്റ്സ് ഉണ്ടാക്കണം. അങ്ങനെ നമ്മൾ 10 മണിക്കൂറിൽ വി ഹാവ് ടു മേക്ക് എത്ര യൂണിറ്റ്സ് ഉണ്ടാക്കണം? 100 യൂണിറ്റ്സ് ഉണ്ടാക്കണം. ഒരു മണിക്കൂറിന് നമുക്ക് കിട്ടുക 5 രൂപയാണ്. ഓക്കെ, ഒരു മണിക്കൂറിൽ നമ്മൾ 10 യൂണിറ്റ്സ് ഉണ്ടാക്കണം. 10 യൂണിറ്റ്സ് നമുക്ക് ഉണ്ടാക്കിയ 5 രൂപ കിട്ടും. അപ്പോൾ പീസ് റേറ്റ് നമ്മൾ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? 5 ഡിവൈഡഡ് ബൈ 10 ഇറ്റ് ഈസ് ഈക്വൽ ടു 0.50. നമുക്ക് ഒരു മണിക്കൂറിൽ കിട്ടണ 1 അവറിന് നമുക്ക് കിട്ടുന്ന വേജ് എത്രയാണ്? 5 ആണ് അല്ലേ? പീസ് റേറ്റ് നമ്മൾ എങ്ങനെ കാൽക്കുലേറ്റ് വെച്ചാൽ 5 രൂപ നമുക്ക് 10 യൂണിറ്റ് ഉണ്ടാക്കിയാൽ കിട്ടും. സോ ഒരു യൂണിറ്റിന് നമുക്ക് 50 പൈസയാണ് കിട്ടുക. ക്ലിയർ? അപ്പോൾ 50 പൈസയുടെ 80% ആണ് നമ്മൾ ലോ പീസ് റേറ്റ് ആയിട്ട് കാണുന്നത്. 50 പൈസയുടെ 120% ആണ് ഹൈ പീസ് റേറ്റ് ആയിട്ട് കാണുന്നത്. അപ്പോൾ സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ട് എത്രയാണ്? 100 യൂണിറ്റ് ആണ്. ഇശ്വര്യ എത്ര പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളൂ? 80 യൂണിറ്റ്സ്. അപ്പോൾ ഇശ്വര്യ ഈസ് ബിലോ സ്റ്റാൻഡേർഡ് ആണ്, 0.50 പ്രകാരം കിട്ടുള്ളൂ. ആൻഡ് റാണി പ്രൊഡ്യൂസ് ചെയ്തത് 110 യൂണിറ്റ്സ് ആണ്, അത് സ്റ്റാൻഡേർഡിനെക്കാട്ടും കൂടുതലാണ്. അപ്പോൾ ഇശ്വര്യ ഗെറ്റ് 80 ഇൻറ്റു 0.40യും റാണിക്ക് കിട്ടുക 110 ഇൻറ്റു 0.60, ദാറ്റ് ഈസ് 66. അപ്പോൾ അണ്ടർ പീസ് റേറ്റ് സിസ്റ്റത്തിൽ ഇശ്വര്യക്ക് 40 റുപ്പീസിനും റാണിക്ക് 55 റുപ്പീസുമാണ് കിട്ടുക. ഓക്കെ, ക്ലിയർ? സോ 40. നെക്സ്റ്റ് മെറിക്സ് മൾട്ടിപ്പിൾ പീസ് റേറ്റ് ആണ്. മെറിക് മൾട്ടിപ്പിൾ പീസ് റേറ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഡെവലപ്ഡ് ബൈ MDV മെറിക് ആണ്. ഈ മെത്തേഡ് നമ്മുടെ ടൈലേഴ്സ് പ്ലാനിനോട് സിമിലർ ആണ്. പക്ഷേ 3 പീസ് റേറ്റ് ഉണ്ട്. ടൈലേഴ്സിന് 2 ആണെങ്കിൽ ഇതിൽ നമുക്ക് 3 പീസ് റേറ്റ് ഉണ്ട്. എംപ്ലോയീസിനെ ആസ് പെർ ദ മെറിറ്റിൻ്റെ ബേസിൽ നമ്മൾ 3 ആയി ക്ലാസിഫൈ ചെയ്തു. 1 ഈസ് ആവറേജ് വർക്കേഴ്സ്, 2 ഈസ് എഫിഷ്യൻറ്റ് വർക്കേഴ്സ്, 3 ഈസ് മോസ്റ്റ് എഫിഷ്യൻറ്റ് വർക്കേഴ്സ്. ഇതാണ് നമ്മുടെ 3 ക്ലാസിഫിക്കേഷൻ. അപ്പോൾ അപ് ടു 83% ഓഫ് എഫിഷ്യൻസി ആണെങ്കിൽ ഓർഡിനറി പീസ് റേറ്റും, 83 to 100% ആണെങ്കിൽ 110% ഓഫ് ഓർഡിനറി പീസ് റേറ്റും, എബോവ് 100% ആണെങ്കിൽ 120% ഓഫ് ഓർഡിനറി പീസ് റേറ്റ് പ്രകാരം കിട്ടും. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ഗാൻട്ട് ടാസ്ക് ബോണസ് പ്ലാൻ ആണ്. സോ ഈ സിസ്റ്റം ഡെവലപ്പ് ചെയ്ത് ഗാൻട്ട് ആണ്, FW ടൈലറിൻ്റെ ഒരു ക്ലോസ് അസോസിയേറ്റ് ആണ്. ഈ പ്ലാൻ എന്ന് പറയുന്നത് ടൈം റേറ്റിൻ്റെയും പീസ് റേറ്റിൻ്റെയും ബോണസിൻ്റെയും ഒരു കോമ്പിനേഷനാണ് നമ്മൾ ഏത് വിളിക്കാം? ഗാൻട്ട് ബോണസ് പ്ലാൻ എന്ന് പറയാം. ഈ സിസ്റ്റം പ്രകാരം സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ടും സ്റ്റാൻഡേർഡ് ടൈമും ഫിക്സഡ് ആണ്. അപ്പോൾ വർക്കർ യൂസ്ഡ് മോർ ദാൻ സ്റ്റാൻഡേർഡ് ടൈം ഓർ ലെസ് ദാൻ സ്റ്റാൻഡേർഡ് യൂണിറ്റ് ടൈം വേജസ് ഗ്രാൻറ്റിൻ്റെ. അപ്പോൾ വർക്കർ സ്റ്റാൻഡേർഡ് ടൈമിനെക്കാട്ടിയും കൂടുതൽ എടുത്തു അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് യൂണിറ്റിനെക്കാട്ടി കുറവാണെങ്കിൽ നമ്മൾ അയാൾക്ക് നോർമൽ ടൈം വേജസ് പ്രൊവൈഡ് ചെയ്യും. സ്റ്റാൻഡേർഡ് അറ്റൈൻ ചെയ്ത ടൈം വേജസ് പ്ലസ് ബോണസ് ഹാസ് 20% ഓഫ് ടൈം വേജസ്. ടൈം വേജ് അയാൾ സ്റ്റാൻഡേർഡ് അറ്റൈൻ ചെയ്താൽ അയാൾക്ക് ടൈം വേജും കൂടെ തന്നെ ടൈം വേജിന് 20% കൊടുക്കും. സ്റ്റാൻഡേർഡിനെക്കാട്ടും കൂടുതലാണെങ്കിൽ ഹി വിൽ പേ ഹൈ പീസ് റേറ്റ് പ്രൊവൈഡ് ചെയ്യും. നെക്സ്റ്റ് എമോഷൻ എഫിഷ്യൻസി പ്ലാൻ ആണ്. എമോഷൻ എഫിഷ്യൻസി പ്ലാൻ എന്ന് പറയുന്നത് ഹി ഗ്യാരണ്ടീഡ് ടൈം വേജ് ബട്ട് വാണ്ടഡ് ടു റിവാർഡ് എഫിഷ്യൻസി. ടൈം വേജ് എന്തായാലും ഗ്യാരണ്ടി ചെയ്യുന്നുണ്ട്, പിന്നെ എഫിഷ്യൻസിക്ക് എന്ത് ചെയ്യുന്നുണ്ട്? റിവാർഡ് ചെയ്യുന്നുണ്ട് പറയണത്. ബോണസ് ബിക്കം പേയബിൾ വെൻ എഫിഷ്യൻസി റീച്ചസ് 60 to 2/3%. ബോണസ് കൊടുക്കുന്നത് എപ്പോഴും വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ എഫിഷ്യൻസി 66 2/3% എത്തിയാൽ മാത്രമേ നമ്മൾ ബോണസ് കൊടുക്കുള്ളൂ. ഫോർ എഫിഷ്യൻസി ബിലോ 63 2/3% ആണെങ്കിൽ അയാൾക്ക് ടൈം വേജേ കിട്ടുള്ളൂ. ബോണസ് 63 2/3% ആണെങ്കിൽ ഇറ്റ്സ് വെരി സ്മോൾ ബട്ട് ഇറ്റ് ബിക്കം 20% വെൻ എഫിഷ്യൻസി റീച്ചസ് 100%. എഫിഷ്യൻസി 100% റീച്ച് ചെയ്താണെങ്കിൽ 20% കൊടുക്കും. വർക്കറിൻ്റെ എഫിഷ്യൻസി 100% കൂടുതലാണെങ്കിൽ ഹി വിൽ ഗെറ്റ് എ ടൈം സ്പെൻഡ് ബൈ ഹിം പ്ലസ് 20% ഓഫ് ദ വേജസ്. അയാൾക്ക് ടൈം സ്പെൻഡ് ചെയ്തതിനും അയാൾക്ക് 20% ഓഫ് ദ വേജസും കൊടുക്കും. ലാസ്റ്റ് വൺ ആക്സിലറേറ്റഡ് പ്രീമിയം പ്ലാൻ ആണ്. ആക്സിലറേറ്റഡ് പ്രീമിയം പ്ലാൻ എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ടും അല്ലെങ്കിൽ ടൈമും ഫിക്സ് ചെയ്തിട്ടുണ്ടായിരിക്കും. ആക്ച്വൽ ഔട്ട്പുട്ടും ടൈം ടേക്കൺ നമ്മൾ എന്തിനായിട്ട് കമ്പയർ ചെയ്യും? സ്റ്റാൻഡേർഡ് ടൈമിനായിട്ട് കമ്പയർ ചെയ്യും. എഫിഷ്യൻസി ലെവൽ ഡിറ്റർമിൻ ചെയ്യും. ഡിഫറെൻറ്റ് ലെവൽ ഓഫ് എഫിഷ്യൻസിക്ക് ബോണസ് നമ്മൾ ഡിഫറെൻറ്റ് റേറ്റ്സിൽ പേ ചെയ്യും. അപ്പോൾ ബോണസ് നമ്മൾ ഇൻക്രീസസ് അറ്റ് എ ഫാസ്റ്റ് റേറ്റ് പ്രൊഡക്ഷൻ ഓർ എഫിഷ്യൻസി ഇൻക്രീസസ്. അപ്പോൾ ബോണസ് വളരെ ഫാസ്റ്റായിട്ടാണ് ബോണസ് ഇൻക്രീസ് ചെയ്യുക. നമ്മുടെ പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പ്ലാൻ ഈസ് ആൾസോ നോൺ ആസ് സ്ലൈഡിംഗ് സ്കെയിൽ ബോണസ് സിസ്റ്റം എന്ന് പറയും. നെക്സ്റ്റ് ഗ്രൂപ്പ് ബോണസ് പ്ലാൻ. വെൻ ബോണസ് ഈസ് പെയ്ഡ് കളക്റ്റീവ്ലി ടു എ ഗ്രൂപ്പ് ഓഫ് വർക്കേഴ്സ്, അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഗ്രൂപ്പ് ബോണസ് പ്ലാൻ. സോ
amount of bonus is shared between the group members on equally or an agreed proportion. അപ്പോൾ അവരുടെ വേജസിൻ്റെ ബേസിലാണ് പൊതുവെ എന്ത് ചെയ്യാം ഈ ബോണസ് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ ഗ്രൂപ്പ് ബോണസ് പ്ലാൻ എന്ന് പറയുമ്പോൾ എ ബോണസ് ഷുഡ് ബി ഡിസ്ട്രിബ്യൂട്ടഡ് ടു എമംഗ് ദ മെമ്പേഴ്സ് ഓഫ് എ ഗ്രൂപ്പ് ഓൺ ദ ബേസിസ് ഓഫ് ദെയർ വർക്കേഴ്സിൻ്റെ ബേസിലായിരിക്കും എന്ത് ചെയ്യുക ബോണസ് നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം. ഇനി ഗ്രൂപ്പ് ബോണസ് പ്ലാൻ എന്ന് പറയുന്നത് ഇറ്റ് ഇൻട്രൊഡ്യൂസസ് ബിക്കോസ് ഓഫ് ദ ഫോളോയിങ് സർക്കംസ്റ്റാൻസസ്. when output depend on teamwork. Teamwork in the baseline output depend in a situation. When it is desired to develop team spirit develop in a situation വന്നാൽ അല്ലെങ്കിൽ ഇൻസെൻറ്റിവ് സിസ്റ്റത്തിൽ ഒരുപാട് ഇൻഡയറക്റ്റ് വർക്കേഴ്സ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ വർക്കേഴ്സ് വർക്ക് ചെയ്യണത് ഒരു ഗ്രൂപ്പ് അല്ലെങ്കിൽ ഒരു ലെസ് ഓഫ് ഈക്വൽ സ്കിൽ ഓരോ സ്കില്ലുള്ള അല്ലെങ്കിൽ എല്ലാവരും മോർ സ്കില്ലുള്ള ഗ്രൂപ്പായിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ ഇങ്ങനത്തെ സിറ്റുവേഷനിലാണ് ഗ്രൂപ്പ് ബോണസ് പ്ലാൻ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അപ്പോൾ അഡ്വാൻറ്റേജ് എന്താ വെച്ചാൽ ഒരു ടീം സ്പിരിറ്റ് ഡെവലപ്പ് ചെയ്യും, ഔട്ട്പുട്ട് ഇൻക്രീസ് ചെയ്യും, വേസ്റ്റേജ് മാക്സിമം കുറയ്ക്കാൻ പറ്റും, വർക്കിൻ്റെ ക്വാളിറ്റി കൂടും, ഓട്ടോമാറ്റിക്കായിട്ട് ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യും. ഇനി ഡിസഡ്വാൻറ്റേജസ് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ വർക്കിലുള്ള എല്ലാവരും എഫിഷ്യൻ്റ് അല്ലെങ്കിൽ അവിടെ എന്തുണ്ടായിരിക്കും ഒരു ബോണസ് ഷെയർ ചെയ്ത് പോകും. പിന്നെ ഗ്രൂപ്പ്സ് തമ്മിൽ കോമ്പറ്റീഷനുള്ള ചാൻസ് കൂടുതലാണ്. സക്സസ്ഫുൾ ഗ്രൂപ്പ്സിന് ചേഞ്ച് അവരുടെ ഗ്രൂപ്പ് ഭയങ്കര സ്മാർട്ടാണ് അല്ലെങ്കിൽ എഫിഷ്യൻ്റാണ് തോന്നിക്കഴിഞ്ഞാൽ ദേ ആർ നോട്ട് റെഡി ടു ചേഞ്ച് ചെയ്യാൻ റെസിസ്റ്റ് ചെയ്യുമെന്നാണ് പറയുന്നത്. നെക്സ്റ്റ് ഒരു ഐഡിയൽ മെത്തേഡ് ഓഫ് വേജ് പേയ്മെൻറ്റ് സിസ്റ്റം. ഒരു വേജ് പേയ്മെൻറ്റ് സിസ്റ്റത്തിൻ്റെ ഐഡിയൽ മെത്തേഡിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് നമ്മൾ പറയുന്നത്. ഒരു മെത്തേഡ് ഓഫ് വേജ് പേയ്മെൻറ്റ് എന്ന് പറയുന്നത് ഈസിലി അണ്ടർസ്റ്റാൻഡ് ചെയ്യാനും വളരെ എളുപ്പത്തിൽ ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്നതും ആവണം. ഇറ്റ് ഷുഡ് ബി ഫെയർ ആയിരിക്കണം, ഇക്വിറ്റബിൾ ബോത്ത് എംപ്ലോയേഴ്സ് ആൻഡ് എംപ്ലോയേഴ്സിനും അത് ഫെയർ ആയിരിക്കണം, അതേപോലെ ഇക്വിറ്റബിൾ ആയിരിക്കണം. ആൻഡ് പ്ലാൻ സിസ്റ്റം എന്ന് പറയുന്നത് വേജ് പ്ലാൻ സിസ്റ്റം ഷുഡ് ബി വേജ് പേയ്മെൻറ്റ് സിസ്റ്റം എന്ന് പറയുന്നത് ഇറ്റ് ഷുഡ് ബി ഫ്ലെക്സിബിൾ ആയിരിക്കണം. എല്ലാ വർക്കേഴ്സിനും ഫോർത്ത് വൺ എന്ന് പറയുന്നത് എല്ലാ വർക്കേഴ്സിനും ആ പ്ലാൻ ട്രേഡ് യൂണിയൻസ് മാനേജ്മെൻറ്റ് എല്ലാവർക്കും ഇത് ആക്സെപ്റ്റബിൾ ആയിരിക്കണം. അതിൻ്റെ ഓപ്പറേഷൻ കോസ്റ്റ് ഷുഡ് ബി ലോ ആയിരിക്കണം. ഗ്യാരണ്ടി മിനിമം വേജസ് ടു എവറി വർക്കേഴ്സ്. എല്ലാ വർക്കേഴ്സിനും മിനിമം വേജസ് ഗ്യാരണ്ടി ചെയ്യണം. ഇംപ്രൂവ് ദ ക്വാളിറ്റി ഓഫ് ഔട്ട്പുട്ട് എന്ത് ചെയ്യണം, ക്വാളിറ്റി ഓഫ് ഔട്ട്പുട്ട് ഇംപ്രൂവ് ചെയ്യണം. ഇനി പ്രിവെൻഷൻ ഓഫ് ഫ്രോഡ് ഇൻ വേജ് പേയ്മെൻറ്റ് സിസ്റ്റം. ഒരു വേജ് പേയ്മെൻറ്റ് സിസ്റ്റത്തിൽ എന്തുണ്ടാകും ഫ്രോഡ് പേയ്മെൻറ്റ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അത് പ്രിവെൻറ്റ് ചെയ്യാൻ നമ്മളെ കയ്യിൽ ഹൗ ടു പ്രിവെൻറ്റ് എന്നാണ് പറയുന്നത്. ബാഡ് നമ്പർ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ബാഡ് നമ്പർ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഒരു ഐഡൻറ്റിറ്റി കാർഡ് പ്രൊവൈഡ് ചെയ്യാം. ദാറ്റ് ഐഡൻറ്റിറ്റി കാർഡ് കണ്ടെയ്ൻ ദ നെയിം ഓഫ് ദ എംപ്ലോയി, ഇറ്റ്സ് നമ്പർ, ഡിപ്പാർട്ട്മെൻറ്റ്, ഫോട്ടോഗ്രാഫ് എക്സെട്ര. സോ ദ ഐഡൻറ്റിറ്റി കാർഡ് ഷുഡ് ബി സറണ്ടർ അറ്റ് ദ ടൈം ഓഫ് പേയ്മെൻറ്റ് ഓഫ് വേജസ് കൊടുക്കുന്ന സമയത്ത് ഐഡൻറ്റിറ്റി കാർഡ് എന്ത് ചെയ്യണം, സറണ്ടർ ചെയ്യണം. അതായത് കൊടുത്താലേ പേയ്മെൻറ്റ് കിട്ടുള്ളൂ എന്നുള്ളത് വെക്കാം. വെരിഫിക്കേഷൻ. പേറോളിലുള്ള നമ്മുടെ എൻട്രീസ് ഇൻ ദ പേറോൾ നമ്മൾ ടൈം കീപ്പിങ്ങും ടൈം ബുക്കിംഗ് പ്രകാരം കറക്റ്റ്ലി വെരിഫൈ ചെയ്യാം, സർട്ടിഫൈ ചെയ്യാം. സർട്ടിഫൈ എന്ന് പറയുന്നത് എന്താ വെച്ചാൽ ഈ നമ്മൾ കൗണ്ടർ സൈൻ ചെയ്യാം. ഒരു വർക്ക് മാനേജർ നമ്മൾ ഇന്ന ആൾക്ക് നമ്മൾ പേയ്മെൻറ്റ് കൊടുത്തിട്ടുണ്ടെന്നുള്ള രീതി കൗണ്ടർ സൈൻ ചെയ്യാം, ഇൻറ്റേർണൽ ചെക്ക് ചെയ്യാം. പിന്നെ നമ്മൾ വേജസ് പ്രൊവൈഡ് ചെയ്യുന്ന സമയത്ത് എക്സിക്യൂട്ടീവിൻ്റെ പ്രസൻസ് ഉണ്ടായിരിക്കാം. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ് ഐഡിയൽ ടൈം. ഐഡിയൽ ടൈം എന്ന് പറയുന്നത് ഒരു എംപ്ലോയി ടൈം ബുക്കിങ്ങും ടൈം കീപ്പിംഗ് തമ്മിലുള്ള ഡിഫറൻസിനെ നമ്മൾ എന്ത് പറയാം, ഐഡിയൽ ടൈം എന്ന് പറയാം. ഇറ്റ് ഈസ് എ ടൈം സ്പെൻഡ് ബൈ ദ വർക്കർ ഇൻ ദ ഫാക്ടറി ആൻഡ് ടൈം സ്പെൻഡ് ഓൺ ദ ജോബിൽ ഒരു വർക്കർ ടൈം സ്പെൻഡ് ചെയ്തതും ആ വർക്കർ ഫാക്ടറിയിൽ ടൈം സ്പെൻഡ് ചെയ്തതും തമ്മിലുള്ള ഡിഫറൻസിനെ നമ്മൾ എന്ത് വിളിക്കാം, ഐഡിയൽ ടൈം എന്ന് വിളിക്കാം. ഐഡിയൽ ടൈമിൻ്റെ കോസസ് എന്ന് പറയുന്നത് പ്രൊഡക്റ്റീവ് കോസസ് ആയിരിക്കും. ചിലപ്പോൾ മെഷീൻ ബ്രേക്ക് ഡൗൺസ്, പവർ ഫെയിലിയർ, വെയിറ്റിംഗ് ഫോർ വർക്ക്സ്, ടൂൾസ്, അങ്ങനത്തെ കേസിൽ എന്തുണ്ടായിരിക്കും ഐഡിയൽ ടൈം വരും. അഡ്മിനിസ്ട്രേറ്റീവ് കോസസ്, ലാക്ക് ഓഫ് സൂപ്പർവിഷൻ, അൺയൂഷ്വൽ ടീ ബ്രേക്സ്, distance between factory gate and place of works, that is administrative causes. And economic causes എന്ന് പറയുമ്പോൾ സ്ട്രൈക്ക്, ലോക്കൗട്ട്, അണ്ടർ യൂട്ടിലൈസേഷൻ ഓഫ് കപ്പാസിറ്റി ഒക്കെ ഐഡിയൽ ടൈമിൻ്റെ റീസൺസ് ആണ്. ഇനി ഐഡിയൽ ടൈം, നോർമൽ ഐഡിയൽ ടൈം ഉണ്ട്, അബ്നോർമൽ ഐഡിയൽ ടൈം ഉണ്ട്. നോർമൽ ഐഡിയൽ ടൈം എന്ന് പറയുന്നത് അത് റൂട്ടീൻ കോഴ്സ് ഓഫ് മാനുഫാക്ചറിൽ വരുന്നതാണ് നോർമൽ ഐഡിയൽ ടൈം എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ഇൻഹെറിറ്റഡ് ഇൻ ദ പ്രൊഡക്ഷൻ പ്രോസസ്സിൽ അത് ഇൻഹെറിറ്റഡ് ഇൻബിൽഡ് ആണ്. അത് നമുക്ക് നാച്ചുറൽ ആണ്, വി കാൺ അവോയ്ഡബിൾ, അത് ഒഴിവാക്കാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ ടൈം വേസ്റ്റഡ് ഡ്യൂ ടു അൺഅവോയ്ഡബിൾ റീസൺസ് കാരണം നമ്മൾ അതിനെ നോർമൽ ഐഡിയൽ ടൈം എന്ന് വിളിക്കും. ഇനി അബ്നോർമൽ ഐഡിയൽ ടൈം എന്ന് പറയുന്നത് നോർമൽ ഐഡിയൽ ടൈമിൻ്റെ മുകളിൽ വരുന്നതിന് നമ്മൾ അബ്നോർമൽ ഐഡിയൽ ടൈം എന്ന് പറയും. ദാറ്റ് ഈസ് അബ്നോർമൽ റീസൺസ് കാരണം അല്ലെങ്കിൽ അൺആൻസിപ്പേറ്റഡ് റീസൺസ് കാരണം വരുന്ന ഐഡിയൽ ടൈമിനെ നമ്മൾ അബ്നോർമൽ ഐഡിയൽ ടൈം എന്ന് പറയും. അപ്പോൾ അത് അവോയ്ഡ് ചെയ്യാൻ നമുക്ക് പരമാവധി ഒരു ഗ്രേറ്റ് എക്സ്റ്റെൻറ്റ് വരെ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റും. പക്ഷേ അതിന് നമുക്ക് എന്ത് ആവശ്യമുണ്ട്, ദർ ഷുഡ് ബി എ പ്രോപ്പർ സൂപ്പർവിഷനും ആൻഡ് കൺട്രോൾ ഓവർ ലാബ് നമ്മൾ പ്രോപ്പറായി മെയിൻറ്റെയിൻ ചെയ്യണം. ഓക്കെ,
നെക്സ്റ്റ് ഐഡിൽ ടൈമും ഐഡിൽ കപ്പാസിറ്റിയും. ഐഡിൽ ടൈം എന്ന് പറയുന്നത് ടൈം ഡ്യൂറിങ് വിച്ച് വർക്കേഴ്സ് ഡു നോട്ട് പെർഫോം എനി വർക്ക്. വർക്കേഴ്സ് വർക്ക് പെർഫോം ചെയ്യാത്ത ടൈമിനെയാണ് ഐഡിൽ ടൈം എന്ന് പറയുക. ഐഡിൽ കപ്പാസിറ്റി എന്ന് പറയുന്നത് എന്താ വെച്ചാൽ പ്രൊഡക്ഷന് ഷോർട്ടേജ് ഉണ്ടാവാം, ഓർഡേഴ്സിന് കുറവ് കാരണം അല്ലെങ്കിൽ റോ മെറ്റീരിയലിൻ്റെ കാരണം പ്രൊഡക്ഷന് ഷോർട്ടേജ് ഉണ്ടാവുന്നതിനെ നമ്മൾ ഐഡിൽ കപ്പാസിറ്റി എന്ന് പറയാം. ഐഡിൽ ടൈമിൻ്റെ റീസൺ ആയിട്ട് പറയാം ട്രീ ബ്രേക്സ് ആവാം, ചിലപ്പോൾ പവർ ഫെയിലിയർ ആയിരിക്കാം, മെഷീൻ ബ്രേക്ക് ഡൗൺസ് ഒക്കെയാണ് ഐഡിൽ ടൈമിൻ്റെ റീസൺസ്. ഐഡിൽ കപ്പാസിറ്റിൻ്റെ റീസൺസ് ആയി പറയുന്നത് ടെക്നോളജിക്കൽ ഒബ്സൊലീൻസ് അല്ലെങ്കിൽ റോങ് ഡിമാൻഡ് എസ്റ്റിമേറ്റ്സ്, എക്കണോമിക് ഡിപ്രഷൻ, ഇതെല്ലാമാണ് ഐഡിൽ കപ്പാസിറ്റിയുടെ റീസൺസ് ആയി പറയാം. ഐഡിൽ ടൈം എന്ന് പറയുന്നത് കൺട്രോളബിൾ ഫാക്ടേഴ്സ് ഉണ്ട്, അൺകൺട്രോളബിൾ ഉണ്ട്. ഐഡിൽ കപ്പാസിറ്റി അൺകൺട്രോളബിൾ ഫാക്ടേഴ്സ് കാരണമാണ് അറേസ് ചെയ്യുക എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഡിഫറൻസ് ബിറ്റ്വീൻ ഐഡിൽ ടൈം ആൻഡ് ഓവർ ടൈം. ഐഡിൽ ടൈം റെഫേഴ്സ് ടു ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ടൈം കീപ്പിംഗ് ടൈം ബുക്കിംഗ് തമ്മിലുള്ളതിനെ നമ്മൾ ഐഡിൽ ടൈം എന്ന് വിളിക്കാം. ഓവർ ടൈം എന്ന് പറയുമ്പോൾ എ വർക്കർ സ്പെൻഡ് ഹിസ് എക്സ്ട്രാ ടൈം വിത്ത് ദ വർക്ക്. നോർമൽ ടൈമിനെക്കാട്ടി അയാളുടെ എക്സ്ട്രാ ടൈം ഒരു വർക്കിൽ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കാം, നോർമൽ ടൈം എന്ന് വിളിക്കാം. ഐഡിൽ ടൈം ഈസ് അൺപ്രൊഡക്ടിവിറ്റിയാണ്. ഓവർ ടൈം എന്ന് പറയുന്നത് എന്താണ്, പ്രൊഡക്ടിവിറ്റിയാണ്. ഓവർ ടൈം എന്ന് പറയുമ്പോൾ ഡൗട്ടുമില്ല അതിൽ പ്രൊഡക്ഷനാണ് കൂടുതൽ. ഐഡിൽ ടൈമിന് അൺഅവോയ്ഡബിൾ ആണ്, ഓവർ ടൈം നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഐഡിൽ ടൈം എന്ന് പറയുന്ന സമയത്ത് നമുക്ക് ലോസ് ഓഫ് നോർമൽ ടൈം റേറ്റ് നമുക്ക് അവിടെ ലോസ് ചെയ്യാണ്. ഓവർ ടൈമിൻ്റെ കേസിൽ അഡീഷണൽ ടൈം റേറ്റ് നമുക്ക് അവിടെ അവൈലബിൾ ആവുകയാണ്. നെക്സ്റ്റ് ടോപ്പിക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഓവർഹെഡ് ആണ്. സോ വാട്ട് ഈസ് മീൻ ബൈ എ ഓവർഹെഡ്? ഓവർഹെഡ് എന്ന് പറയുന്നത് ഇൻഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റ്, ഇൻഡയറക്റ്റ് ലാബർ കോസ്റ്റ്, ഇൻഡയറക്റ്റ് എക്സ്പെൻസസിൻ്റെ ഒരു എഗ്രിഗേഷനാണ്, അല്ലെങ്കിൽ ടോട്ടലിനെയാണ് നമ്മൾ എന്ത് വിളിക്കാം, ഓവർഹെഡ് എന്ന് വിളിക്കാം. അപ്പോൾ ഓവർഹെഡ് എന്ന് പറയുമ്പോൾ നമുക്കൊരു പ്രൊഡക്റ്റിന് ഈസിലി ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റില്ല. അതിൻ്റെ ഒരു വേറൊരു പ്രോബ്ലം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് മോർ ദാൻ വൺ കോസ്റ്റ് യൂണിറ്റ് ഉണ്ടായിരിക്കും. ഒരു കോസ്റ്റ് സെൻറ്റർ അല്ലെങ്കിൽ കോസ്റ്റ് യൂണിറ്റിലോട് സ്പെസിഫൈ ചെയ്തിട്ടുണ്ടായിരിക്കില്ല ഏതിൻ്റെ കേസിൽ, ഓവർഹെഡ്. അപ്പോൾ എല്ലാ ഇൻഡയറക്റ്റ് കോസ്റ്റിനെയും കൂടി നമുക്ക് ഒരുമിച്ച് വിളിക്കാൻ പറ്റുന്ന പേരാണ് ഓവർഹെഡ് എന്ന് പറയുന്നത്. According to Blocker and Weltmerton definition പ്രകാരം overhead costs are the operating cost of business enterprises which cannot be traced directly to a particular unit of output. ഒരു പെർട്ടിക്കുലർ യൂണിറ്റ് ഓഫ് ഔട്ട്പുട്ടിൽ നിന്ന് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ട്രേസ് ചെയ്യാൻ പറ്റാത്ത എല്ലാ ഓപ്പറേറ്റിംഗ് കോസ്റ്റ് ഓഫ് എ ബിസിനസ്സിനെ നമ്മൾ എന്ത് വിളിക്കും, ഓവർഹെഡ് എന്ന് വിളിക്കും. അപ്പോൾ ഓവർഹെഡ് എന്ന് പറയുമ്പോൾ അത് എല്ലാം ട്രേസ് ചെയ്യാൻ പറ്റാത്ത, ഡയറക്റ്റ്ലി നമുക്ക് ട്രേസ് ചെയ്യാൻ പറ്റാത്ത, ദാറ്റ് ഈസ് ടു എ യൂണിറ്റ് ഓഫ് ഔട്ട്പുട്ടിനോട് ഡയറക്റ്റ്ലി നമുക്ക് ട്രേസ് ചെയ്യാൻ പറ്റാത്ത എല്ലാ ഓപ്പറേറ്റിംഗ് കോസ്റ്റ് ഓഫ് എ ബിസിനസ് എൻ്റർപ്രൈസസിനെ നമ്മൾ ഓവർഹെഡ് എന്നാണ് പറയുക. ഇനി അതിൻ്റെ സ്റ്റെപ്സ് ആണ്. ആദ്യം ഓവർഹെഡിൻ്റെ സ്റ്റെപ്സ് എന്ന് പറയുന്നത്, ഫസ്റ്റ് വി ഹാവ് ടു ഓവർഹെഡിനെ ക്ലാസിഫൈ ചെയ്യണം. ക്ലാസിഫിക്കേഷൻ ഓഫ് ഓവർഹെഡ്. ഓവർഹെഡിൻ്റെ ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ഓൺ ദ ബേസ് ഓഫ് ഫംഗ്ഷൻ്റെ ബേസിൽ, അതിൻ്റെ എലമെൻ്റ് ബേസിൽ, ബിഹേവിയറിൻ്റെ ബേസിലുണ്ടായിരിക്കും. ചിലപ്പോൾ കൺട്രോളബിലിറ്റിയുടെ ബേസിൽ നമ്മൾ എന്ത് ചെയ്യും, ഓവർഹെഡിനെ ക്ലാസിഫൈ ചെയ്യും. അപ്പോൾ ക്ലാസിഫിക്കേഷൻ ഓഫ് ഓവർഹെഡ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് ഗ്രൂപ്പിംഗ് ദ വേരിയസ് ഐറ്റം ഓഫ് ഓവർഹെഡ് ഇൻ ടു ഡിഫറെൻറ്റ് ക്ലാസസ് ഓർ ഗ്രൂപ്പ് അക്കോർഡിംഗ് ടു ദർ കോമൺ ക്യാരക്ടറിസ്റ്റിക്സ്. അവരുടെ കോമൺ ക്യാരക്ടറിസ്റ്റിക്സ് യൂസ് ചെയ്തിട്ട് നമ്മൾ ഓവർഹെഡിനെ ഡിഫറെൻറ്റ് ഗ്രൂപ്പ്സ് ആയിട്ട്, അല്ലെങ്കിൽ ഓവർഹെഡിലെ ഡിഫറെൻറ്റ് വേരിയസ് ഐറ്റം ഓഫ് ഓവർഹെഡിനെ ഡിഫറെൻറ്റ് ഗ്രൂപ്പായിട്ട് ക്ലാസിഫൈ ചെയ്യുന്ന പ്രോസസ്സിനാണ് ക്ലാസിഫിക്കേഷൻ ഓഫ് ഓവർഹെഡ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ കോഡിഫിക്കേഷൻ ആൻഡ് കളക്ഷൻ ഓഫ് ഓവർഹെഡ്, അത് നമുക്ക് ഡീറ്റെയിൽ നോക്കാം. മൂന്നാമത്തെ സ്റ്റെപ്പ്, തേർഡ് സ്റ്റെപ്പ് എന്ന് പറയുമ്പോൾ അലോക്കേഷൻ ആൻഡ് അപ്പോർച്ച്മെൻറ്റ് ഓഫ് ഓവർഹെഡ്. Fourth step, reapportionment of overhead, and the final absorption of overhead. These are the important steps in overhead. നെക്സ്റ്റ് ഓവർഹെഡ് വേഴ്സസ് ഇൻഡയറക്റ്റ് എക്സ്പെൻസസ്. ഓവർഹെഡും ഇൻഡയറക്റ്റ് എക്സ്പെൻസസും നമ്മൾ സിനോണിമസ് ആയിട്ടാണ്, സെയിം മീനിങ്ങിലാണ് പറയുക. പക്ഷേ ഇൻ റിയാലിറ്റി ദീസ് ടു ആർ ഡിഫറെൻ്റ് ആണ്. ഓവർഹെഡ് എന്ന് പറയുന്നത് ഇറ്റ്സ് മോർ ദാൻ ഇൻഡയറക്റ്റ് എക്സ്പെൻസസ്. ഇൻഡയറക്റ്റ് എക്സ്പെൻസസ് ഈസ് എ പാർട്ട് ഓഫ് ഓവർഹെഡ് ആണ്. ശരിക്കും നമ്മുടെ ഇൻഡയറക്റ്റ് എക്സ്പെൻസസ് എന്ന് പറയുന്നത് ഒരു ഓവർഹെഡിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന പാർട്ടാണ്. ഇൻഡയറക്റ്റ് മെറ്റീരിയലും ഇൻഡയറക്റ്റ് ലാബറും ഇൻഡയറക്റ്റ് എക്സ്പെൻസസ് കൂടിയതിനാണ് നമ്മൾ എന്ത് വിളിക്കാം, ഓവർഹെഡ് എന്ന് വിളിക്കാം. അപ്പോൾ ഓവർഹെഡ് ഈസ് ഇൻഡയറക്റ്റ് എക്സ്പെൻസസ് ഈസ് എ പാർട്ട് ഓഫ് ഓവർഹെഡ് ആണ്. ഓവർഹെഡ് എന്ന് പറഞ്ഞാൽ അതൊരു വൈഡർ ടേം ആണ് ഓവർഹെഡ് എന്ന് പറഞ്ഞാൽ. നെക്സ്റ്റ് നമ്മൾ സ്റ്റെപ്സ് പറഞ്ഞു. ഫസ്റ്റ് സ്റ്റെപ്പ് ഇൻ ദ ഓവർഹെഡ് ഈസ് ദ ക്ലാസിഫിക്കേഷൻ ഓഫ് ഓവർഹെഡ്. ഓവർഹെഡിൻ്റെ ക്ലാസിഫിക്കേഷൻ നമ്മൾ ഫംഗ്ഷൻ വൈസിൽ, ബിഹേവിയർ വൈസിൽ, എലമെൻറ്റ് വൈസിൽ ആൻഡ് കൺട്രോളബിലിറ്റിയുടെ വൈസിൽ നമ്മൾ ക്ലാസിഫൈ ചെയ്യും. ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ ദാറ്റ് ഈസ് ഓൺ ദ ബേസിസ് ഓഫ് ഫംഗ്ഷൻ്റെ ബേസിൽ ഫസ്റ്റ് നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നത് മാനുഫാക്ചറിങ് ഓർ പ്രൊഡക്ഷൻ ഓവർഹെഡ്. മാനുഫാക്ചറിങ് ഓർ പ്രൊഡക്ഷൻ ഓവർഹെഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഈസ് ദ അഗ്രിഗേറ്റ് ഓഫ് ഇൻഡയറക്റ്റ് കോസ്റ്റ് റിലേറ്റ് ഇൻ ദ ഫാക്ടറി. ഒരു പ്രൊഡക്ഷനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ഫാക്ടറിയിലുള്ള ഇൻഡയറക്റ്റ് കോസ്റ്റിൻ്റെ അഗ്രിഗേറ്റിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, മാനുഫാക്ചർ ഓർ പ്രൊഡക്ഷൻ ഓവർഹെഡ് വരാം. അതിൽ ഇൻഡയറക്റ്റ് മെറ്റീരിയൽസ് വരും, ഇൻഡയറക്റ്റ് ലാബർ വരും, ഇൻഡയറക്റ്റ് എക്സ്പെൻസസ് വരും. ഇൻഡയറക്റ്റ് മെറ്റീരിയൽ ലൈക്ക് വരുന്നത് കോട്ടൺ വേസ്റ്റ്, ലൂബ്രിക്കൻസ്, ഓയിൽ. ഇൻഡയറക്റ്റ് ലാബർ എന്ന് പറയുമ്പോൾ സൂപ്പർവൈസേഴ്സ്, ഇൻസ്പെക്ടേഴ്സ് വരും. അതേപോലെ തന്നെ ഇൻഡയറക്റ്റ് എക്സ്പെൻസസ്, റെൻറ്റ്, റേറ്റ് എല്ലാം വരും. അപ്പോൾ ഒരു മാനുഫാക്ചറിങ് അല്ലെങ്കിൽ ഒരു
ഫാക്ടറിയിൽ വരുന്ന ഇൻഡയറക്റ്റ് കോസ്റ്റ് ആണ് ഏത് വരാം, മാനുഫാക്ചറിങ് ഓർ പ്രൊഡക്ഷൻ ഓവർഹെഡ്സ് എന്ന് പറഞ്ഞ കാറ്റഗറിയിൽ വരാം. ഇനി രണ്ടാമത്തെ അഡ്മിനിസ്ട്രേഷൻ ഓവർഹെഡ്. അഡ്മിനിസ്ട്രേഷൻ ഓവർഹെഡ് എന്ന് പറയുമ്പോൾ ഓഫീസിൽ വരുന്ന ഓഫീസ് സ്റ്റേഷനറി ആൻഡ് പ്രിൻറ്റിംഗ്, ഇൻഡയറക്റ്റ് ലാബർ ലൈക്ക് സാലറി ഓഫ് ഓഫീസ് ക്ലർക്ക്, റെൻറ്റ് ആൻഡ് റേറ്റ് ഓഫ് ഇൻഷുറൻസ് ആൻഡ് ഓഫ് ഓഫീസ്, ലൈറ്റിംഗ് ഹീറ്റിംഗ് എക്സ്പെൻസസ് ഓഫ് ഓഫീസ്. അങ്ങനത്തെ ഒരു ഓഫീസിൽ വരുന്ന ഓവർഹെഡിനെയാണ് നമ്മൾ അഡ്മിനിസ്ട്രേഷൻ ഓവർഹെഡ് എന്ന് പറയാം. സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർഹെഡ്. സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർഹെഡ് എന്ന് പറയുമ്പോൾ ഒരു പ്രൊഡക്റ്റ് സെല്ല് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടി വരുന്ന എക്സ്പെൻസസിനെയാണ്, ആ വരുന്ന ഇൻഡയറക്റ്റ് എക്സ്പെൻസസിനെ ടോട്ടലി നമ്മൾ പറയും സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർഹെഡ്. അതിൽ വരുന്ന ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുന്നത് ഇൻഡയറക്റ്റ് മെറ്റീരിയൽസ് ലൈക്ക് പ്രിൻറ്റിങ്, സ്റ്റേഷനറി, കാറ്റലോഗ്സ്, അതെല്ലാം ഇൻഡയറക്റ്റ് മെറ്റീരിയൽസ് ആണ്. ഓക്കെ, ഇൻഡയറക്റ്റ് സാലറി എന്ന് പറയുമ്പോൾ സെയിൽസ്മാൻ്റെ സാലറി, സെയിൽസ്മാൻ്റെ വേജസ്, ട്രാവലേഴ്സിൻ്റെ വേജസ്, അതെല്ലാം ഇൻഡയറക്റ്റ് ആയിട്ട് വരുന്ന ലാബേഴ്സ് ആണ്. ഇൻഡയറക്റ്റ് എക്സ്പെൻസസ് എന്ന് പറയുമ്പോൾ ഇൻഷുറൻസ്, ഷോറൂമിൻ്റെ ഇൻഷുറൻസ്, ഗോഡൗണിൻ്റെ എക്സ്പെൻസസ്, ഇതെല്ലാമാണ് ഇതിൽ വരാം ഇൻഡയറക്റ്റ് എക്സ്പെൻസസ്. അപ്പോൾ ഒരു സെല്ലിങ്ങും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, ഒരു പ്രൊഡക്റ്റ് സെല്ല് ചെയ്യാൻ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടി വരുന്ന എല്ലാ ഇൻഡയറക്റ്റ് കോസ്റ്റും ദാറ്റ് ഈസ് കം അണ്ടർ ദ സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർഹെഡ്. ആൻഡ് ഫൈനലി റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ഓവർഹെഡ്. റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ഓവർഹെഡ് എന്ന് പറയുമ്പോൾ ഒരു പ്രൊഡക്റ്റ് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ന്യൂ ആപ്ലിക്കേഷൻ ഓഫ് മെറ്റീരിയൽസ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ പുതിയ മെത്തേഡ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയൊക്കെ വരുന്ന എക്സ്പെൻസസ്, അതിന് വേണ്ടി വരുന്ന എല്ലാ ഇൻഡയറക്റ്റ് കോസ്റ്റും ഏതിൽ വരും, ദാറ്റ് കം അണ്ടർ ദ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ഓവർഹെഡ്. അപ്പോൾ ഫംഗ്ഷൻ വൈസ് ക്ലാസിഫിക്കേഷൻ ആണ് ഇവിടെ പറഞ്ഞത്. നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് ബിഹേവിയർ വൈസ് ക്ലാസിഫിക്കേഷൻ. ബിഹേവിയർ വൈസ് ക്ലാസിഫിക്കേഷനിൽ നമ്മൾ ഫിക്സഡ് ഓവർഹെഡ് ഉണ്ട്, വേരിയബിൾ ഓവർഹെഡ് ഉണ്ട്, സെമി ഫിക്സഡ് ഓർ സെമി വേരിയബിൾ ഓവർഹെഡ് ഉണ്ട്. അപ്പോൾ എന്താണ് ഫിക്സഡ് ഓവർഹെഡ്? ഫിക്സഡ് ഓവർഹെഡ് എന്ന് പറയുന്നത് വോളിയം ഓഫ് ഔട്ട്പുട്ട് കൂടുന്നതിനനുസരിച്ചിട്ട് അല്ലെങ്കിൽ കുറയുന്നതിനനുസരിച്ചിട്ട് നമ്മളുടെ ഓവർഹെഡിൽ ചേഞ്ച് വരാത്തതാണ് ഫിക്സഡ് ഓവർഹെഡ് എന്ന് പറയാം. അപ്പോൾ വോളിയം ഓഫ് ഔട്ട്പുട്ട് ലൈക്ക് റെൻറ്റ് ഓഫ് ബിൽഡിംഗ്, ഇൻഷുറൻസ് ഓഫ് ബിൽഡിംഗ്, പ്ലാന്റ്, ഇതിലൊന്നും നമ്മൾ ഔട്ട്പുട്ട് കൂടിയെന്ന് വിചാരിച്ച് യാതൊരു ചേഞ്ചും വരില്ല. അതാണ് ഫിക്സഡ് ഓവർഹെഡിൽ വരാം. ഇനി രണ്ടാമത്തെ വേരിയബിൾ ഓവർഹെഡ് എന്ന് പറയുമ്പോൾ ഇറ്റ് വിൽ ചേഞ്ച് വിത്ത് ദ വോളിയം ഓഫ് ഔട്ട്പുട്ട്. നമ്മുടെ ആക്ടിവിറ്റി കൂടും തോറും എന്ത് കൂടും, നമ്മുടെ പ്രൊപ്പോർഷൻ കൂടും. ഇപ്പോൾ വോളിയം ലെവൽ ഓഫ് ആക്ടിവിറ്റി ഇൻക്രീസ് ചെയ്താൽ നമ്മുടെ നമ്മുടെ വേരിയബിൾ ഓവർഹെഡ് ഇൻക്രീസ് ചെയ്യും. ലെവൽ ഓഫ് ആക്ടിവിറ്റി ഡിക്രീസ് ചെയ്താൽ നമ്മുടെ വേരിയബിൾ ഓവർഹെഡ് ഡിക്രീസ് ചെയ്യും. ഇനി സെമി വേരിയബിൾ ഓവർഹെഡ് ആണ്. സെമി വേരിയബിൾ ഓവർഹെഡ് എന്ന് പറയുമ്പോൾ അത് ഫുള്ളി വേരിയബിൾ അല്ല, ഫുള്ളി ഫിക്സഡ് അല്ല. ഇപ്പോൾ ഡിപ്രീസിയേഷൻ, ടെലിഫോൺ ചാർജസ്, ഇതെല്ലാമാണ് സെമി വേരിയബിൾ ഓവർഹെഡിൻ്റെ ബേസിൽ വരാം. സോ ഓവർഹെഡ് ഓൺ ദ basis of behavior we classified into 3: fixed overhead, variable overhead and semi variable overhead. ഇനി എലമെൻറ്റ് വൈസ് ക്ലാസിഫിക്കേഷൻ. എലമെൻറ്റ് വൈസ് ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരുപാട് പഠിച്ചതാണ്. ഇൻഡയറക്റ്റ് മെറ്റീരിയലും ഇൻഡയറക്റ്റ് ലാബറും ഇൻഡയറക്റ്റ് എക്സ്പെൻസസ് ആണ് എലമെൻറ്റ് വൈസ് ക്ലാസിഫിക്കേഷനിൽ വരാം. ആൻഡ് നെക്സ്റ്റ് ഈസ് കൺട്രോളബിലിറ്റി ബേസ്ഡ് ക്ലാസിഫിക്കേഷൻ. കൺട്രോളബിൾ ഓവർഹെഡും ഉണ്ട്, അൺകൺട്രോളബിൾ ഓവർഹെഡും ഉണ്ട്. കൺട്രോളബിൾ ഓവർഹെഡ് എന്ന് പറയുന്നത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മാനേജ്മെൻറ്റിന് പ്രോപ്പർ കൺട്രോൾ എക്സസൈസ് ചെയ്യാൻ പറ്റും. വേരിയബിൾ ഓവർഹെഡ് ആണ്. വേരിയബിൾ ഓവർഹെഡ് പ്രൊഡക്ഷൻ്റെ ലെവൽ ഓഫ് ആക്ടിവിറ്റി കൂടിയാലും കുറഞ്ഞാലും ഏത് കൂടും, വേരിയബിൾ ഓവർഹെഡ് കൂടുകയും ചെയ്യും, കുറയുകയും ചെയ്യും. അൺകൺട്രോളബിൾ ഓവർഹെഡ് എന്ന് പറയുന്നത് മാനേജ്മെൻറ്റിൻ്റെ കൺട്രോളിൽ നിൽക്കുന്നതല്ല, ഇറ്റ് ഈസ് ബിയോണ്ട് ദ കൺട്രോൾ ഓഫ് മാനേജ്മെൻ്റ് ആണ്. അതിൻ്റെ ബെസ്റ്റ് എക്സാമ്പിളാണ് ഫിക്സഡ് ഓവർഹെഡ് എന്ന് പറയുന്നത്. സോ ക്ലാസിഫിക്കേഷൻ ഓഫ് ഓവർഹെഡ് ഓൺ ദ ബേസിസ് ഓഫ് എലമെൻറ്റ് കൺട്രോളബിലിറ്റി ആണ് ഇവിടെ പറഞ്ഞത്. ഇനി നെക്സ്റ്റ് ടോപ്പിക് കോഡിഫിക്കേഷൻ ആൻഡ് കളക്ഷൻ ഓഫ് ഓവർഹെഡ് ആണ്. ഒരു ഓവർഹെഡിൻ്റെ കോഡിഫിക്കേഷനും കളക്ഷനുമാണ് പറയുന്നത്. അപ്പോൾ എല്ലാ ഐറ്റത്തിനെ നമ്മൾ പ്രോപ്പറായിട്ട് കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ സൂട്ടബിൾ അക്കൗണ്ട്സിൻ്റെ കീഴിൽ, അതായത് സൂട്ടബിൾ ഹെഡിൻ്റെ കീഴിൽ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ നെക്സ്റ്റ് എന്ത് ചെയ്യണം, വി ഹാവ് ടു ലൈക്ക് ഡിപ്രീസിയേഷൻ ആണെങ്കിൽ അത് ബിൽഡിങ്ങിൻ്റെ ഹെഡിൽ കൊടുക്കാം, അല്ലെങ്കിൽ ഫാക്ടറി അസറ്റിൻ്റെ ഹെഡിൽ കൊടുക്കാം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാം, നമ്മൾ ഏതൊരു ഐറ്റം ആണോ അതിനെ പ്രോപ്പർ ഹെഡിൽ കൊടുക്കുന്നതാണ് കോഡിഫിക്കേഷൻ ഓർ കളക്ഷൻ ഓഫ് ഓവർ. That is, overhead are collected from different sources and that have to be put under a suitable account. This is called a collection of overhead എന്നാണ് പറയുന്നത്. അപ്പോൾ കളക്ഷൻ ഓഫ് ഓവർഹെഡ് എന്ന് പറയുന്നത് വേരിയസ് ഐറ്റം ഓഫ് ഓവർഹെഡ് അണ്ടർ സൂട്ടബിൾ അക്കൗണ്ട് ഹെഡിങ്ങിൽ നമ്മൾ കളക്ട് ചെയ്യാം. എന്നിട്ട് നമ്മൾ സെപ്പറേറ്റ് സ്റ്റാൻഡിംഗ് അക്കൗണ്ട് പ്രകാരം അല്ലെങ്കിൽ സ്റ്റാൻഡിംഗ് ഓർഡർ നമ്പർ പ്രകാരം ഓരോന്നിനെയും കോഡിഫൈ ചെയ്യാം. അതാണ് നമ്മൾ എന്ത് വിളിക്കാം, വി ക്യാൻ കോൾ ഇറ്റ് ആസ് എ കോഡിഫിക്കേഷൻ ആൻഡ് കളക്ഷൻ ഓഫ് ഓവർഹെഡ് എന്ന് വിളിക്കാം. നെക്സ്റ്റ് ടോപ്പിക്ക് ഡിപ്പാർട്ട്മെൻറ്റലൈസേഷൻ ഓഫ് ഓവർഹെഡ് ഓർ അലോക്കേഷൻ ഓർ അപ്പോച്ച്മെൻറ്റ് ഓഫ് ഓവർഹെഡ്. അപ്പോൾ നമ്മൾ ആദ്യം നമ്മൾ കണ്ടു ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഓവർഹെഡിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പായിട്ടുള്ള ക്ലാസിഫിക്കേഷൻ ചെയ്തു, ഓവർഹെഡിനെ ക്ലാസിഫൈ ചെയ്തു, പിന്നെ അതിനെ കളക്ട് ചെയ്തു, അതിനെ കോഡിഫൈ ചെയ്തു. നെക്സ്റ്റ് സ്റ്റെപ്പാണ് ഡിപ്പാർട്ട്മെൻറ്റലൈസേഷൻ ഓഫ് ഓവർഹെഡ് ഓർ വി ക്യാൻ കോൾ ഇറ്റ് ആസ് എ അലോക്കേഷൻ ആൻഡ് അപ്പോച്ച്മെൻറ്റ് ഓഫ് ഓവർഹെഡ്. അപ്പോൾ
ഒരു ഫാക്ടറിയിലെ സ്മൂത്ത് ആൻഡ് എഫിഷ്യൻറ്റ് വർക്കിങ്ങിന് വേണ്ടിയിട്ട് ഫാക്ടറിനെ നമ്മൾ സബ് ഡിവിഷൻസ് ഓർ സെക്ഷൻസ് ആയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. അതിന് നമ്മൾ പറയുന്ന പേരാണ് ഡിപ്പാർട്ട്മെൻറ്റ്സ്. അപ്പോൾ രണ്ട് ടൈപ്പിൽ ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ടായിരിക്കും. ഒന്ന് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റും രണ്ടാമത്തെ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റും. അപ്പോൾ ഈ ഒരു ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഓവർ ഹെഡിനെ അലോക്കേഷൻ ചെയ്യാം, അപ്പോർഷൻ ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് വിളിക്കാം? ഡിപ്പാർട്ട്മെൻറ്റലൈസേഷൻ ഓഫ് ഓവർ ഹെഡ് ഓർ പ്രൈമറി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയും. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. രണ്ട് ടൈപ്പ് ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ട്, പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റും ഉണ്ട്, സർവീസ് ഡിപ്പാർട്ട്മെൻറ്റും ഉണ്ട്. ഈ ഡിഫറെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്സിൽ നമ്മൾ ഓവർ ഹെഡിനെ അലോക്കേറ്റ് ചെയ്യാം, അപ്പോർഷൻ ചെയ്യുന്ന പ്രോസസ്സിനെയാണ് വി കോൾ ഇറ്റ് ആസ് എ ഡിപ്പാർട്ട്മെൻറ്റലൈസേഷൻ ഓഫ് ഓവർ ഹെഡ് ഓർ പ്രൈമറി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയും. ഇനി അതിൻ്റെ നെക്സ്റ്റ് പോയിന്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് എന്താണ് ഒരു ഡിപ്പാർട്ട്മെൻറ്റലൈസേഷൻ്റെ അഡ്വാൻറ്റേജസ് ആണ് നമുക്ക് നോക്കേണ്ടത്. ഫസ്റ്റ് അഡ്വാൻറ്റേജ് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പ്രോപ്പറായിട്ട് കോസ്റ്റ് അസർട്ടൈൻ ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുമെന്ന് പറയുന്നത്. രണ്ടാമത്തത് ആക്ച്വലും ബഡ്ജറ്റും തമ്മിൽ പ്രോപ്പറായിട്ട് ആക്ച്വൽ ഓവർ ഹെഡ് ഇൻകർ ചെയ്തതും നമ്മൾ ബഡ്ജറ്റ് ചെയ്തതും തമ്മിൽ പ്രോപ്പറായിട്ട് കമ്പയർ ചെയ്തിട്ട് നമുക്ക് കൺട്രോളിങ് പോസിബിൾ ആയിരിക്കും. പിന്നെ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ മേലെ കൺട്രോൾ എക്സസൈസ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. ഫോർകാസ്റ്റ് ചെയ്യാനും എസ്റ്റിമേഷനും ആക്യുറേറ്റ് ഫോർകാസ്റ്റിങ്ങിനും എസ്റ്റിമേഷനും നമ്മൾ ഡിപ്പാർട്ട്മെൻറ്റലൈസേഷൻ ഹെൽപ്പ് ചെയ്യും. ആൻഡ് ഫൈനലി വർക്കിംഗ് പ്രോഗ്രസ് കറക്റ്റായിട്ട് അസർട്ടൈൻ ചെയ്യാൻ വേണ്ടിയും ഹെൽപ്പ് ചെയ്യും. നെക്സ്റ്റ് നമുക്ക് നോക്കേണ്ടത് സ്റ്റെപ്സ് ആണ്. ഡിപ്പാർട്ട്മെൻറ്റലൈസേഷൻ ഓഫ് ഓവർ ഹെഡിൽ നമുക്ക് പറയുന്നത് 3 സ്റ്റെപ്സ് ആണ്. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് അലോക്കേഷൻ ഓഫ് ഓവർ ഹെഡ്. ഫസ്റ്റ് ഓവർ ഹെഡ് നമ്മൾ എന്ത് ചെയ്യുക? അലോക്കേറ്റ് ചെയ്യാം. അലോക്കേഷൻ ഓഫ് ഓവർ ഹെഡ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ പ്രോസസ് ഓഫ് ചാർജിങ് ഫുൾ എമൗണ്ട് ഓഫ് ഓവർ ഹെഡ് ടു എ പെർട്ടിക്കുലർ ഡിപ്പാർട്ട്മെൻറ്റ് ഓർ കോസ്റ്റ് സെൻറ്റർ. ഒരു പെർട്ടിക്കുലർ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് അല്ലെങ്കിൽ കോസ്റ്റ് സെൻറ്ററിലേക്ക് ഫുള്ളായിട്ടുള്ള ഓവർ ഹെഡ് അലോക്കേറ്റ് ചെയ്യുന്ന പ്രോസസ്സാണ്. കറക്റ്റ് എമൗണ്ട് ഓഫ് അല്ലെങ്കിൽ ഫുൾ എമൗണ്ട് ഓഫ് ഓവർ ഹെഡ് പെർട്ടിക്കുലർ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് അലോക്കേറ്റ് ചെയ്യുന്നതാണ് ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് പറയുന്നത്. അപ്പോൾ അലോക്കേഷൻ ഓഫ് ഓവർ ഹെഡ് എപ്പോഴാണ് പോസിബിൾ വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോന്നും നമ്മൾ ഏത് ഡിപ്പാർട്ട്മെൻറ്റിലാണുള്ളത് അല്ലെങ്കിൽ ഏത് കോസ്റ്റ് സെൻറ്ററിലാണ് അത് അലോക്കേറ്റ് ചെയ്യേണ്ടതെന്ന് കറക്റ്റായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാം. So that is the first step. Second one, apportionment of overhead. നമ്മൾ അലോക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓവർ ഹെഡ് എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് കനോട്ട് ബി ഫുള്ളി ഐഡൻറ്റിഫൈഡ് വിത്ത് പെർട്ടിക്കുലർ ഡിപ്പാർട്ട്മെൻറ്റ് ഓർ ഓഫ് കോസ്റ്റ് സെൻറ്റർ അല്ലേ. ഒരു പെർട്ടിക്കുലർ ഡിപ്പാർട്ട്മെൻറ്റ് കോസ്റ്റ് സെൻറ്റർ പ്രകാരം നമുക്ക് ഓവർ ഹെഡിനെ ഫുള്ളി ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റില്ല. ചില കേസസിൽ എന്തുണ്ടായിരിക്കും, അതിനെ വീണ്ടും നമ്മൾ അപ്പോർഷൻ ചെയ്യണം, ചില കേസസിൽ അതിനെ അപ്പോർഷൻ ചെയ്യണം. അപ്പോൾ പ്രോസസ് ഓഫ് ചാർജിങ് പ്രൊപ്പോർഷനേറ്റ് എമൗണ്ട് ഓഫ് ഓവർ ഹെഡ് ടു ദ വേരിയസ് ഡിപ്പാർട്ട്മെൻറ്റ് ഓൺ സൂട്ടബിൾ ബേസിസ്. ഇപ്പോൾ നമ്മുടെ ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെൻറ്റ് നമുക്ക് ചിലപ്പോൾ എംപ്ലോയീസിന് നമ്മൾ ചിലപ്പോൾ സൂപ്പർവൈസേഴ്സ് ഉണ്ടായിരിക്കും. ദെൻ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ സൂപ്പർവൈസേഴ്സ് ഉണ്ടായിരിക്കും. മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റിൽ സൂപ്പർവൈസർ ഉണ്ടായിരിക്കും. അപ്പോൾ ഈ സൂപ്പർവൈസർ എന്ന് പറയുമ്പോൾ ഹ്യൂമൻ റിസോഴ്സ് HRM ഡിപ്പാർട്ട്മെൻറ്റിലെയും പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും ഉണ്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഇവർ ചാർജ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അങ്ങനത്തെ കേസിൽ നമ്മൾ എന്ത് ചെയ്യണം, കറക്റ്റ് പ്രൊപ്പോർഷനോട്ടിൽ ഓവർ ഹെഡിന് നമ്മൾ ഡിഫറെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ നമ്മൾ എന്ത് ചെയ്യണം, അലോക്കേറ്റ് ചെയ്യണം. അതാണ് അപ്പോർഷൻമെൻറ്റ് ഓഫ് ഓവർ ഹെഡ് എന്ന് പറയുന്നത്. ആൻഡ് ഫൈനലി റീഅപ്പോർഷൻമെൻ്റ് ആണ്. റീഅപ്പോർഷൻമെൻറ്റ് എന്ന് പറയുമ്പോൾ പ്രൈമറി ഡിസ്ട്രിബ്യൂഷനിൽ നമ്മൾ ആദ്യം പറഞ്ഞു, നമ്മൾ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിലും സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിലും ഓവർ ഹെഡിനെ അപ്പോർഷൻ ചെയ്യുന്ന പ്രോസസ്സിനെയാണ് പ്രൈമറി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയും. അപ്പോൾ പ്രൈമറി ഡിസ്ട്രിബ്യൂഷനിൽ നമ്മൾ ഓവർ ഹെഡ് അലോക്കേഷനും അപ്പോർഷൻമെൻറ്റും നടത്തിയിട്ടുണ്ടായിരിക്കും. അത് നമ്മൾ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ആവട്ടെ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് ആവട്ടെ രണ്ടുപേർക്കും കൊടുത്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് കേസിൽ എന്താ വെച്ചാൽ അത് ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല, പക്ഷേ അത് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിനെ ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർ ശരിക്കും ഡയറക്റ്റ്ലി അല്ല ഇൻഡയറക്റ്റ്ലി കോൺട്രിബ്യൂട്ട് ടു പ്രൊഡക്ഷൻ ഉണ്ട്. അതുകൊണ്ട് തന്നെ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നുള്ള പോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, സർവീസ് ഡിപ്പാർട്ട്മെൻറ്റും ആ ബെനിഫിറ്റ് ഷെയർ ചെയ്യണം എന്നാണ് പറയുന്നത്. അപ്പോൾ ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് അപ്പോർഷൻമെൻറ്റ് ഓഫ് ഓവർ ഹെഡ് ടു ദ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഓവർ ഹെഡ് ഓഫ് ദ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് ടു ദ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ്. അപ്പോൾ നമ്മുടെ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിലെ ഓവർ ഹെഡ് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ അപ്പോർഷൻ ചെയ്യുന്ന പ്രോസസ്സിനെയാണ് റീ അപ്പോർഷൻമെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം പ്രൈമറി ഡിസ്ട്രിബ്യൂഷനിൽ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിലും സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിലും കൊടുത്തു, പക്ഷേ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല, അവരെന്ത് ചെയ്യുന്നുള്ളൂ, ഇൻഡയറക്ട്ലി പ്രൊഡക്ഷന് കോൺട്രിബ്യൂട്ട് ചെയ്യണുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിലെ ഓവർ ഹെഡ് നമ്മൾ എന്ത് ചെയ്യണം, പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ബേസിൽ ഡിവൈഡ് ചെയ്യണം. അതിൻ്റെ ബെനിഫിറ്റ്, അതായത് ആ ബെനിഫിറ്റ് റിസീവ് ചെയ്യുന്ന ബേസിൽ, അതാണ് നമ്മൾ എന്ത് വിളിക്കാം, റീ അപ്പോർഷൻമെൻറ്റ് എന്ന് വിളിക്കാം. ഓക്കെ, സോ ദീസ് ആർ ദ ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്സ്. ഇനി ഓവർ ഹെഡിൻ്റെ അലോക്കേഷൻ ആണ് പറയുന്നത്. അലോക്കേഷൻ ഓഫ് ദ ഓവർ ഹെഡ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് ചാർജിങ്
full amount of the overhead cost to a particular department or cost center. നമ്മളിവിടെ ഡിസ്കസ് ചെയ്തതാണ് ഓവർഹെഡിൻ്റെ അലോക്കേഷൻ എന്ന് പറയുന്നത് കറക്റ്റായിട്ട് എന്ത് ചെയ്യാം, ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് അല്ലെങ്കിൽ ഒരു ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് അല്ലെങ്കിൽ ഒരു കോസ്റ്റ് സെൻറ്ററിലേക്ക് ഓവർഹെഡിന് ചാർജ് ചെയ്യുന്ന പ്രോസസ്സിനാണ് അലോക്കേഷൻ ഓഫ് ഓവർഹെഡ് എന്ന് പറയാം. അപ്പോൾ ഓരോന്നിൻ്റെയും എക്സ്പെൻസസ്, ഓരോന്നിൻ്റെയും നാച്ചർ ഓഫ് എക്സ്പെൻസസ് മനസ്സിലാക്കിയാലാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അതിന് പെർട്ടിക്കുലർ കോസ്റ്റ് സെൻറ്ററിലേക്ക് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് അലോക്കേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. നെക്സ്റ്റ്, ഒരു കോസ്റ്റ് അലോക്കേഷനും കോസ്റ്റ് അപ്പോർച്ച്മെൻറ്റും തമ്മിൽ ഡിഫറൻസ് ഉണ്ട്. കോസ്റ്റ് അലോക്കേഷൻ എന്ന് പറയുന്നത് എന്താ വെച്ചാൽ അലോട്ട്മെൻറ്റ് ഓഫ് ഓൾ ഐറ്റം ഓഫ് കോസ്റ്റ്, മൊത്തം കോസ്റ്റിനെ അലോട്ട് ചെയ്യുന്ന പ്രോസസ്സാണ് കോസ്റ്റ് അലോക്കേഷൻ എന്ന് പറയാം. കോസ്റ്റ് അപ്പോർച്ച്മെൻറ്റ് എന്ന് പറയുമ്പോൾ അലോട്ട്മെൻറ്റ് ഓഫ് പ്രൊപ്പോർഷൻ ഓഫ് ഐറ്റം ഓഫ് കോസ്റ്റ്, ഒരു കോസ്റ്റിൻ്റെ ഒരു പ്രൊപ്പോർഷൻ മാത്രമാണ് കോസ്റ്റ് അപ്പോർഷനിൽ നമ്മൾ അലോട്ട് ചെയ്യുന്നുള്ളൂ. കോസ്റ്റ് അലോക്കേഷൻ ഡയറക്റ്റ് പ്രോസസ്സാണ്, കോസ്റ്റ് അപ്പോർച്ച്മെൻറ്റ് ഇൻഡയറക്റ്റ് പ്രോസസ്സാണ്. ഈ കോസ്റ്റ് അലോക്കേഷനിൽ ബേസിൻ്റെ ആവശ്യമില്ല, പക്ഷേ ഇവിടെ നമ്മൾ സൂട്ടബിൾ ബേസിലാണ് അപ്പോർഷൻ ചെയ്യേണ്ടത്. കോസ്റ്റ് അലോക്കേഷൻ സിമ്പിൾ പ്രോസസ്സാണ്, കോസ്റ്റ് അപ്പോർച്ച്മെൻറ്റ് ഒരു കോംപ്ലിക്കേറ്റഡ് പ്രോസസ്സാണ്. കോസ്റ്റ് അലോക്കേഷൻ കുറച്ചും കൂടി ആക്യുറേറ്റ് ആണ്, ഇത് അപ്രോക്സിമേറ്റ് ആണ്. സോ ദിസ് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ കോസ്റ്റ് അലോക്കേഷൻ ആൻഡ് കോസ്റ്റ് അപ്പോർച്ച്മെൻറ്റ് എന്ന് പറയുന്നത്. ഇനി അപ്പോർഷൻ ചെയ്യുന്ന സ്റ്റേജസ് ആണ്. പ്രൈമറി ഡിസ്ട്രിബ്യൂഷൻ ഉണ്ട്, സെക്കൻഡറി ഡിസ്ട്രിബ്യൂഷൻ ഉണ്ട്. ഓവർഹെഡ് നമ്മൾ അപ്പോർഷൻ ചെയ്യുന്നത് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും അപ്പോർഷൻ ചെയ്യണമെങ്കിൽ അതിനെ പ്രൈമറി ഡിസ്ട്രിബ്യൂഷൻ എന്നും, ആ ഓവർഹെഡ് തന്നെ അപ്പോർഷൻ ടു സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് വെൻ ടോട്ടൽ ഓഫ് ഓവർഹെഡ് അലോക്കേഷൻ ആൻഡ് അപ്പോർച്ച്മെൻറ്റ് ടു സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് ആണെങ്കിൽ അത് നമ്മൾ എന്ത് ചെയ്യും, അത് എഗെയിൻ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് അപ്പോർഷൻ ചെയ്യും. അതിന് നമ്മൾ സെക്കൻഡറി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയും. റീ അപ്പോർഷൻ എന്നുകൊണ്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിന് കൂടെ ഉള്ളതാണ് സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ്. പക്ഷേ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ പ്രൊഡക്റ്റ് ഇല്ല. അപ്പോൾ ഓരോ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും കോൺട്രിബ്യൂഷൻ എത്രയെന്നുള്ളത് ഓരോ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് നോക്കിയിട്ട് അതിലേക്ക് റീ അപ്പോർഷൻ ചെയ്യുന്നതാണ് വി ക്യാൻ കോൾ ഇറ്റ് ആസ് എ സെക്കൻഡറി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയും. ഇനി അപ്പോർഷൻ ചെയ്യാനുള്ള ബേസിസ് ആണ് ഫ്ലോർ ഏരിയയാണ്. പ്രൈമറി ഡിസ്ട്രിബ്യൂഷൻ്റെ അപ്പോർഷൻ്റെ ബേസിസാണ് പറയുന്നത്. റെൻറ്റ്, റേറ്റ്, ടാക്സസ് ആണെങ്കിൽ ഫ്ലോർ ഏരിയയുടെ ബേസിലാണ് അപ്പോർഷൻ ചെയ്യാം. ഇനി എക്സ്പെൻസസ് വിച്ച് ഡയറക്ട്ലി വിത്ത് വേജസ് ലൈക്ക് വർക്ക്മെൻ കോമ്പൻസേഷൻ, കോൺട്രിബ്യൂഷൻ ടു പ്രൊവിഡൻറ്റ് ഫണ്ട്, ESI, ഇൻഷുറൻസ് അങ്ങനെയാണെങ്കിൽ അതെല്ലാം ഡയറക്റ്റ് വേജസിൻ്റെ ബേസിലാണ് ചെയ്യാം. ഇനി ക്യാൻറ്റീൻ എക്സ്പെൻസസ്, വെൽഫെയർ എക്സ്പെൻസസ്, മെഡിക്കൽ എക്സ്പെൻസസ് ആണെങ്കിൽ നമ്പർ ഓഫ് എംപ്ലോയീസിൻ്റെ ബേസിലാണ് ചെയ്യാം. നമ്പർ ഓഫ് ലാബർ അവർ എന്ന് പറയുന്നത് ഇൻസ്പെക്ടേഴ്സ്, സൂപ്പർവൈസേഴ്സ് സാലറി ഒക്കെ നമ്പർ ഓഫ് ലാബർ അവർ പ്രകാരമാണ് അപ്പോർഷൻ ചെയ്യാം. Next, reapportionment of service or department cost. Reapportionment of service department cost. After the primary distribution, the next step is to redistribute the service department cost over the production department. Primary distribution ശേഷം അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് നമ്മൾ അപ്പോർഷൻ ചെയ്ത കോസ്റ്റ് നമ്മൾ തിരിച്ച് എന്ത് ചെയ്യണം, പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് കൊടുക്കണം. അത് നമ്മൾ ചെയ്യേണ്ടത് ഓൺ സം സൂട്ടബിൾ ബേസിസ് ആണ്. അത് സർവീസ് ഡിപ്പാർട്ട്മെൻറ്റും പ്രൊഡക്ഷൻ ആക്ടിവിറ്റീസിൻ്റെ ബേസിലാണ്. പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഒരിക്കലും സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിലെ കൂടെ പോകുന്നില്ല, പക്ഷേ അവരുടെ സർവീസ് ഈസ് നീഡഡ് അല്ലേ. അപ്പോൾ അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കാം, വി ക്യാൻ കോൾ ഇറ്റ് ആസ് എ സെക്കൻഡറി ഡിസ്ട്രിബ്യൂഷൻ എന്ന് വിളിക്കാം. സെക്കൻഡറി ഡിസ്ട്രിബ്യൂഷൻ ഒരു റീഅപ്പോർച്ച്മെൻറ്റ് എന്ന് വിളിക്കാം. ഇനി ഒരു റീഅപ്പോർഷൻ ചെയ്യേണ്ട ബേസിസ് ആണ് പറയുന്നത്. സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് കോസ്റ്റിൻ്റെ കേസിൽ കോസ്റ്റ് ഓഫ് ടൈം കീപ്പിംഗ് ആൻഡ് പേ റോൾ ഡിപ്പാർട്ട്മെൻറ്റ് പ്രകാരമാണ് നമ്പർ ഓഫ് വർക്കേഴ്സ്, ലാബേഴ്സ് ഓർ മെഷീൻ അവർ നമ്മൾ അപ്പോർഷൻ ചെയ്യേണ്ടത്. കോസ്റ്റ് ഓഫ് പേഴ്സണൽ ഡിപ്പാർട്ട്മെൻറ്റ് കേസിൽ നമ്പർ ഓഫ് എംപ്ലോയീസിൻ്റെ പ്രകാരമാണ് കോസ്റ്റ് ഓഫ് പേഴ്സണൽ ഡിപ്പാർട്ട്മെൻറ്റ് അപ്പോൾ റീഅപ്പോർഷൻ ചെയ്യുന്നത്. നമ്പർ ഓഫ് ഓർഡേഴ്സ് പ്ലേസ്ഡ് ബേസിലാണ് കോസ്റ്റ് ഓഫ് പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റ്. നമ്പർ ഓഫ് മെറ്റീരിയൽ റിക്വസ്റ്റിൻ്റെ ബേസിലാണ് കോസ്റ്റ് ഓഫ് സ്റ്റോർ ഡിപ്പാർട്ട്മെൻറ്റ്. ലാബർ അവേഴ്സിൻ്റെ ബേസിലാണ് കോസ്റ്റ് ഓഫ് മെയിൻ്റനൻസ് ഡിപ്പാർട്ട്മെൻറ്റ്. നമ്പർ ഓഫ് എംപ്ലോയീസ് ഇൻ ഈച്ച് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ബേസിലാണ് കോസ്റ്റ് ഓഫ് ക്യാൻറ്റീൻ, വെൽഫെയർ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ. വെയിറ്റ് ഓർ കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ ആണ് നമ്മൾ ഇതിൻ്റെ ബേസിൽ ഇൻറ്റേർണൽ ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ബേസിൽ. മെത്തേഡ് ഓഫ് റീഅപ്പോർഷൻ നമുക്ക് 3 മെത്തേഡാണുള്ളത്. വൺ, ഡയറക്റ്റ് ഡിസ്ട്രിബ്യൂഷൻ റീഡിസ്ട്രിബ്യൂഷൻ മെത്തേഡ്. ഫസ്റ്റ് മെത്തേഡ് ഡയറക്റ്റ് റീഡിസ്ട്രിബ്യൂഷൻ മെത്തേഡ്. ഈ മെത്തേഡ് പ്രകാരം കോസ്റ്റ് ഓഫ് സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് ആർ ഡയറക്ട്ലി അപ്പോർഷൻ ടു പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് വിതൗട്ട് ടേക്കിംഗ് ഇൻ ടു കൺസിഡറേഷൻ എനി സർവീസ് ഫ്രം വൺ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് ടു അനദർ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ്. അപ്പോൾ ഈ മെത്തേഡിൽ നമ്മൾ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കോസ്റ്റ് നമ്മൾ ഡയറക്റ്റ്ലി എന്ത് ചെയ്യും, പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് കൺസിഡർ ചെയ്യും, ഒരു സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിനൊന്നും കൺസിഡർ ചെയ്യാണ്ട്. ഓക്കെ, നെക്സ്റ്റ് മെത്തേഡ് സ്റ്റെപ്പ് ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡ്. സ്റ്റെപ്പ് ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡ് എന്ന് പറയുമ്പോൾ കോസ്റ്റ് ഓഫ് സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് ഫസ്റ്റ് നമ്മൾ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ ആൻഡ് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ കൊടുക്കും. നെക്സ്റ്റ് സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിലത്തെ കോസ്റ്റ് എടുത്തിട്ട് വീണ്ടും നമ്മൾ എന്ത് ചെയ്യും, അത് സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ അപ്പോർഷൻ ചെയ്ത് ലാസ്റ്റ് അത് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് കൊടുക്കും. പ്രോബ്ലം ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലാവും. റെസിപ്രോക്കൽ സർവീസ് മെത്തേഡാണ്. അതിൽ 3 മെത്തേഡ് ഉണ്ട്. സൈമിൾട്ടേനിയസ് ഇക്വേഷൻ മെത്തേഡ്, റിപ്പീറ്റഡ് ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡ്, ട്രയൽ ആൻഡ് എറർ മെത്തേഡ്. അപ്പോൾ ഇതാണ് മെത്തേഡ് ഓഫ് റീഅപ്പോർഷൻമെൻറ്റിൻ്റെ മെത്തേഡ്സ് ആയിട്ട് നമ്മൾ പറയുന്നത്. നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുമ്പോൾ ഓവർഹെഡിൻ്റെ അബ്സോർപ്ഷനാണ്. അപ്പോൾ അബ്സോർപ്ഷൻ ഓഫ് ഓവർഹെഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ simply means changing overhead of cost center to different cost unit.
കോസ്റ്റ് സെൻറ്ററിൻ്റെ ഓവർഹെഡ് നമ്മൾ ഡിഫറെൻറ്റ് കോസ്റ്റ് യൂണിറ്റിലേക്ക് ചേഞ്ച് ചെയ്യുന്ന പ്രോസസ്സിനാണ് അബ്സോർപ്ഷൻ ഓഫ് ഓവർഹെഡ് എന്ന് പറയാം. ഇറ്റ് ഈസ് ചാർജിങ് ഓഫ് ഓവർഹെഡ് ടു ദ ഇൻഡിവിജ്വൽ പ്രൊഡക്റ്റ് ഓർ യൂണിറ്റ്. ഒരു ഇൻഡിവിജ്വൽ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ യൂണിറ്റിലേക്ക് നമ്മൾ ഓവർഹെഡിനെ ചാർജ് ചെയ്യുന്ന പ്രോസസ്സിനാണ് അബ്സോർപ്ഷൻ എന്ന് പറയാം. അപ്പോൾ നമ്മൾ അലോക്കേഷൻ ചെയ്ത് അപ്പോഴ്ച്ച്മെൻറ്റ് ഓഫ് ഓവർഹെഡ് കഴിഞ്ഞാൽ പിന്നെ അടുത്തുള്ള സ്റ്റെപ്പാണ് നമ്മളെന്ന് പറയുന്നത് അബ്സോർപ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ അബ്സോർപ്ഷൻ ഓഫ് ഓവർഹെഡ് എന്ന് പറയുമ്പോൾ അതിൽ ടൈപ്പ് ഓഫ് ഓവർഹെഡ് റേറ്റ് ഉണ്ട്, ആക്ച്വൽ ഓവർഹെഡ് റേറ്റ് ഉണ്ട്, പ്രീ ഡിറ്റർമിൻ റേറ്റ് ഉണ്ട്, സിംഗിൾ ഓർ ബ്ലാങ്കറ്റ് റേറ്റ് ഉണ്ട്, സെപ്പറേറ്റ് ഓർ ഡിപ്പാർട്ട്മെൻറ്റ് റേറ്റ് ഉണ്ട്. ആക്ച്വൽ ഓവർഹെഡ് റേറ്റ് എന്ന് പറയുന്നത് ഈ റേറ്റ് നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യുന്നത് ഓവർഹെഡ് എക്സ്പെൻസസ് ഡ്യൂറിങ് ആക്ച്വൽ പീരീഡ് ബൈ ദ ആക്ച്വൽ ക്വാണ്ടിറ്റി. അപ്പോൾ ഓവർഹെഡ് എക്സ്പെൻസസ് ആക്ച്വൽ പീരീഡിലെ ഓവർഹെഡ് എക്സ്പെൻസസ് ഡിവൈഡ് ബൈ ആക്ച്വൽ ക്വാണ്ടിറ്റി ചെയ്താൽ ആക്ച്വൽ ഓവർഹെഡ് റേറ്റ് കിട്ടും. പ്രീ ഡിറ്റർമിൻ റേറ്റ് എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി അഡ്വാൻസ് ആയിട്ട് ഡിസൈഡ് ചെയ്യുന്ന റേറ്റാണ് പ്രീ ഡിറ്റർമിൻ റേറ്റ് എന്ന് പറയുന്നത്. സിംഗിൾ ഓർ ബ്ലാങ്കറ്റ് റേറ്റ് എന്ന് പറയുന്നത് മൊത്തം ഫാക്ടറി റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നതാണ് സിംഗിൾ ഓർ ബ്ലാങ്കറ്റ് റേറ്റ് എന്ന് പറയുന്നത്. സെപ്പറേറ്റ് ഓർ ഡിപ്പാർട്ട്മെൻറ്റ് റേറ്റ് എന്ന് പറയുമ്പോൾ ഡിഫറെൻറ്റ് റേറ്റ്സ് ഡിഫറെൻറ്റ് കോസ്റ്റ് സെൻറ്റേഴ്സ് അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്സ് ഫിക്സ് ചെയ്യും. ആ റേറ്റാണ് സെപ്പറേറ്റ് റേറ്റ് എന്ന് പറയുന്നത്. ഇനി അപ്പോഴ്ച്ച്മെൻറ്റും അബ്സോർപ്ഷനും. അപ്പോഴ്ച്ച്മെൻറ്റ് എന്ന് പറയുന്നത് കോസ്റ്റ് സെൻറ്ററിലേക്ക് കൊടുക്കുന്നതിനാണ് അപ്പോഴ്ച്ച്മെൻറ്റ് എന്ന് പറയാം. അബ്സോർപ്ഷൻ എന്ന് പറയുന്നത് ഓവർഹെഡ് കോസ്റ്റ് യൂണിറ്റിലേക്ക് കൊടുക്കുന്നതിനാണ് നമ്മൾ അബ്സോർപ്ഷൻ പറയാം. അപ്പോൾ അപ്പോഴ്ച്ച്മെൻറ്റിൻ്റെ മുൻപ് അബ്സോർപ്ഷൻ്റെ മുൻപാണ് അപ്പോർഷൻ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോർഷൻ കഴിഞ്ഞിട്ടാണ് ഏത് സ്റ്റാർട്ട് ചെയ്യാം, അബ്സോർപ്ഷൻ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോർഷൻ്റെ കേസിൽ സൂട്ടബിൾ ഓർ ഇക്വിറ്റബിൾ ബേസിസിൻ്റെ ബേസിലാണ്. ഇവിടെ നമ്മൾ പെർസെൻറ്റേജ് റേറ്റ് ഓഫ് ഓവർഹെഡിൻ്റെ ബേസിലാണ് അപ്പോർഷനിൽ നമ്മൾ കോസ്റ്റ് അലോക്കേറ്റ് ചെയ്യുക. ഇനി മെഷീൻ അവർ റേറ്റ് ആണ്. മെഷീൻ അവർ റേറ്റ് എന്ന് പറയുന്നത് ഫാക്ടറി ഓവർഹെഡിൽ അപ്പോർഷൻ ചെയ്യാനുള്ള ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മെത്തേഡാണ്. അപ്പോൾ അത് മെഷീൻസ് കൂടുതലുള്ള സ്ഥലത്താണ് നമ്മൾ മെഷീൻ അവർ റേറ്റ് നോക്കാം. മെഷീൻ അവർ റേറ്റ് എന്ന് പറയുന്നത് കോസ്റ്റ് ഓഫ് റണ്ണിങ് ആൻഡ് ഓപ്പറേറ്റിംഗ് എ മെഷീൻ പെർ അവർ. ഒരു മെഷീന് ഒരു അവറിൽ റൺ ചെയ്യാനും ഓപ്പറേറ്റ് ചെയ്യാനും വരുന്ന റേറ്റിനാണ് മെഷീൻ അവർ റേറ്റ് എന്ന് പറയാം. അപ്പോൾ അതിൻ്റെ ടൈപ്പ് സിമ്പിൾ മെഷീൻ അവർ റേറ്റ് ഉണ്ട്. സിമ്പിൾ മെഷീൻ അവർ റേറ്റ് എന്ന് പറയുന്നത് എന്താ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ വേജസ് ഇതിലെടുക്കില്ല, ഓൺലി ഇൻഡയറക്റ്റ് എക്സ്പെൻസസ് ആണ് ഇതിലേക്ക് എടുക്കാം. കമ്പോസിറ്റ് മെഷീൻ അവർ റേറ്റ് എന്ന് പറയുമ്പോൾ ബോത്ത് ഡയറക്റ്റ് എക്സ്പെൻസസും ഇൻഡയറക്റ്റ് എക്സ്പെൻസസും ഇതിലെടുക്കും. ഗ്രൂപ്പ് മെഷീൻ അവർ റേറ്റ് എന്ന് പറയുമ്പോൾ ഗ്രൂപ്പ് ഓഫ് മെഷീൻ അല്ലെങ്കിൽ ഗ്രൂപ്പ് മെഷീൻ അവർ റേറ്റ് ആണ് ഇതിലെടുക്കാം, ഗ്രൂപ്പ് മെഷീൻ അവർ റേറ്റിലെടുക്കാം. പിന്നെ അതിൻ്റെ ബേസിസ് ആണ് പറയുന്നത്. റെൻ്റ് ആൻഡ് റേറ്റ് ആണെങ്കിൽ ഫ്ലോർ ഏരിയയുടെ ബേസിൽ, ലൈറ്റിംഗ് ആൻഡ് ഹീറ്റിംഗ് നമ്പർ ഓഫ് ലൈറ്റ് പോയിന്റ് ബേസിൽ, സൂപ്പർവിഷൻ ആണെങ്കിൽ ഒരു സൂപ്പർവൈസർ ഒരു മെഷീന് ടൈം സ്പെൻഡ് ചെയ്ത ബേസിൽ, ഓയിൽ വേസ്റ്റ് ഒക്കെ ആണെങ്കിൽ പാസ്റ്റ് എക്സ്പീരിയൻസിൻ്റെ ബേസിൽ, ഇൻഷുറബിൾ വാല്യൂ ഓഫ് ഈച്ച് മെഷീൻസിൻ്റെ ബേസിൽ. സോ ദിസ് ഈസ് മെഷീൻ അവർ റേറ്റ്. ഇനി അബ്സോർപ്ഷൻ ഓഫ് ഓഫീസ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് ഓവർഹെഡ്. ഓഫീസ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് ഓവർഹെഡ് അബ്സോർബ് ചെയ്യാനുള്ള മെത്തേഡാണ് പറയുന്നത്. അതിൽ റെൻറ്റ്, റേറ്റ്, ഇൻഷുറൻസ്, ഓഫീസ് ലൈറ്റിംഗ് എല്ലാം ഉണ്ടായിരിക്കും. അതിനുള്ള മെത്തേഡ് പെർസെൻറ്റേജ് ഓഫ് ഫാക്ടറി കോസ്റ്റ് മെത്തേഡ്, അഡ്മിനിസ്ട്രേറ്റീവ് ഓവർഹെഡ് ഡിവൈഡ് ബൈ ഫാക്ടറി കോസ്റ്റ്. ഇനി പെർസെൻറ്റേജ് ഓഫ് ഫാക്ടറി ഓവർഹെഡ് മെത്തേഡ്, ദാറ്റ് ഈസ് അഡ്മിനിസ്ട്രേറ്റീവ് ഓവർഹെഡ് ഡിവൈഡ് ബൈ ഫാക്ടറി ഓവർഹെഡ്. പെർസെൻറ്റേജ് ഓഫ് സെയിൽസ് മെത്തേഡ് പ്രകാരമാണ് അഡ്മിനിസ്ട്രേറ്റീവ് ഓവർഹെഡ് ഡിവൈഡ് ബൈ സെയിൽസ്. കൺവേർഷൻ കോസ്റ്റ് മെത്തേഡ് പ്രകാരമാണ് അഡ്മിനിസ്ട്രേറ്റീവ് ഓവർഹെഡ് ഡിവൈഡ് ബൈ കൺവേർഷൻ കോസ്റ്റ്. ഗ്രോസ് പ്രോഫിറ്റ് മെത്തേഡ് ആണെങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവ് ഓവർഹെഡ് ബൈ ഗ്രോസ് പ്രോഫിറ്റ്. അപ്പോൾ അതായത് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഇത്രയേ ഉള്ളൂ, നമ്മുടെ ഓഫീസ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് ഓവർഹെഡ് അബ്സോർബ് ചെയ്യാനുള്ള ഡിഫറെൻറ്റ് മെത്തേഡാണ്. ഫാക്ടറി കോസ്റ്റ് മെത്തേഡ് പ്രകാരമാണെങ്കിൽ അഡ്മിനിസ്ട്രേഷൻ ഓവർഹെഡ് ഡിവൈഡ് ബൈ ഫാക്ടറി കോസ്റ്റ്. ഫാക്ടറി ഓവർഹെഡ് മെത്തേഡ് പ്രകാരമാണെങ്കിൽ ഫാക്ടറി അഡ്മിനിസ്ട്രേറ്റീവ് ഓവർഹെഡ് ഡിവൈഡ് ബൈ ഫാക്ടറി ഓവർഹെഡ്. പെർസെൻറ്റേജ് ഓഫ് സെയിൽ ആണെങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവ് ഓവർഹെഡ് ഡിവൈഡ് ബൈ സെയിൽ. പെർസെൻറ്റേജ് ഓഫ് കൺവേർഷൻ കോസ്റ്റ് ആണ് അഡ്മിനിസ്ട്രേറ്റീവ് ഓവർഹെഡ് ഡിവൈഡ് ബൈ കൺവേർഷൻ കോസ്റ്റ്. ഗ്രോസ് പ്രോഫിറ്റ് മെത്തേഡ് ആണെങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവ് ഓവർഹെഡ് ഡിവൈഡ് ബൈ ഗ്രോസ് പ്രോഫിറ്റ്. ഇതാണ് അബ്സോർപ്ഷൻ ഓഫ് ഓഫീസ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് ഓവർഹെഡ്സ് എന്ന് പറയുന്നത്. അബ്സോർപ്ഷൻ ഓഫ് സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർഹെഡ്. സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർഹെഡിനെ നമ്മൾ അബ്സോർബ് ചെയ്യുന്നതിൻ്റെ ബേസിൽ റേറ്റ് പെർ ആർട്ടിക്കിൾ, പെർസെൻറ്റേജ് ഓഫ് സെയിൽ പ്രകാരം, പെർസെൻറ്റേജ് ഓഫ് ഫാക്ടറി കോസ്റ്റ് പ്രകാരം, പെർസെൻറ്റേജ് ഓഫ് ക്യാഷ് കളക്റ്റഡ് പ്രകാരമായിരിക്കും. The following data were obtained from the books of Light Engineering Company for the half year ending 30th September 2018. Calculate the department overhead rate for each of the production department, assuming that the overhead are recovered as a percentage of direct wages. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്നത് ലൈറ്റ് എഞ്ചിനീയറിംഗ് കമ്പനിയുടെ ബുക്സിലാണ് അവരുടെ 30th September 2018 വരെയുള്ള ഹാഫ് ഇയർ എൻഡിങ്ങിൽ റിപ്പോർട്ടാണ് തന്നിരിക്കുന്നത്. നമുക്കിതിൽ നിന്ന് ഡിപ്പാർട്ട്മെൻറ്റ് ഓവർഹെഡ് റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യണം. ഓരോ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ്സിൻ്റെയും അസ്യൂമിങ് ദാറ്റ് ദ ഓവർഹെഡ് ആർ റിക്കവേർഡ് ആസ് എ പെർസെൻറ്റേജ് ഓഫ് ഡയറക്റ്റ് വേജസ്. ഡയറക്റ്റ് വേജസിൻ്റെ പെർസെൻറ്റേജ് ആയിട്ടാണ് നമ്മൾ ഇത് ചെയ്യണത്, അസ്യൂം ചെയ്യുന്നത്. അപ്പോൾ ആദ്യം നോക്കാം. ഡയറക്റ്റ് വേജസ് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ 7,000, 6,000, 5,000. സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ 1,000, 1,000.
ഡയറക്റ്റ് മെറ്റീരിയൽ തന്നിട്ടുണ്ട്, എംപ്ലോയീസിൻ്റെ നമ്പേഴ്സ് തന്നിട്ടുണ്ട്, ഇലക്ട്രിസിറ്റി കിലോ വാട്ട് അവർ തന്നിട്ടുണ്ട്, ലൈറ്റ് പോയിന്റ് നമ്പേഴ്സിൽ തന്നിട്ടുണ്ട്, അസറ്റ് വാല്യൂ തന്നിട്ടുണ്ട്, ഏരിയ ഓക്യുപ്പൈഡ് സ്ക്വയർ യാർഡിൽ, എക്സ്പെൻസ് ഫോർ 6 months വർക്ക്, സ്റ്റോർ ഓവർഹെഡ് ഉണ്ട് 400 ആണ്, സ്റ്റോർ ഓവർഹെഡ് 400, മോട്ടീവ് പവർ 1500, ഇലക്ട്രിക് ലൈറ്റിംഗ് 200, ലേബർ വെൽഫെയർ 3000, ഡിപ്രിസിയേഷൻ 6000, റിപ്പയേഴ്സ് ആൻഡ് മെയിൻ്റനൻസ് 1200, ജനറൽ ഓവർഹെഡ് 10,000, റെൻറ്റ് ടാക്സ് 600. ഇതാണ് തന്നിരിക്കുന്ന എക്സ്പെൻസസ്. 6 മാസത്തെ എക്സ്പെൻസസ് ആണ്. അപ്പോൾ ഇതിന് ഓരോന്നിനെയും നമ്മൾ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ആൻഡ് സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ അപ്പോർഷൻ ചെയ്യണം. അപ്പോൾ അതിനെ അപ്പോർഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോന്നിൻ്റെ ഡയറക്റ്റ് വേജസും ബേസിസ് ഓഫ് അപ്പോർഷൻമെൻറ്റ് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ apportion the expense of service department x in the ratio of 4:3:3. അപ്പോൾ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുന്ന എക്സിനെ നമ്മൾ അതിലിരിക്കുന്ന എമൗണ്ടിനെ നമ്മൾ അപ്പോർഷൻ ചെയ്യേണ്ടത് 4:3:3. അപ്പോൾ ആദ്യത്തെ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് എക്ക് 4, ദെൻ ബിക്ക് 3, ദെൻ അഗെയിൻ 3 എന്നുള്ള രീതിയിലും, ആൻഡ് ദാറ്റ് ഓഫ് ദ വൈ ഡിപ്പാർട്ട്മെൻറ്റ് ഇൻ പ്രൊപ്പോർഷൻ ഓഫ് ഡയറക്റ്റ് വേജസ്. വൈ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അപ്പോർഷൻ ചെയ്യേണ്ടത് ഡയറക്റ്റ് വേജസിൻ്റെയാണ് ടു ഡിപ്പാർട്ട്മെൻറ്റ് എ ആൻഡ് ബി ആൻഡ് സി റെസ്പെക്റ്റീവ്ലി. അപ്പോൾ നമുക്കിവിടെ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റും തന്നിട്ടുണ്ട്, സർവീസ് ഡിപ്പാർട്ട്മെൻറ്റും തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ ചെയ്യുന്നത് എന്താ വെച്ചാൽ വി വാണ്ട് ടു അപ്പോർഷൻ ദ ടോട്ടൽ എക്സ്പെൻസസ്. 6 മാസത്തെ എക്സ്പെൻസ് നമ്മൾ അപ്പോർഷൻ ചെയ്യണം. അതിൽ എക്സ് ഡിപ്പാർട്ട്മെൻറ്റിലെ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിലെ അപ്പോർഷൻ ചെയ്യേണ്ടത് 4:3:3 ബേസിലും, ആൻഡ് സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് വൈ നമ്മൾ അപ്പോർഷൻ ചെയ്യേണ്ടത് ഡയറക്റ്റ് വേജസിൻ്റെ ബേസിലും. അപ്പോൾ ഡയറക്റ്റ് വേജസ് എന്ന് പറയുമ്പോൾ 7:6:5 എന്നുള്ള ബേസിലാണ് നമ്മൾ അപ്പോർഷൻ ചെയ്യേണ്ടത്. അപ്പോൾ ഫസ്റ്റ് നമ്മളിവിടെ ഡയറക്റ്റ് വേജസ് ഉണ്ട്. ഡയറക്റ്റ് വേജസ് എന്ന് പറയുന്നത് ടോട്ടൽ എത്രയും നോക്കാം. ഡയറക്റ്റ് വേജസ് ടോട്ടൽ 2000 ആണ് ഡയറക്റ്റ് വേജസ് ടോട്ടൽ വരുന്നത്. എങ്ങനെ 2000 കിട്ടിയത് വെച്ചാൽ എക്സിൻ്റെയും വൈൻ്റെയും ഡയറക്റ്റ് വേജസ് നോക്കാം. എക്സിൻ്റെയും വൈൻ്റെയും ഡയറക്റ്റ് വേജസ് എന്ന് പറയുമ്പോൾ രണ്ടും കൂടി കൂടിയിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ഈക്വൽ ടു 2000. ഓക്കെ, ക്ലിയർ? ഡയറക്റ്റ് വേജസ് നമ്മൾ ഡയറക്റ്റ് അലോക്കേഷനാണ്, 2000 ആണ് ഡയറക്റ്റ് അലോക്കേഷനിൽ ഡയറക്റ്റ് വേജസ് ഉള്ളത്. അതും എക്സും വൈയും നമ്മൾ ഓൾറെഡി ക്വസ്റ്റ്യനിലുണ്ട്, അതിവിടെ തന്നെ അപ്പോർഷൻ ചെയ്ത് എക്സ് ആൻഡ് വൈ കൊടുത്തു. പിന്നെ അടുത്തത് ഡയറക്റ്റ് മെറ്റീരിയലാണ്. അപ്പോൾ ഡയറക്റ്റ് മെറ്റീരിയലും ഡയറക്റ്റ് അലോക്കേഷനാണ്. പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ നമ്മൾ ഡയറക്റ്റ് മെറ്റീരിയൽ കാണിക്കേണ്ട ആവശ്യമില്ല, സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ മാത്രം കാണിച്ചാൽ മതി. 1500ഉം 1000ഉം. സോ ടോട്ടൽ ഓഫ് 2500. ഇനിയുള്ളത് നെക്സ്റ്റ് സ്റ്റോർ ഓവർഹെഡ് ആണ്. സ്റ്റോർ ഓവർഹെഡ് നമ്മൾ ഡയറക്റ്റ് മെറ്റീരിയലിൻ്റെ ബേസിലാണ് അപ്പോർഷൻ ചെയ്യുക. അപ്പോൾ സ്റ്റോർ ഓവർഹെഡ് എന്ന് പറയുന്നത് ഡയറക്റ്റ് മെറ്റീരിയൽ എന്ന് പറയുന്നത് പ്രൊഡക്റ്റ് എയുടെ കേസിൽ ഇറ്റ് ഈസ് 3000, പ്രൊഡക്റ്റ് ബിയുടെ കേസിൽ ഇറ്റ് ഈസ് 2500, ആൻഡ് പ്രൊഡക്റ്റ് സിയുടെ കേസിൽ 2000, ആൻഡ് പ്രൊഡക്റ്റ് സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് എക്സിൻ്റെ കേസിൽ 1500 ആൻഡ് ആൾസോ 1000. ഇതാണ് ഡയറക്റ്റ് സ്റ്റോർ ഓവർഹെഡ് നമ്മൾ ഡയറക്റ്റ് മെറ്റീരിയലിൻ്റെ ബേസിലാണ് അപ്പോർഷൻ ചെയ്യാം. അപ്പോൾ ഡയറക്റ്റ് മെറ്റീരിയൽ എന്ന് പറയുന്നത് ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലെ ഇപ്പം ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇനി നോക്കാം, പ്രൊഡക്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിലെ മൊത്തം നമ്മൾ എന്ത് ചെയ്യാം, റേഷ്യോയിൽ 400നെ മൊത്തം ഡിവൈഡ് ചെയ്യണം. സോ ഡയറക്റ്റ് പ്രൊഡക്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ 30:20:20:15:10. ഇങ്ങനെയാണ് ഞാനിതിനെ റേഷ്യോയിലാക്കിയത്, ഡിവൈഡഡ് ബൈ 100. അതായത് ഇതെല്ലാം കൂടി ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ 100 വരും. അതാണ് ഡിവൈഡ് ബൈ 100 എന്നുള്ള രീതിയിൽ ഞാൻ പറഞ്ഞത്. സോ ആദ്യം 400 × 30 ഡിവൈഡഡ് ബൈ 100 ഇറ്റ് ഈസ് ഈക്വൽ ടു 120. രണ്ടാമത്തെ കേസിൽ ബിയുടെ കേസിൽ 400 × 25 ഡിവൈഡഡ് ബൈ 100 ഈസ് ഈക്വൽ ടു 100. മൂന്നാമത്തെ കേസിൽ 400 × 220 ഡിവൈഡഡ് ബൈ 100 ഇറ്റ് ഈസ് ഈക്വൽ ടു 80. ഇനി സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് എക്സിൻ്റെ കേസിൽ 400 × 1500 divided by 100 is equal to 60, and in the case of y-യുടെ കേസിൽ 400 × 1000 divided by 100 is equal to 40. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? വി ഗെറ്റ് ദ സ്റ്റോർ ഓവർഹെഡിനെ നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിലെയും സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിനെയും അപ്പോർഷൻ ചെയ്തു. ഇനി മോട്ടീവ് പവറാണ്. മോട്ടീവ് പവർ നമ്മൾ കിലോ വാട്ട് അവർ പ്രകാരമാണ് നമ്മൾ എന്ത് ചെയ്യാം? അപ്പോർഷൻ ചെയ്യാം. 1500 ആണ്. 1500 അപ്പോർഷൻ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ 200 പ്രൊഡക്റ്റ് എയിൽ 200 ആണ്, പ്രൊഡക്റ്റ് ബി 150 ആണ്, പ്രൊഡക്റ്റ് സി 150 ആണ്, 50-50. അപ്പോൾ അത് ആഡ് ചെയ്യുമ്പോൾ എന്ന് പറയുമ്പോൾ നമുക്കതിനെ ഇങ്ങനെ ഇവിടെ നോക്കി നിങ്ങൾക്ക് മനസ്സിലായിരിക്കും. ഇറ്റ് ഈസ് 200, 150, 150, 50-50. അപ്പോൾ നമ്മൾ അതിനെ ഷോർട്ട് ആക്കുമ്പോൾ 20:15:15:5 അല്ലേ? അപ്പോൾ 10, 40 + 20 എന്ന് പറയുമ്പോൾ 50 ആണ് വരാം. അപ്പോൾ നമുക്കതിനെ അപ്പോർഷൻ ചെയ്യാം. ടോട്ടൽ വന്നിരിക്കുന്ന മോട്ടീവ് പവർ എന്ന് പറയുന്നത് 1500 ആണ്. അപ്പോൾ 1500 ഇൻറ്റു ആദ്യത്തെ കേസിൽ 20,
divided by it is equal to 60. That is equal to 480. രണ്ടാമത്തെ കേസിൽ 1500 into 1500 into 15 divided by 60. മൂന്നാമത്തെ കേസിൽ 1500 into 50 into 15 divided by 60. നാലാമത്തെ കേസിൽ 1500 into 50 divided by 16. അഞ്ചാമത്തെ കേസിൽ that is സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് വൈൻ്റെ കേസിൽ 1500 into 5 divided by 60. അപ്പോൾ നമ്മൾ എന്തിനെ അപ്പോഷൻ ചെയ്തു? മോട്ടീവ് പവറിനെ അപ്പോഷൻ ചെയ്തു. അടുത്ത ഇനി അപ്പോഷൻ ചെയ്യാനുള്ളത് ലൈറ്റിംഗ് ആണ്. ലൈറ്റിംഗ് നമ്മൾ അപ്പോഷൻ ചെയ്യുന്നത് നമ്പർ ഓഫ് ലൈറ്റ് പോയിൻറ്റ്സിൻ്റെ ബേസിലാണ്. അത് നമ്പർ ഓഫ് ലൈറ്റ് പോയിൻറ്റ്സ് 200, 150, 150, ദെൻ 50, 50. ലൈറ്റ് പോയിൻറ്റ്സ് എന്ന് പറയുന്നത് നമുക്ക് തന്നിരിക്കുന്നത് ടോട്ടൽ ഉള്ളത് എന്ന് പറയുന്നത് 200 ആണ്. 200 നമ്മൾ അപ്പോഷൻ ചെയ്യേണ്ട ലൈറ്റ് പോയിൻറ്റ്സിൻ്റെ നമ്പർ എന്ന് പറഞ്ഞാൽ 10, 15, 15, 5, 5 ആണ്. അപ്പോൾ ഇറ്റ് ഈസ് ഈക്വൽ ടു 50 ആണ് വരാം. അതായത് നമ്പർ ഓഫ് ലൈറ്റ് പോയിൻറ്റ് എന്ന് പറയുമ്പോൾ 200 ആണ്. 200 ആണ് നമ്പർ ഓഫ് ലൈറ്റ് പോയിൻ്റ് വന്നിരിക്കുന്ന എക്സ്പെൻസസ്. അത് നമ്മൾ അപ്പോഷൻ ചെയ്യേണ്ടത് നമ്പർ ഓഫ് ലൈറ്റ്സ് പ്രകാരം എക്ക് 10, ബിക്ക് 15, സിക്ക് 15 ആൻഡ് ഡിക്ക് 5, എക്സിക്ക് 5 ആൻഡ് വൈൻ്റെ കേസിൽ ആൾസോ 5. അപ്പോൾ അത് ചെയ്യുമ്പോൾ 5, 5, 10, 30, 40, 50. അപ്പോൾ 200 divided by 50 into 10. അതാണ് ആദ്യത്തെ കേസിൽ വരാം. ദാറ്റ് ഈസ് ഈക്വൽ ടു 40. രണ്ടാമത്തെ കേസിൽ 60, സിയുടെ കേസിൽ 60, എക്സിൻ്റെ കേസിൽ 20, വൈയുടെ കേസിൽ 20. ലാബർ വെൽഫെയർ നമ്പർ ഓഫ് എംപ്ലോയീസിൻ്റെ ബേസിലാണ് അപ്പോഷൻ ചെയ്യാം. ഡിപ്രിസിയേഷൻ അസറ്റ് വാല്യൂവിൻ്റെ ബേസിൽ, റിപ്പയേഴ്സ് ആൻഡ് മെയിൻ്റനൻസും അസറ്റ് വാല്യൂവിൻ്റെ ബേസിൽ, ജനറൽ ഓവർഹെഡ് ഡയറക്റ്റ് വേജസിൻ്റെ ബേസിലാണ്, രണ്ട് ടാക്സസും ഏരിയയുടെ ബേസിൽ. അപ്പോൾ നമുക്ക് ടോട്ടലായിട്ട് നമുക്ക് എന്ത് കിട്ടി? ടോട്ടൽ കിട്ടി അല്ലേ? പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ടോട്ടൽ 27,400, എയുടെ, ബിയുടെ 8,340, സിയുടെ 6,220, 5,110, എക്സിൻ്റെ കേസിൽ 4,100 ആൻഡ് വൈൻ്റെ കേസിൽ 3,640. എക്സ്പെൻസ് ഓഫ് വൈയിനെയും എക്സിൻ്റെയും 4,100ഉം വൈൻ്റെ 3,640 നമ്മൾ എന്ത് ചെയ്യണം? ഇറ്റ് ഷുഡ് ബി അപ്പോഷൻ ബിറ്റ്വീൻ ഏതൊക്കെ തമ്മിൽ അപ്പോഷൻ ചെയ്യണം? അപ്പോഷൻ ചെയ്യേണ്ടത് എയുടെ ബേസിലും ബിയുടെ ബേസിലും സിയുടെ ബേസിലും അപ്പോഷൻ ചെയ്യണം. അതിന് നമുക്ക് തന്നിട്ടുണ്ട് 4,100 into 4 divided by 10 എന്നുള്ള രീതിയിൽ നമുക്ക് തന്നിട്ടുണ്ട്. സോ അതിനെ അപ്പോഷൻ ചെയ്തു. ആദ്യത്തെ കേസിൽ 4:3:3 എന്നുള്ള രീതിയിൽ 1,640, 1,230, 1,230 ആൻഡ് ഹിയർ ഇറ്റ് ബിക്കം നെഗറ്റീവ് ആയി. ഇനി നമ്മളുടെ വൈനെ നമ്മൾ അപ്പോഷൻ ചെയ്യുന്നത് ഓൺ ദ ബേസ് ഓഫ് ഡയറക്റ്റ് വേജസ് ആണ്. അതിനെ നമ്മൾ ഡയറക്റ്റ് വേജസിൻ്റെ ബേസിൽ അപ്പോഷൻ ചെയ്യാം. സോ ടോട്ടൽ കിട്ടും. ടോട്ടൽ ഈസ് ഈക്വൽ ടു 27,400, 11,039.6. ദെൻ നമ്മൾ ടോട്ടൽ ചെയ്തിടാം. ഓക്കെ, സോ നെക്സ്റ്റ് പ്രോബ്ലം നോക്കാം. ഒരു പോയിൻറ്റും കൂടിയുണ്ട്. പെർസെൻറ്റേജ് ഓഫ് ഓവർഹെഡ് ഓൺ ഡയറക്റ്റ് വേജസ്. ഡയറക്റ്റ് വേജസിൻ്റെ മേലെ ഓവർഹെഡിൻ്റെ പെർസെൻറ്റേജ് എത്രയാണ് നമ്മൾ നോക്കുന്നത്. സോ എയുടെ കേസിൽ 11,396 divided by 7,000 എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് ഈക്വൽ ടു എത്ര വരും? 162.8%. ബിയുടെ കേസിൽ 144%, സിയുടെ കേസിൽ 146.8% ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ എന്താ ചെയ്തിരിക്കുന്നത് വെച്ചാൽ ഡയറക്റ്റ് വേജസ് ഓവർഹെഡ് ഡയറക്റ്റ് വേജസിൻ്റെ എത്ര പെർസെൻറ്റേജ് ഉണ്ടെന്നാണ് ഇവിടെ നമ്മൾ നോക്കിയിരിക്കുന്നത്. ഇനി നമുക്ക് നെക്സ്റ്റ് പ്രോബ്ലം നോക്കാം. You are supplied with the following data required to work out the production hour rate of recovery of overhead in department ABC under the repeated distribution method. അപ്പോൾ നമുക്കിവിടെ കുറച്ച് ഡാറ്റാസ് തന്നിട്ടുണ്ട്. അതിൻ്റെ പ്രകാരം നമ്മൾ പ്രൊഡക്ഷൻ അവർ റേറ്റ് ഓഫ് ഓവർഹെഡ് ഡിപ്പാർട്ട്മെൻറ്റ് ABCയിലെ ഓവർഹെഡ് നമ്മൾ റിപ്പീറ്റഡ് ഡിപ്രിസിയേഷൻ മെത്തേഡ് പ്രകാരം എന്ത് ചെയ്യണം? റിക്കവർ ചെയ്യണമെന്നാണ് പറഞ്ഞത്. അപ്പോൾ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ABC, സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് PQ ഉണ്ട്. എക്സ്പെൻസ് ഓഫ് സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് PQR അപ്പോർഷൻ അണ്ടർ ABC. അപ്പോൾ പിയുടെ ക്യൂയുടെ നമ്മൾ എക്സ്പെൻസസ് അപ്പോർഷൻ ചെയ്യുന്ന മെത്തേഡാണ് പറയുന്നത്. എക്ക് പിയുടെ 30% കൊടുക്കാം, ബിക്ക് പിയുടെ 40% കൊടുക്കാം, സിക്ക് 20%, ക്യൂക്ക് 10% കൊടുക്കാം. ഇനി ക്യൂയുടെ അപ്പോർഷൻ ചെയ്യേണ്ടത് എങ്ങനെയാണ്? 10%, 20%, 50% ആൻഡ് 20%. ഓക്കെ, എസ്റ്റിമേറ്റഡ് വർക്കിംഗ് അവേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ഏരിയാസ് ആർ ആസ് അണ്ടർ. അപ്പോൾ നമ്മളുടെ വർക്കിംഗ് അവേഴ്സിന് ഓഫ് പ്രൊഡക്ഷനിലുള്ള വർക്കിംഗ് അവേഴ്സ് എസ്റ്റിമേറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. ഡിപ്പാർട്ട്മെൻറ്റ് എയിൽ 1000 അവേഴ്സാണ്, ഡിപ്പാർട്ട്മെൻറ്റ് 2ൽ 2500 അവേഴ്സാണ്, ഡിപ്പാർട്ട്മെൻറ്റ് സിയിൽ 1400 അവേഴ്സാണ്. അപ്പോൾ ആദ്യം നമ്മൾ പ്രൈമറി ഓവർഹെഡ് എഴുതാം. പ്രൈമറി ഓവർഹെഡ് എന്ന് പറയുമ്പോൾ ക്വസ്റ്റ്യനിലുള്ള 7,810, ദെൻ
ബിയുടെ കേസിൽ 12,543, സിയുടെ കേസിൽ 4,547, പിയുടെ കേസിൽ 4,000, ക്യൂയുടെ കേസിൽ 2,600. ഇനി ഡിപ്പാർട്ട്മെൻറ്റ് പിയുടെ നമ്മൾ എന്ത് ചെയ്യണം? ഡിപ്പാർട്ട്മെൻറ്റ് പിയുടെ നമ്മൾ ഡിപ്പാർട്ട്മെൻറ്റ് പിയിലെ 4,000 നമ്മൾ എന്ത് ചെയ്യണം? എ ബി സി ക്യൂവിൽ അപ്പോർഷൻ ചെയ്യണം. അപ്പോൾ നമ്മൾ എങ്ങനെ അപ്പോർഷൻ ചെയ്യാൻ? നമുക്ക് റേഷ്യോ തന്നിട്ടുണ്ട്. ഡിപ്പാർട്ട്മെൻറ്റ് പിയുടെ 4,000ൻ്റെ 30% ആർക്ക് കൊടുക്കണം? 4,000 ആണ് നമ്മുടെ എമൗണ്ട് അല്ലേ? 4,000 ആണ്. ഈ 4,000 ആണ് നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റ് പിയിലെ എക്സ്പെൻസസ്. 4,000ൻ്റെ എത്ര പെർസെൻറ്റേജ് ആണ്? ദാറ്റ് ഈസ് ഈക്വൽ ടു ആദ്യത്തെ കേസിൽ 4,000ൻ്റെ 30% ആണ് നമ്മൾ എക്ക് കൊടുക്കുന്നത്. 4,000ൻ്റെ 30% എന്ന് പറയുമ്പോൾ 1,200. രണ്ടാമത്തെ കേസിൽ 40% ഇറ്റ് ഈസ് ഈക്വൽ ടു 1,600. മൂന്നാമത്തെ കേസിൽ 20% ഇറ്റ് ഈസ് ഈക്വൽ ടു 800. ആൻഡ് ക്യൂയുടെ കേസിൽ 400%. അപ്പോൾ നമ്മളിവിടെ എന്ത് കൊടുത്തു? ആദ്യം ഡിപ്പാർട്ട്മെൻറ്റ് പിയുടെ അപ്പോർഷൻ ചെയ്തു അല്ലേ? ഡിപ്പാർട്ട്മെൻറ്റ് പിയിൽ നമ്മൾ 4,000 അപ്പോർഷൻ ചെയ്തു. ഇനി ഡിപ്പാർട്ട്മെൻറ്റ് ക്യൂ നമ്മൾ എന്ത് ചെയ്യണം? വി ഹാവ് ടു ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം അല്ലേ? അതിന് നമുക്ക് തന്നിട്ടുണ്ട് 2,600ൻ്റെ 10% ആർക്ക് കൊടുക്കും? 10% ഷുഡ് ബി ഗിവൺ ടു എക്ക് കൊടുക്കണം. ഓക്കെ, 2,600ൻ്റെ 10% എക്ക്, 2,600ൻ്റെ ദെൻ 20% ബിക്ക് കൊടുക്കാം. 2,600ൻ്റെ 50% സിക്ക് കൊടുക്കാം. 2,600ൻ്റെ 20% നമ്മൾ ആർക്ക് പ്രൊവൈഡ് ചെയ്യാം? ഇറ്റ് ഷുഡ് ബി പ്രൊവൈഡഡ് ടു പി. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഡൗട്ട് വരും, 2,600ൻ്റെ എന്ന് മിസ് പറഞ്ഞത്. ബട്ട് 2,600 അല്ല, അതിൻ്റെ കൂടെ ഒരു 400ഉം കൂടി വന്നിട്ടുണ്ട്. അപ്പോൾ മൊത്തം നമ്മൾ 3,000 ആയിട്ടുണ്ടായിരിക്കും ക്യൂടെ. കാരണം പിന്ന് നമ്മളൊരു 400 ക്യൂക്ക് കൊടുത്തുകൊണ്ട് 3,000 ആയിരിക്കും. അപ്പോൾ 3,000ൻ്റെ ഫസ്റ്റ് 10% 300 ഷുഡ് ബി ഗിവൺ ടു എക്ക്. ബിക്ക് അതിൻ്റെ 20% കൊടുക്കാം. സിക്ക് അതിൻ്റെ 50%. എഗെയിൻ പിക്ക് 20%. അപ്പോൾ പിക്ക് ഇപ്പോൾ വീണ്ടും നമ്മൾ 4,000 അപ്പോർഷൻ ചെയ്തപ്പോൾ കംപ്ലീറ്റ്ലി ഇതായിട്ടുണ്ടായിരിക്കും. ബട്ട് വീണ്ടും 600 വന്നു. അതിനെ നമ്മൾ റീ അപ്പോർഷൻ ചെയ്യുകയാണ് ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ എന്ത് ചെയ്തു? -600 ആയി. ഇപ്പോൾ പിക്ക് പ്രസൻ്റ്ലി ഒന്നുമില്ല. പക്ഷേ ക്യൂക്ക് അപ്പോൾ നമ്മൾ റീ അപ്പോർഷൻ ചെയ്യുന്ന സമയത്ത് ക്യൂക്ക് ഒരു 600 വരും. അത് നമ്മൾ എന്ത് ചെയ്യണം? ഷുഡ് ബി ഡിവൈഡഡ് ബിറ്റ്വീൻ എ ബി സി പിയുടെ ഉള്ളിൽ ഡിവൈഡ് ചെയ്യണം. അപ്പോൾ നമുക്ക് പിക്ക് ഒരു 12 വരും. ഇറ്റ് ഷുഡ് ബി ഡിവൈഡഡ് ബിറ്റ്വീൻ എ ബി സിയുടെ ഉള്ളിൽ ഡിവൈഡ് ചെയ്യാം. ഇപ്പോൾ കംപ്ലീറ്റ്ലി എന്ത് ചെയ്തു? കഴിഞ്ഞു അല്ലേ? അപ്പോൾ നമുക്ക് ടോട്ടൽ എ ബി സിയുടെ വന്നത് 9,500, 15,000, 7,000. വർക്കിംഗ് അവേഴ്സും നമുക്കറിയാം 1,000, 2,500, 1,500. അപ്പോൾ റേറ്റ് ഓഫ് റിക്കവറി എന്ന് പറയുന്നത് 9,500 ഡിവൈഡ് ബൈ 1,000 9.5, 15,000 ഡിവൈഡ് ബൈ 2,500 6, 7,000 ഡിവൈഡ് ബൈ 1,400. അപ്പോൾ റിക്കവറി റേറ്റ് 5. അപ്പോൾ ഇതാണ് നമ്മൾ റിപ്പീറ്റഡ് ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡ് പ്രകാരം അപ്പോർഷൻ ചെയ്യുന്ന മെത്തേഡ്. The production department of a factory furnishes the following information for the month of October. ഒക്ടോബർ മന്തിന് വേണ്ടിയിട്ടുള്ള പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ്, ഒരു ഫാക്ടറിയിലെ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ഫർണിഷ് ചെയ്യുന്നതാണ് കൊടുക്കുന്നത്. മെറ്റീരിയൽ യൂസ്ഡ് സോ ഡയറക്റ്റ് വേജസ് 45,000, ലേബർ അവേഴ്സ് വർക്ക്ഡ് 36,000 hours ആണ്. ഓവർഹെഡ് ചാർജബിൾ ടു ദ ഡിപ്പാർട്ട്മെൻറ്റ് 36 ആണ്. അപ്പോൾ നമുക്ക് മെറ്റീരിയൽ യൂസ് ചെയ്തതും ഡയറക്റ്റ് വേജസും ലേബർ അവേഴ്സ് വർക്ക് ചെയ്തത് 36,000 hours വർക്ക് ചെയ്തു. അതിന് നമ്മൾ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ചാർജ് ചെയ്ത ഓവർഹെഡ് 36 ആണ്. അപ്പോൾ നമുക്ക് ലേബർ അവർ റേറ്റ് എന്ന് പറഞ്ഞാൽ 1 രൂപയാണ്. For an order executed by the department during the period, relevant information was entered. So അതിൽ മെറ്റീരിയൽ യൂസ്ഡ് 6,000, ഡയറക്റ്റ് വേജസ് 3,200, ലേബർ അവേഴ്സ് വർക്ക്ഡ് 3,200 hours. അപ്പോൾ ഇത് കൂടാണ്ട് തന്നെ ഒരു ഓർഡർ എക്സിക്യൂട്ട് ചെയ്തതിന് ഡിപ്പാർട്ട്മെൻറ്റ് അതിൻ്റെ ഇൻഫോർമേഷനാണ് താഴെ തന്നിരിക്കുന്നത്. നമുക്കിവിടെ ഓവർഹെഡ് ചാർജസ് ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ചാർജബിൾ ടു ദ ജോബിലേക്ക് ചാർജ് ചെയ്യാനുള്ള ഓവർഹെഡ് ചാർജസ് കാൽക്കുലേറ്റ് ചെയ്യണം. 2 മെത്തേഡ് പ്രകാരം, ലേബർ അവർ റേറ്റ് മെത്തേഡ് പ്രകാരം, ഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റ് പെർസെൻറ്റേജ് റേറ്റ് മെത്തേഡ് പ്രകാരം. അപ്പോൾ ലേബർ അവർ റേറ്റ് മെത്തേഡ് പ്രകാരം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഓവർഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെൻറ്റ് ഡിവൈഡഡ് ബൈ ഡയറക്റ്റ് ലേബേഴ്സ് അവേഴ്സ് ഓഫ് ദ ഡിപ്പാർട്ട്മെൻറ്റ്. ഡിപ്പാർട്ട്മെൻറ്റിൽ വന്നിരിക്കുന്ന ഓവർഹെഡ് എത്രയാണ്? ദാറ്റ് ഈസ് ഈക്വൽ ടു 36,000 ആണ് ഡിപ്പാർട്ട്മെൻറ്റിൽ വന്ന ഓവർഹെഡ്. 36,000 hours ആണ്. ആൻഡ് 36,000 ആണ് നമ്മുടെ ലേബർ ഓവർഹെഡ് ചാർജ് ദ ഡിപ്പാർട്ട്മെൻറ്റ്. ആൻഡ് ലേബർ അവേഴ്സ് വർക്ക്ഡ് 36,000 ആണ്. അപ്പോൾ ലേബർ അവർ പെർ റേറ്റ് എന്ന് പറയുമ്പോൾ എന്താണ് വരിക? 1 ആണ് വരിക. സോ 36,000 ഡിവൈഡ് ബൈ 36,000. ഓക്കെ,
ലാബേഴ്സ് അവേഴ്സ് സ്പെൻഡ് ഓൺ ദ ഓർഡർ. നമ്മൾ ഒരു ഓർഡറിന് വേണ്ടി സ്പെൻഡ് ചെയ്ത ലാബർ അവേഴ്സ് എത്രയാണ്? 3200. അതിന് വന്ന ഓവർഹെഡ് ചാർജസ് എത്രയാണ്? 3200. സോ ഇറ്റ് ഈസ് ഈക്വൽ ടു 3200 ഇൻറ്റു 1 ഈസ് ഈക്വൽ ടു 3200. ഇപ്പം നമ്മൾ ലാബർ അവർ റേറ്റ് പ്രകാരം കണ്ടു. ലാബർ അവർ റേറ്റ് പ്രകാരം ഫസ്റ്റ് വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് ദ ലാബർ അവേഴ്സ് റേറ്റ് കാണാം. എന്നിട്ട് എന്ത് ചെയ്യാം? അതിന് ഇതിനോട് മൾട്ടിപ്ലൈ ചെയ്യാം. ലാബർ അവേഴ്സ് സ്പെൻഡ് ഓൺ ദ ഓർഡർ. ഓർഡറിൽ നമ്മൾ സ്പെൻഡ് ചെയ്ത ലാബർ ഓർഡർ മൾട്ടിപ്ലൈ ചെയ്യാം. ഇനി ഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റ് പെർസെൻറ്റേജ് മെത്തേഡ് എന്ന് പറയുമ്പോൾ പെർസെൻറ്റേജ് ഓഫ് ഫാക്ടറി ഓവർഹെഡ് ഓൺ ഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റ്. ഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റിൻ്റെ ഫാക്ടറി ഓവർഹെഡ് ഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റിൻ്റെ പെർസെൻറ്റേജിൻ്റെ ബേസിൽ. അപ്പോൾ ഫാക്ടറി ഓവർഹെഡ് ഡിവൈഡഡ് ബൈ ഡയറക്റ്റ് മെറ്റീരിയൽ. ഫാക്ടറി ഓവർഹെഡ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ലാബർ അവേഴ്സിൻ്റെ റേറ്റ് എന്ന് പറയുന്നതാണ്. ഓവർഹെഡ് ചാർജബിൾ ടു ദ ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുന്നത് 36,000 ആണ്. ഇറ്റ് ഈസ് 36,000 ആണ്. ആൻഡ് നമുക്ക് എത്രയാണ് നമ്മുടെ മെറ്റീരിയൽ യൂസ് ചെയ്തിരിക്കുന്നത്? മെറ്റീരിയൽ യൂസ് ചെയ്ത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇറ്റ് ഈസ് ഈക്വൽ ടു 54,000. സോ 36,000 ആണ് നമ്മുടെ ഫാക്ടറി ഓവർഹെഡ് ഡിവൈഡഡ് ബൈ 54,000 ഇൻറ്റു 100 ആണ് നമ്മുടെ എന്തെന്ന് പറയുക പെർസെൻറ്റേജ് ഓഫ് ഫാക്ടറി ഓവർഹെഡ് ഓൺ ഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റ്. ഇറ്റ് ഈസ് ഈക്വൽ ടു 166. It is equal to 66.67% ആണ് പെർസെൻറ്റേജ് ഓഫ് ഫാക്ടറി ഓവർഹെഡ് ഓൺ ഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റ്. ഇനി ഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റ് ഇൻകേർഡ് ഓൺ ദി ഓർഡർ. ഓർഡറിന് നമുക്ക് ഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റ് ഇൻകർ ചെയ്തത് 6,000 ആണ്. സോ ഓവർഹെഡ് ചാർജബിൾ ടു ദ ജോബ് എന്ന് പറയുമ്പോൾ 6,000നെ 66.67% ദാറ്റ് ഈസ് ഈക്വൽ ടു 4,000. അപ്പോൾ ഇതിൽ നമുക്ക് ഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റ് പെർസെൻറ്റേജ് മെത്തേഡ് പ്രകാരം നമ്മൾ ആദ്യം പെർസെൻറ്റേജ് ഓഫ് ഫാക്ടറി ഓവർഹെഡ് ഓൺ ഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റ് കാണാം. എന്നിട്ട് ഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റ് ഇൻകർ ചെയ്തുകൊണ്ട് ആ പെർസെൻറ്റേജ് മൾട്ടിപ്ലൈ ചെയ്യാം. ലാബർ അവർ റേറ്റ് കാണാം. ലാബർ അവർ റേറ്റിനോട് നമ്മൾ ഇത് മൾട്ടിപ്ലൈ ചെയ്യാം. ലാബർ അവേഴ്സ് സ്പെൻഡിനോട് മൾട്ടിപ്ലൈ ചെയ്യാം. അതാണ് ഈ മെത്തേഡിലുള്ളത് കേട്ടോ. കാൽക്കുലേറ്റ് മെഷീൻ അവർ റേറ്റ് ഫ്രം ദ ഫോളോയിങ്. മെഷീൻ അവർ റേറ്റ് ആണ് ഇതിൽ കാൽക്കുലേറ്റ് ചെയ്യാനുള്ളത്. മെഷീൻ്റെ കോസ്റ്റ് തന്നിട്ടുണ്ട് 8,000 ആണ്. അതിൻ്റെ ഇൻസ്റ്റലേഷൻ തന്നിട്ടുണ്ട് 2,000 ആണ്. സ്ക്രാപ്പ് വാല്യൂ ആഫ്റ്റർ 10 ഇയേഴ്സ് 10 കൊല്ലം കഴിഞ്ഞാൽ അതിനുള്ള വാല്യൂ 2,000 ആണ്. റേറ്റ്സ് ആൻഡ് റെൻറ്റ് ഫോർ എ ക്വാർട്ടർ ഫോർ ദ ഷോപ്പ് 300 ആണ്. ജനറൽ റൈറ്റിംഗ് 20 പെർ മന്ത് ആണ്. ഷോപ്പ് സൂപ്പർവൈസർ സാലറി 600 പെർ ക്വാർട്ടർ. 4 മാസത്തിന് 600 ആണ്. ഇൻഷുറൻസ് പ്രീമിയം ഫോർ എ മെഷീൻ 60 പെർ ആനം. എസ്റ്റിമേറ്റഡ് റിപ്പയേഴ്സ് 100 പെർ ആനം. Power 2 units per hour at the rate of 5 per 100 units. Estimated working hours per annum 2,000. ഇത്രയാണ് നമ്മളോട് തന്നിരിക്കുന്നത്. മെഷീൻ occupies 1/4 of the total area of the shop. ഷോപ്പിൻ്റെ ടോട്ടൽ ഏരിയയിൽ നമ്മുടെ മെഷീൻ ആകെ 1/4 ആണ് ഓക്യുപ്പൈ ചെയ്യുന്നത്. സൂപ്പർവൈസർ ഈസ് എക്സ്പെക്റ്റഡ് ടു ഡിവോട്ട് 1/6 ഓഫ് ഹിസ് ടൈം ഫോർ സൂപ്പർവൈസിങ് ദ മെഷീൻ. അയാളുടെ ടൈമിൻ്റെ 1/6 മാത്രമാണ് ഈ മെഷീൻ സൂപ്പർവൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ സൂപ്പർവൈസർ സ്പെൻഡ് ചെയ്യുന്നത്. ജനറൽ എക്സ്പെൻസസ് ആർ ടു ബി അപ്പോർഷൻ ഓൺ ദ ബേസ് ഓഫ് ഫ്ലോർ ഏരിയ. അപ്പോൾ ജനറൽ എക്സ്പെൻസസ് നമ്മൾ എങ്ങനെയാണ് അപ്പോർഷൻ ചെയ്യേണ്ടത്? സ്റ്റോർ ഏരിയയുടെ ബേസിലാണ് ജനറൽ എക്സ്പെൻസസ് അപ്പോർഷൻ ചെയ്യുന്നത്. ഇവിടെ നമ്മളോട് മെഷീൻ്റെ അവർ റേറ്റ് ആണ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറയുന്നത്. അപ്പോൾ ഫസ്റ്റത്തെ വന്നത് റെൻ്റ് ആൻഡ് റേറ്റ്സ് ഉണ്ട്, സ്റ്റാൻഡിങ് ചാർജസ് ഉണ്ട്. ഫസ്റ്റ് വന്ന റെൻ്റ് ആൻഡ് റേറ്റ്സ് ആണ്. റെൻ്റ് ആൻഡ് റേറ്റ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് 300 ആണ് തന്നിരിക്കുന്നത് അല്ലേ. 300 ആണ് നമുക്ക് ആ ഷോപ്പിന് വരുന്ന റേറ്റ് അല്ലേ. 300 ഫോർ ക്വാർട്ടറാണ് അല്ലേ. ക്വാർട്ടറിലാണ് 3 മാസത്തിനാണ് 3 മന്ത്സിനാണ് 300. അപ്പോൾ 300 ഇൻറ്റു എത്ര ക്വാർട്ടർ ഉണ്ടായിരിക്കും? 4 ഇൻറ്റു 1/4. ഓക്കെ. സോ 1/4 എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മൊത്തം ഏരിയയിൽ 1/4 ഏരിയ മാത്രമാണ് നമ്മളെ മെഷീൻസ് ഇരിക്കുന്നത്. സോ ഇറ്റ് ഈസ് ഈക്വൽ ടു 300. ക്ലിയർ? റെൻ്റ് ആൻഡ് റേറ്റ്സ് 300 ആണ്. ഒരു ക്വാർട്ടറിനാണ് 300 എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ക്വാർട്ടർ എന്ന് പറയുമ്പോൾ 3 മാസത്തിന് 300. അങ്ങനെ ഒരു കൊല്ലത്തിന് എത്ര വരും? ഇറ്റ് ഈസ് ഈക്വൽ ടു 300 ഇൻറ്റു 4 ഇൻറ്റു 1/4. 1/4 എന്ന് പറയുമ്പോൾ ഒരു ഷോപ്പിൻ്റെ ഉള്ളിൽ 1/4 പൊസിഷനാണ് നമ്മൾ മെഷീൻ ഓക്യുപ്പൈ ചെയ്യുന്നത്. സോ ദാറ്റ് ഈസ് ഇൻറ്റു 1/4. ദെൻ ജനറൽ റൈറ്റിംഗ് 20 ആണ്. ഒരു മാസത്തിന് 20 ആണ്. അങ്ങനെ 12 മാസത്തിന് 20 ഇൻറ്റു 12. അതും ഈ പറഞ്ഞ പോലെ തന്നെ 1/4 എടുക്കുക. ഒരു നമ്മൾ മെഷീൻ ഓക്യുപ്പൈ ചെയ്യുന്നത് 1/4 ഏരിയയാണ്. സൂപ്പർവൈസർ സാലറി 600 ആണ്. 600 പെർ ക്വാർട്ടർ ആണ്. 600 പെർ ക്വാർട്ടർ ഇൻറ്റു 4. പക്ഷേ സൂപ്പർവൈസറിൻ്റെ സാലറിയിൽ അയാളുടെ ടൈം ഹീ സ്പെൻഡിങ് ഓൺലി 1/6 ആണ്. അപ്പോൾ 600 ഇൻറ്റു 4 ഇൻറ്റു 1/6 ഇറ്റ് ഈസ് ഈക്വൽ ടു 400. ഇൻഷുറൻസ് പ്രീമിയം 600 പെർ ആനം ആണ്. സോ നമുക്ക് വരുന്ന ടോട്ടൽ ഫിക്സഡ് ചാർജസ് എന്ന് പറയുന്നത് ഒരു കൊല്ലത്തിന് 820 ആണ്. ഓക്കെ, 820 ആണ്. സോ 820 എന്ന് പറയുന്നതാണ് നമ്മുടെ ടോട്ടൽ സ്റ്റാൻഡിങ് ഫിക്സഡ് ചാർജസ് വരുന്നത്. ഇനി നമുക്ക് അത് ദാറ്റ് ഈസ് ഡിവൈഡഡ് ബൈ സ്ക്രാപ്പ്. നമുക്ക് അതിനെന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യണം? ഇറ്റ് ഹാസ് ടു ബി ഡിവൈഡഡ് ബൈ 2000. ദാറ്റ് ഈസ് മെഷീൻ്റെ 2 കൊല്ലം കഴിഞ്ഞാൽ മെഷീൻ്റെ സ്ക്രാപ്പ് 10 കൊല്ലത്തിൻ്റെ സ്ക്രാപ്പ് വാല്യൂ കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? അല്ലെങ്കിൽ ആ മെഷീൻ്റെ എക്സ്പെൻസിനോട് ഡിവൈഡ് ചെയ്യണം. സോ ഇറ്റ് ഈസ് ഈക്വൽ ടു 0.41.
ഇനി നമ്മൾ മെഷീൻ്റെ എക്സ്പെൻസസ് ആണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. സോ ഫസ്റ്റ് വൺ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഡിപ്രീസിയേഷൻ ആണ്. ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത് 8,000 ആണ് കോസ്റ്റ് ഓഫ് മെഷീൻ പ്ലസ് അതിൻ്റെ ഇൻസ്റ്റലേഷൻ ചാർജസ്. അതിൻ്റെ കൂടെ തന്നെ മൈനസ് 2,000 ആണ്. 2,000 എന്ന് പറയുന്നത് എന്താ ഉദ്ദേശിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സ്ക്രാപ്പ് വാല്യൂ ആണ്, ഡിവൈഡഡ് ബൈ 10 ഇൻറ്റു 2,000. സോ ഇറ്റ് ഈസ് ഈക്വൽ ടു 0.40. ഓക്കെ. റിപ്പയേഴ്സ് എന്ന് പറയുന്നത് 100 ആണ്, ഡിവൈഡഡ് ബൈ കോസ്റ്റ് ഓഫ് അതിൻ്റെ സ്ക്രാപ്പ് വാല്യൂ ആഫ്റ്റർ 10 years എന്ന് പറയുന്നത് 2,000 ആണ്. പവർ എന്ന് പറയുന്നത് 2 × 5 ഡിവൈഡഡ് ബൈ 100 ഇറ്റ് ഈസ് ഈക്വൽ ടു 0.10. പവർ നമുക്ക് തന്നിട്ടുണ്ട് 2 യൂണിറ്റ് ആണ്, ദാറ്റ് ഈസ് ഫോർ 5 പെർ അവർ ആണ്. 2 യൂണിറ്റ് പെർ അവർ 5 per 100 യൂണിറ്റ്സ് ആണ്. 100 യൂണിറ്റ്സിന് 5 രൂപയാണ്. നമുക്ക് വേണ്ടത് 2 യൂണിറ്റ്സ് ആണ്. അപ്പോൾ 2 × 5 ഡിവൈഡ് ബൈ 100 ഈസ് ഈക്വൽ ടു 0.10. റിപ്പയേഴ്സ് എന്ന് പറയുന്നത് 100 per annum ആണ്, ഡിവൈഡഡ് ബൈ ഇൻസ്റ്റലേഷൻ എക്സ്പെൻസസ് 2,000. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? മെഷീൻ അവർ റേറ്റ് ഈസ് ഈക്വൽ ടു 0.96.